ഓക്കെ, സോ മൊഡ്യൂൾ 3 ആണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. മൊഡ്യൂൾ 3യിൽ ബേസിക്കലി 3 ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസ് ആണുള്ളത്. അതിൽ ആദ്യത്തെ സെക്ഷനാണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. നമുക്കറിയാം, അതായത് എർത്തിൻ്റെ സർഫസിലൊരു പാർട്ടിക്കിൾ ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു പുള്ളിക്ക് നമ്മുടെ എർത്തിൻ്റെ കോറിലേക്ക് ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്, ആൻഡ് ദാറ്റ് ഈസ് വാട്ട് വി കോൾ ആസ് വെയ്റ്റ്. അപ്പോൾ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു ബോഡി എടുക്കാൻ, ഇത് പോയിൻറ്റ് പാർട്ടിക്കിൾസിൻ്റെ കേസാണ് കേട്ടോ നമ്മൾ പറഞ്ഞത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ക്രിക്കറ്റ് ബോൾ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന പുസ്തകം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു ബോഡി എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഇതുപോലത്തെ ഒരുപാട് പോയിൻറ്റ് പാർട്ടിക്കിൾസ് കൊണ്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. സോ ഈ ഒരു പാർട്ടിക്കിളിൻ്റെ ഡിസ്റ്റൻസും ഈ ഒരു പാർട്ടിക്കിളിൻ്റെ ഡിസ്റ്റൻസും ഈ ഒരു പാർട്ടിക്കിളിൻ്റെ ഡിസ്റ്റൻസും എല്ലാ ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾസിൻ്റെയും ഡിസ്റ്റൻസ് കുറച്ചെങ്കിലും ഡിഫറൻസ് ഉണ്ട് അല്ലേ? അതായത് ഈ ഒരാളുടെ ലെങ്ത് അല്ല ഈ ഒരാൾക്ക്, കുറച്ചെങ്കിലും വ്യത്യാസമുണ്ട്. സോ ഓരോരുത്തർക്കും എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് അല്ലെങ്കിൽ ആൾക്കാർക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന വെയ്റ്റിനൊരു ചെറിയ ഡിഫറൻസ് ഉണ്ട്. സോ അങ്ങനെയുള്ള കേസിൽ നമ്മൾ ഒരു കണ്ടിന്യൂസ് ബോഡിക്ക് ഏതെങ്കിലും ഒരു പോയിന്റിൽ ഇവർക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ഒരു പോയിന്റിൽ നമുക്ക് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് വിളിക്കുക. അതായത് the point at which the entire weight of the body is assumed to be concentrated. ഈ എല്ലാ പോയിന്റ് മാസുകളും കൂടിയിട്ട് ഒരേ ഒരു പോയിന്റിൽ എവിടെയെങ്കിലും പോയി ഇരുന്ന് കഴിഞ്ഞാൽ ആ ഒരു പോയിന്റ് ഈക്വലൻ്റ് ആണ് ആ ഒരു ബോഡിയുടെ വെയ്റ്റിന്. അങ്ങനത്തെ സ്ഥലങ്ങളെയാണ് നമ്മൾ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് വിളിക്കുക. ബേസിക്കലി ഇറ്റ് ഈസ് എ പോയിന്റ് വെയർ ദ എൻറ്റയർ വെയ്റ്റ് ഓഫ് ദ ബോഡി ഈസ് അസ്യൂം ടു ബി കോൺസെൻട്രേറ്റഡ്. പിന്നെ വരുന്നൊരു ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രോയിഡ് ആണ്. സെൻട്രോയിഡ് ഈസ് നത്തിങ് ബട്ട് ജോമെട്രിക്കൽ സെൻറ്റർ ഓഫ് എ ബോഡി. അതായത് ജോമെട്രിക്കൽ സെൻറ്റർ എവിടെയാണോ അത് തന്നെയായിരിക്കും ആ ഒരു പെർട്ടിക്കുലർ ഫിഗറിൻ്റെ സെൻട്രോയിഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു തോട്ട് വരാം, ഈ സെൻട്രോയിഡും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഒന്ന് തന്നെയല്ലെന്ന്. കാരണം നമുക്കറിയാം, നമ്മളൊരു പുസ്തകം കയ്യിലെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സെൻറ്റർ പോർഷനിലേക്ക് നമ്മൾ കൈ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ബാലൻസ് ചെയ്യാൻ പറ്റും അല്ലേ? അതെന്തുകൊണ്ടാണ് നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുന്നത്? കാരണം അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിൽ നമ്മൾ നേരെ ഈക്വലൻ്റ് ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ട് മുകളിലേക്ക് ഒരു ഫോഴ്സ് നോർമൽ കൊടുക്കുന്നത് കൊണ്ട് അത് ബാലൻസ് ഔട്ട് ആയി പോകുന്നതുകൊണ്ടാണ് നമുക്കത് ബാലൻസ് ചെയ്ത് നിർത്താൻ പറ്റുന്നത് അല്ലേ? അല്ലാന്നുണ്ടെങ്കിൽ അത് ടിപ്പ് ഓവർ ചെയ്യാം. ഇങ്ങോട്ടോ വെയിറ്റ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ആ സൈഡിലേക്ക് ചെരിഞ്ഞോ മറിഞ്ഞോ പോവാം. സോ നമ്മൾ കറക്റ്റ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിൽ നമ്മൾ നിർത്താൻ പറ്റുന്നത് കൊണ്ടാണ് നമുക്കതിനെ ബാലൻസ് ചെയ്യാൻ പറ്റുന്നത്. സോ നമ്മുടെ ഒരു നോട്ട്ബുക്കിൻ്റെ കേസിൽ സെൻട്രോയിഡും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും സെയിം ആണ്. ഞാനൊരു വട്ടത്തിലുള്ളൊരു സർക്കിൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സെൻറ്റർ തന്നെയായിരിക്കും എൻ്റെ സെൻട്രോയിഡും അപ്പോൾ നമുക്ക് തോന്നും ഓക്കെ സെൻട്രോയിഡും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി സെൻറ്റർ തന്നെയായിരിക്കും. പക്ഷേ അങ്ങനെയാണോ? നമുക്ക് നോക്കാം. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ജസ്റ്റ് അലുമിനിയത്തിൻ്റെ ഒരു പ്ലേറ്റ് എടുത്തു എന്ന് വിചാരിക്കുക, റെക്ടാങ്കുലർ പ്ലേറ്റ്. ഇറ്റ്സ് സിമിലർ ടു വാട്ട് വി ഹാവ് ആസ് എ ബുക്ക്, റൈറ്റ്? അതിൻ്റെ സെൻട്രോയിഡും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്താണ്? സെയിം ആണ്. അതായത് രണ്ടാൾക്കാരുടെയും അതിൻ്റെ സെൻട്രോയിഡും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും ഒരാൾ തന്നെയാണ്. പക്ഷേ ഞാൻ അതേ ഡയമെൻഷൻസ് ഉള്ള വേറൊരു പ്ലേറ്റ് എടുത്തു. പക്ഷേ ഇപ്രാവശ്യം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്ലേറ്റിൻ്റെ പകുതി ഭാഗത്ത് ഇരുമ്പും പകുതി ഭാഗത്ത് അലുമിനിയം വെച്ചു. സോ രണ്ട് മെറ്റീരിയൽ വെച്ച് ഞാൻ ഉണ്ടാക്കി. അപ്പോൾ അയണിൻ്റെ ഡെൻസിറ്റി അലുമിനിയത്തിൻ്റെ ഡെൻസിറ്റീനേക്കാൾ കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഡെൻസിറ്റി കൂടുതലുള്ള ഭാഗത്ത് എന്തായിരിക്കും? കുറച്ച് വെയിറ്റ് കൂടുതലായിരിക്കും അല്ലേ? അപ്പോൾ ആ കുറച്ച് വെയിറ്റ് കൂടുതലായിരിക്കുന്ന ഭാഗം എന്ത് ചെയ്യും? ഇങ്ങോട്ട് ചെരിഞ്ഞ് വിടാൻ സാധ്യതയുണ്ട്. ഞാൻ കറക്റ്റ് നടുക്കിൽ ബാലൻസ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ. സോ വാട്ട് ഡസ് ദാറ്റ് ഇംപ്ലൈ? അതിനർത്ഥം അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും കൂടി ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ്. പക്ഷേ സെൻട്രോയിഡ് ഇപ്പോഴും നടുക്ക് തന്നെയാണ്. സെൻട്രോയിഡ് എന്താണ്? ജോമെട്രിക്കൽ സെൻറ്ററാണ്. ഒരു ബോഡി ഉണ്ടെന്നുണ്ടെങ്കിൽ അവൻ്റെ ജോമെട്രിക് സെൻറ്ററിനെയാണ് നമ്മൾ സെൻട്രോയിഡ് എന്ന് പറയുന്നത്. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് ആ ഒരു ബോഡിയുടെ എൻറ്റയർ വെയ്റ്റ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു പെർട്ടിക്കുലർ പോയിൻ്റാണ്. അല്ലെങ്കിൽ നമ്മൾ അസ്യൂം ചെയ്യാണ് ആ ഒരു ബോഡിയുടെ എൻറ്റയർ വെയ്റ്റ് അവിടെയാണ് ഉള്ളതെന്നുള്ളൊരു പോയിൻ്റാണ്. ആ പോയിൻ്റാണ് നമ്മുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. സോ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി മേ ഓർ മേ നോട്ട് കോയിൻസൈഡ് വിത്ത് ദ ജോമെട്രിക് സെൻറ്റർ ഓഫ് ദ പ്ലെയിൻ ഒബ്ജക്റ്റ്. യൂണിഫോം മാസ് ഡിസ്ട്രിബ്യൂഷൻ ഉള്ള, സോ അത് എഴുതി വയ്ക്കാം നമുക്ക്, യൂണിഫോം മാസ് ഡിസ്ട്രിബ്യൂഷൻ ഉള്ള സമയത്താണെന്നുണ്ടെങ്കിൽ ദർ ഇസ് നോ ഡൗട്ട് സെൻട്രോയിഡ് ആൻഡ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി സെയിം ആയിരിക്കും. അത് ഡെൻസിറ്റി യൂണിഫോം ആയിട്ടുള്ള ഒരു ബോഡി ആണെന്നുണ്ടെങ്കിൽ സെൻട്രോയിഡും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും പ്ലെയിൻ ഫിഗേഴ്സിൻ്റെ കേസിൽ ഒന്നായിരിക്കും. നമ്മൾ സെൻട്രോയിഡ് എന്താ, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്താണെന്ന് നമുക്ക് ക്ലിയർ ആയി.
അടുത്തത് ഈ സംഭവം എങ്ങനെ കണ്ടുപിടിക്കുക? ഇപ്പം ഞാനിപ്പോൾ പറഞ്ഞു നമുക്ക് അത് നമുക്ക് കാണാം, അല്ലെങ്കിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ. അതായത് നമ്മുടെ പുസ്തകത്തിൻ്റെ ഏതാണ്ട് നടുക്ക് വിരൽ വെച്ച് പൊക്കി കഴിഞ്ഞാലാണ് നമുക്ക് അത് ബാലൻസ് ചെയ്ത് നിർത്താൻ പറ്റുക. സോ അതാണ് അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി നമുക്ക് ലിറ്ററലി പറയുമ്പോൾ നമുക്ക് മനസ്സിലായി. പക്ഷെ വേറെ ഏതെങ്കിലും, ഇപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനൊരു സംഭവത്തിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? നമുക്കറിയില്ല. സോ അതിന് നമുക്കൊരു മെത്തഡോളജി വേണം. അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള പാർട്ടിക്കിൾസിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എങ്ങനെ കണ്ടുപിടിക്കാന്ന് പറഞ്ഞു. കാരണം നമ്മളറിയാം, നമ്മൾ ഫസ്റ്റ് ഡിസ്കഷൻ തുടങ്ങിയത് ഡിസ്ക്രീറ്റ് പാർട്ടിക്കിൾസിൻ്റെ വെയിറ്റിൽ വെച്ചിട്ടാണ്. സോ അവിടെ നിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പം ഞാനിപ്പോൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം എടുത്തു എന്ന് വിചാരിക്കുക. XYZ ആക്സിസ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം. ആൻഡ് ആ ഒരു സ്പേസിൽ 4 ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. 4 ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. സോ ഈ ഒരു പാർട്ടിക്കിള് ഒറിജിനാണ് എൻ്റെ സെൻറ്റർ, എന്താണ് അതിന് പറയുക, കോറ് ഒറിജിനായിട്ട് ഇമാജിൻ ചെയ്യാൻ. അവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് സ്പേസിലേക്കുള്ള ഡിസ്റ്റൻസുകൾ. ഓരോരുത്തർ പല പല സ്ഥലങ്ങളിലായിട്ട് ഇരിക്കുന്നുണ്ട്. ആൻഡ് ഈ ഒരു ഡിസ്റ്റൻസ് x1, ഈ ഒരു ഡിസ്റ്റൻസ് x2, ഈ ഒരു ഡിസ്റ്റൻസ് x4, ഈ ഒരു ഡിസ്റ്റൻസ് x3. സോ ഓരോരോ ആൾക്കാരും ഓരോരോ ഡിസ്റ്റൻസുകളിലായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, ഓരോരോ ഡിസ്ക്രീറ്റ് പാർട്ടിക്കിൾസ്. സോ ഈ ഒരു ചങ്ങാതി എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് അല്ല ഈ ഒരാൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്, ഈ ഒരാൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന വെയിറ്റ് അല്ല ഈ ഒരാൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. സോ ഇയാളും എല്ലാവരും ഇൻഡിവിജ്വലി ഡിഫറെൻറ്റ് വെയിറ്റ്സ് ആണ് ആക്ട് ചെയ്യുന്നത്. പക്ഷേ ഈ 4 ആൾക്കാരുടെയും ചുറ്റുവട്ടത്ത് ഏതോ ഒരു പോയിന്റ് ഉണ്ട്, സച്ച് ദാറ്റ് ഇവർ 4 ആൾക്കാരും കൂടി എക്സ്പീരിയൻസ് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് ഒരേ രീതിയിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലം. ഈ 4 ആൾക്കാരുടെയും ഫോഴ്സുകൾ, നെറ്റ് ഫോഴ്സ് എക്സ്പീരിയൻസ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പർട്ടിക്കുലർ പോയിന്റ് ഉണ്ട് ഇവരുടെ ചുറ്റും. ആൻഡ് ദാറ്റ് പെർട്ടിക്കുലർ പോയിന്റ് ഇസ് കോൾഡ് ആസ് എ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ തിങ്. ശരിയാണല്ലോ? അതായത് എൻറ്റയർ ആൾക്കാരുടെ വെയിറ്റ് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന പോയിന്റ്, അത് തന്നെയാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ആൻഡ് ഹൗ വിൽ വി ഫൈൻഡ് ദാറ്റ്? അത് ഫൈൻഡ് ചെയ്യാനുള്ള ഇക്വേഷനാണ്. ഇപ്പോൾ നമ്മൾ XY കോർഡിനേറ്റ്സ് മാത്രമേ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. Z ഉണ്ടെന്നുണ്ടെങ്കിൽ Z-ൻ്റെ കേസിൽ ഇത് വാലിഡ് ആണ്. സോ X ബാർ എന്ന് പറയുന്നത് m1x1 പ്ലസ് m2x2 പ്ലസ് m3x3 ബൈ m1 പ്ലസ് m2 പ്ലസ് m3. അതായത് ഈ മാസ് മൾട്ടിപ്ലൈഡ് ബൈ അവനിരിക്കുന്ന ഡിസ്റ്റൻസ് പ്ലസ് അടുത്ത മാസ് മൾട്ടിപ്ലൈഡ് ബൈ അവനിരിക്കുന്ന ഡിസ്റ്റൻസ് പ്ലസ് ഈ മാസ് മൾട്ടിപ്ലൈഡ്, അങ്ങനെ എത്ര മാസ് ഉണ്ടോ അത്രയും മാസുകൾ മൾട്ടിപ്ലൈഡ് ബൈ അവരിരിക്കുന്ന ഡിസ്റ്റൻസുകളുടെ സമ്മേഷൻ ഡിവൈഡഡ് ബൈ ടോട്ടൽ സമ്മേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ഇരിക്കുന്ന സംഭവത്തിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയുടെ X കോർഡിനേറ്റ് കിട്ടും. ഓൾറൈറ്റ്, അത് ഇറ്റ്സ് ലൈക്ക് എൻ ആവറേജ് പോലെ തന്നെയാണല്ലോ നമ്മൾ അതിനെ ഡിഫൈൻ ചെയ്തത്. സോ അതുപോലെ തന്നെയാണ് നമ്മൾ എന്താ പറയുക, മാത്തമാറ്റിക്കലി നമ്മൾ എടുക്കുക. സോ X ബാർ എന്ന് പറയുന്നതാണ് നമ്മുടെ എന്താണ് X കോർഡിനേറ്റ് ഓഫ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആണ്. ആൻഡ് അതെന്ന് പറഞ്ഞാൽ m1x1 പ്ലസ് m2x2 പ്ലസ് അങ്ങനെ എത്ര എണ്ണുണ്ടോ അത്രയും ഡിവൈഡഡ് ബൈ സം ഓഫ് ഓൾ ദ മാസസ്. Y കോർഡിനേറ്റും സിമിലർലി. സോ ഡിസ്ക്രീറ്റ് ആയിട്ട് ഇങ്ങനെ നമുക്ക് പെറുക്കി എടുക്കാൻ പറ്റുന്ന പാർട്ടിക്കിൾസ് ആയതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റും ഇയാൾ ഇത്രയും ദൂരത്തിലാണ്, അല്ലെങ്കിൽ ഇയാൾ x1 ദൂരത്തിലാണ്, ഈ ഒരു വ്യക്തി ഇത്രയും ദൂരത്തിലാണ്, എനിക്കിങ്ങനെ എണ്ണി പറയാൻ പറ്റും. പക്ഷെ ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു ആർബിട്രറി ഇങ്ങനെ അമീബ പോലത്തെ ഒരു സംഭവത്തിനെ ഞാൻ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റില്ല. അതായത് ഇങ്ങനത്തെ ഒരു സാധനത്തിൽ എന്താണ് ഇൻഫൈനൈറ്റ് എമൗണ്ട് ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ട് അല്ലേ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ 4 എണ്ണം പറയണ പോലെ there are infinitesimally small particles that are present in this particular arbitrary body. സോ നമുക്കിങ്ങനെ ഇൻഡിവിജ്വലി നമുക്കിങ്ങനെ പോയി അളക്കാൻ പറ്റില്ല, ഈ ഒരു പാർട്ടിക്കിൾ ഇത്ര ദൂരം, ഈ ഒരു പാർട്ടിക്കിൾ ഇത്ര ദൂരം, എനിക്ക് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ എനിക്കിങ്ങനെ പെറുക്കിയെടുത്ത് പറയാൻ പറ്റില്ല ഇയാൾ ഇത്ര ദൂരത്തിലാണെന്നുള്ളത്. സോ അങ്ങനത്തെ കേസുകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ചെറിയ എലമെൻ്റൽ ഏരിയ എടുക്കും. പ്ലെയിനാർ ബോഡീസ് ആണ് നമുക്ക് നമ്മുടെ സിലബസിൽ പഠിക്കാനുള്ളത്. അപ്പം പ്ലെയിനാർ ബോഡീസിൻ്റെ കേസിൽ മാസും ഏരിയയും പ്രൊപ്പോർഷണൽ ആണ് വെൻ ഇറ്റ് ഈസ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ്. അതായത് നമ്മുടെ മെറ്റീരിയൽ ഒന്നും മാറുന്നില്ല, അല്ലെങ്കിൽ അതായത് എവിടെയെങ്കിലും കട്ടി കൂട്ടുന്നില്ല എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണെന്നുണ്ടെങ്കിൽ, ഡെൻസിറ്റി യൂണിഫോം ആണെന്നുണ്ടെങ്കിൽ മാസ് നമുക്ക് ഏരിയയോട് പ്രൊപ്പോർഷണൽ ആണ്. കാരണം ഒന്ന് ആലോചിച്ച് നോക്കി, അതായത് നല്ല വലുപ്പമുള്ളൊരു പുസ്തകത്തിനായിരിക്കും കുറേ കൂടി വെയിറ്റ് കൂടുതൽ, അതായത് ചെറിയൊരു പുസ്തകത്തിനേക്കാൾ അല്ലേ. സോ മാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ, അല്ലെങ്കിൽ രണ്ടും ഈക്വലൻ്റ് ആണെന്ന് പറയാം. ഈക്വൽ അല്ല, ഈക്വലൻ്റ് ആണ്. സോ
രണ്ടും ഏതാണ്ട് ഒരേപോലെയാണ്. സോ ഒരു എലമെൻ്റൽ മാസ് എടുക്കുന്നതും ഒരു എലമെൻ്റൽ ഏരിയ ഒരു പ്ലെയിനാർ ബോഡിയിൽ എടുക്കുന്നതും രണ്ടും ഈക്വലൻ്റ് ആണ്. സോ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എലമെൻ്റൽ ഏരിയ എടുക്കും, എന്നിട്ട് ഈ എലമെൻ്റൽ ഏരിയയുടെ ഡിസ്റ്റൻസ് ഞാൻ ഇവിടുന്ന് മെഷർ ചെയ്തിട്ട് ആ സംഭവം ഞാൻ എൻറ്റയർ ഏരിയ ഓഫ് ദ ബോഡിയുടെ കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് അങ്ങ് എടുക്കും. സോ എക്സ് ബാർ എന്തായിരുന്നു? എക്സ് ബാർ നമുക്കറിയാം dmx1 പ്ലസ് dmx2. ഇത് കണ്ട m1x1 പ്ലസ് m2x2. ഈ ചെറിയ ആളുടെ ഇത് ഞാൻ പറഞ്ഞല്ലോ ഈക്വലൻ ടു dm1 ആണ്. അതായത് ഏരിയയും മാസും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ എനിക്ക് രണ്ടാൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതാം. ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ. സോ എക്സ് ബാർ എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു വ്യക്തിയുടെ എക്സ് ബാർ എന്താണ്? ഈ ഒരു വ്യക്തിയുടെ എക്സ് ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ dm ഇൻറ്റു x1 അയാളിരിക്കുന്ന ഡിസ്റ്റൻസ്. അടുത്ത അങ്ങനത്തെ പാർട്ടിക്കിൾ എടുത്തു, അടുത്ത അങ്ങനത്തെ എലമെൻ്റൽ പാർട്ടിക്കിൾ, അങ്ങനെ ഇൻഫൈനൈറ്റ് പാർട്ടിക്കിളിനെ ഞാനിങ്ങനെ സമ്മേഷൻ ചെയ്ത് പോയി. അപ്പോൾ സമ്മേഷൻ ചെയ്ത് പോകാൻ നമുക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. സോ അതായത് കുഞ്ഞു 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 പാർട്ടിക്കിൾസ് അല്ലേ. സോ ഞാൻ എന്ത് ചെയ്തു? ഞാൻ ഇൻ്റഗ്രേറ്റ് ചെയ്തു. സോ എക്സ് ബാർ എന്ന് പറയുന്നത് ഇൻറ്റഗ്രൽ dmx ഡിവൈഡഡ് ബൈ ഇൻറ്റഗ്രൽ dm ആയിരിക്കും. ഇൻറ്റഗ്രൽ dm അതായത് എൻറ്റയർ മാസ്. ഓൾറൈറ്റ്. പിന്നെ ആദ്യം നേരത്തെ പറഞ്ഞ പോലെ മാസും ഏരിയയും ഈക്വലൻ്റ് ആണ് അല്ലെങ്കിൽ പ്രൊപ്പോർഷണൽ ആണ്. സോ എനിക്ക് രണ്ടാൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതിയാലും വ്യത്യാസമൊന്നുമില്ല. സോ dmനെ ഞാൻ എന്ത് ചെയ്തു? dA ആയിട്ട് റിപ്ലേസ് ചെയ്തു. ഇൻറ്റഗ്രൽ dA. ഈ ഇൻറ്റഗ്രൽ dA എന്ന് പറയുന്നത് നമുക്ക് മോസ്റ്റ് പ്രോബബ്ലി നമുക്ക് അറിയുന്ന ഷേപ്പുകളായിരിക്കും. അതായത് എന്താ പറയുക, നമുക്ക് ഇതിനകത്ത് കണ്ടുപിടിക്കാൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ള പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെക്ടാങ്കിൾ ഉണ്ടാവും, ഒരു സ്ക്വയർ ഉണ്ടാവും, ഒരു സെമിസർക്കിൾ. ഇപ്പം ഇങ്ങനൊരു കോമ്പോസിറ്റ് ബോഡി നമുക്ക് തരും. ഇങ്ങനൊരു കോമ്പോസിറ്റ് ബോഡി തന്നിട്ട് ഈ എൻറ്റയർ ബോഡിയുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പറയും നമ്മുടെ അടുത്ത്. ഓക്കെ. സോ അങ്ങനത്തെ എല്ലാ കേസുകളിലും നമുക്ക് ഈ ഇൻഡിവിജ്വൽ ഏരിയാസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയതായിരിക്കും, അല്ലെങ്കിൽ ടോട്ടൽ ഏരിയ നമുക്ക് അറിയുന്നതായിരിക്കും. ഇപ്പോൾ റെക്ടാങ്കിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം L/B ആണ്, അല്ലെങ്കിൽ സെമി സർക്കിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം πr²/2 ആണ്. സോ നമുക്ക് ടോട്ടൽ ഏരിയ അല്ലെങ്കിൽ ഫൈനൽ ടോട്ടൽ ഏരിയ നമുക്ക്, അതായത് ഈ ഒരു സംഭവം നമുക്ക് അറിയാവുന്നൊരു കാര്യമായിരിക്കും. ഇതാണ് ടോട്ടൽ ഏരിയ. ഈ ഒരു ടോട്ടൽ ഏരിയ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് അറിയുന്നതായിരിക്കും. സോ 1/a അത് നമുക്ക് പുറത്തെടുക്കാം, നമുക്കൊരു കോൺസ്റ്റന്റ് ആയിട്ട് നമുക്ക് കിട്ടും, അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതായിരിക്കും. ഇൻറ്റഗ്രൽ xdA. സോ വാട്ട് ഈസ് ദ ഫോർമുല? എക്സ് ബാർ എന്ന് പറയുന്നത് 1/a ഇൻറ്റഗ്രൽ xdA, y ബാർ എന്ന് പറയുന്നത് 1/a ഇൻറ്റഗ്രൽ ydA. എന്നാലും ഈ ഒരു സംഭവം നമുക്ക് കോമൺലി യൂസ് ചെയ്യാനായിട്ട് വരാറില്ല. അഥവാ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ സ്റ്റാൻഡേർഡ് റിസൾട്ടുകൾ പ്രൂവ് ചെയ്യാനുള്ളതായിട്ടാണ് ഉണ്ടാവും, പക്ഷെ അത് എക്സാമിന് ചോദിച്ചായിട്ട് കണ്ടിട്ടില്ല അതുവരെ. സോ നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുക ഈ ഒരു പർട്ടിക്കുലർ ഫോർമുലയായിരിക്കും. ദിസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ ഇൻ ദിസ് പർട്ടിക്കുലർ സെൻട്രോയിഡ് ആൻഡ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി സെക്ഷൻ. ഓൾറൈറ്റ്, ഇത് അറിഞ്ഞിരിക്കുക. അടുത്തത് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് എങ്ങനത്തെ ക്വസ്റ്റ്യനാണ് വരിക. വിൽ ഹാവ് കോമ്പോസിറ്റ് ബോഡിയുടെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് കിട്ടുക. നമുക്ക് വരാൻ പോകുന്നത് കോമ്പോസിറ്റ് ബോഡിയുടെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. സോ അങ്ങനെ ഒരു കോമ്പോസിറ്റ് ബോഡിയുടെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് പ്രൊസീഡ് ചെയ്യേണ്ടതെന്നുള്ള സ്റ്റെപ്പുകളാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. ഇതിനകത്തേക്ക് നമുക്ക് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് വരാം. സോ നമുക്ക് കാൽക്കുലേഷൻസ് ഈസി ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സ്റ്റാൻഡേർഡ് ഷേപ്പുകളുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എവിടെയാണെന്ന് നമുക്കൊന്ന് അറിഞ്ഞിരിക്കണം. അതായത് നമ്മുടെ ജനറലായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസിൽ നമുക്ക് കാണാൻ സാധിക്കാറുള്ള കുറച്ച് സ്റ്റാൻഡേർഡ് ഫിഗേഴ്സിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം, എന്നാലേ നമുക്ക് കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. സോ റെക്ടാങ്കിൾ എടുത്തു, നമ്മുടെ പുസ്തകത്തിൻ്റെ എവിടെയാണ് ബി ലെങ്ത്തും ഡി ബ്രെഡ്ത്തും ഉള്ള ഒരു റെക്ടാങ്കിൾ ആണെന്നുണ്ടെങ്കിൽ B/2 D/2ലാണ് ആളുടെ എന്ത് വരിക? സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരിക. അതായത് കറക്റ്റ് നടുക്കിലല്ലേ വരിക, ആളുടെ കറക്റ്റ് നടുക്കിലാണ് എന്ത് വരിക? സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരിക. സോ B/2 D/2ലാണ് ആളുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരിക. ഇനിയാണ് നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിലേക്ക് പോകേണ്ടത്. ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് കേസുകൾ വരും. അതായത് ഇതൊരു റൈറ്റ് ട്രയാങ്കിളാണ്, ഇതൊരു ഐസോസിലസ് ട്രയാങ്കിളാണ്. അപ്പോൾ റൈറ്റ് ട്രയാങ്കിൾ നമ്മൾ ഇങ്ങനെ വെച്ചിരിക്കാമെന്ന് വിചാരിക്കാം. സോ ഇനിയാണ് ഞാൻ പറഞ്ഞത് ഈ രണ്ട് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സിലേക്ക് നമുക്ക് വരണം. സോ എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ കിട്ടിയാലും നമുക്ക് 3 സ്റ്റെപ്പ്, ആക്ച്വലി 3 സ്റ്റെപ്സ് ഉണ്ട്. ഇത് തേർഡ് സ്റ്റെപ്പാണ്. ഓക്കെ, ഇത് തേർഡ് സ്റ്റെപ്പാണ് നമ്മുടെ. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് തേർഡ് സ്റ്റെപ്പാണ്. സെക്കൻഡ് സ്റ്റെപ്പ് നമ്പറിങ് ഓഫ് ഫിഗേഴ്സ് ആണ്.
സോ ഏതൊരു കോമ്പോസിറ്റ് ബോഡിയുടെ ക്വസ്റ്റ്യൻസ് കണ്ടു കഴിഞ്ഞാലും ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു സംഭവത്തിന് നമ്മളങ്ങ് സ്പ്ലിറ്റ് ചെയ്യുക. അതായത് നമുക്കറിയാവുന്ന തരത്തിലെല്ലാം നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുക. ഇപ്പം ഞാൻ ഈ ഒരു ബോഡി കണ്ടു കഴിഞ്ഞാൽ എനിക്ക് എന്താ മനസ്സിലായേ, ഓക്കെ ഇതിനകത്തൊരു റെക്റ്റാങ്കിൾ ഉണ്ട്, ഇതിനകത്തൊരു സെമി സർക്കിൾ ഉണ്ട്, ഇതിനകത്തൊരു ട്രയാങ്കിൾ ഉണ്ട്. സോ ഈ 3 ആൾക്കാരെയും ഇൻഡിവിജ്വൽ ആയിട്ട് അങ്ങ് സ്പ്ലിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇവരെ അങ്ങ് നമ്പർ ചെയ്യുക. അതായത് 3 ആൾക്കാരെയും വേറെ വേറെ ആക്കിയിട്ട് അവരെ നമ്പർ ചെയ്യുക. ഓക്കെ, 3 ആൾക്കാരെയും വേറെ വേറെ ആക്കിയിട്ട് അവരെ നമ്പർ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ടേക്ക് എ റെഫറൻസ് ആക്സിസ് വിത്ത് വിച്ച് വി ക്യാൻ പ്രൊസീഡ് വിത്ത് കാൽക്കുലേഷൻസ് ഈസിയർ ആൻഡ് സ്റ്റാൻഡേർഡ് റിസൾട്ട്സ് ആർ നോൺ അബൌട്ട് ദാറ്റ് പർട്ടിക്കുലർ ആക്സിസ്. ആക്സിസ് സെലക്ട് ചെയ്യുക. അവിടെയാണ് ഈ ഒരു സംഭവത്തിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. സോ ഈ ഒരു ഓറിയൻറ്റേഷനിലിരിക്കുന്ന ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണെന്ന് വിചാരിക്കുക. അതായത് ഇത് നമ്മുടെ XY കോർഡിനേറ്റ് ആക്സിസ് ആണ്. ഓക്കെ, ഇത് X ആണ്, ഇത് Y ആണ്. സോ ഈ ഒരു പർട്ടിക്കുലർ ഓറിയൻറ്റേഷനിലാണ് ഈ ഒരു റൈറ്റ് ട്രയാങ്കിൾ ഇരിക്കുന്നത്. അതായത് ഇത് ഒറിജിൻ എന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന ഒരു റൈറ്റ് ട്രയാങ്കിളിൻ്റെ കേസിൽ ആ ഒരു ട്രയാങ്കിളിൻ്റെ ബേസിൽ നിന്നും B/3 ലെങ്ത്ത് ഇപ്പുറത്തേക്ക് ഹൈറ്റിൽ നിന്നും, അതായത് ഹൈറ്റിൻ്റെ സൈഡിൽ നിന്നും B/3 ലെങ്ത്ത് ഇങ്ങോട്ട് മാറിയിട്ടാണ് അതിൻ്റെ X കോർഡിനേറ്റ് ഓഫ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഉള്ളത്. ഈ ഹൈറ്റിൻ്റെ സൈഡിൽ നിന്നും B/3 ലെങ്ത്ത് മാറിയിട്ടാണ് X കോർഡിനേറ്റ് ഓഫ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഉള്ളത്. അതുപോലെ തന്നെ ബേസിൽ നിന്നും H/3 ലെങ്ത്ത് മുകളിലേക്ക് പോയിട്ടാണ് അതിൻ്റെ Y കോർഡിനേറ്റ് ഓഫ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഉള്ളത്. ഹൈറ്റിൽ നിന്നും ബേസിൽ നിന്നും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഹൈറ്റിൽ നിന്നും ബേസിൽ നിന്നുള്ള കാര്യമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി ആക്സിസിൻ്റെ ഇമ്പോർട്ടൻസ് എവിടെയാണ് വരുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ സപ്പോസ് ഇത് തന്നെയാണ് നമ്മുടെ XY ആക്സിസ് എന്ന് വിചാരിക്കുക. നമ്മുടെ ട്രയാങ്കിൾ ഇങ്ങനെയാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ, നമ്മുടെ ട്രയാങ്കിൾ ഈ ഒരു ഓറിയൻറ്റേഷനിലാണ് ഇരിക്കുന്നതെന്ന് വിചാരിക്കുക. ഇതാ റൈറ്റ് ട്രയാങ്കിൾ ആണെന്ന് വിചാരിക്കുക കേട്ടോ. നമ്മുടെ ട്രയാങ്കിൾ ഈ ഒരു ഓറിയൻറ്റേഷനിലാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതേ റിസൾട്ട് ആയിരിക്കും അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയുടെ. അപ്പോൾ നമ്മൾ കാണാപ്പാടം പഠിച്ചു വെച്ചു. അതായത് H/3 ആണ്, H/3 B/3 ആണ് നമ്മൾ കാണാപ്പാടം പഠിച്ചു വെച്ചു. നമുക്ക് നോക്കാം. അതായത് ഇതാണ് ഇത് H ലെങ്ത് ആണ്, ഇത് B ആണ്. ഓക്കെ, അപ്പോൾ H/3 എന്ന് പറഞ്ഞാൽ എവിടെയായിട്ട് വരും? ഏതാണ്ട് ഇവിടെയായിട്ട് വരും. B/3 എന്ന് പറയുന്നത് എവിടെയായിട്ട് വരും? ഏതാണ്ട് ഇവിടെയായിട്ട് വരും. സോ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എവിടെയാണെന്ന് കാണിക്കണേ? നമ്മുടെ ഫിഗറിൻ്റെ പുറത്ത്, അതായത് വെയിറ്റ് പോലും ഇല്ലാത്ത സ്ഥലത്താണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്നാണ് നമ്മളിപ്പോൾ പറയണത്. സോ അതാണ് പറഞ്ഞത്, എങ്ങനെയാണോ ഓറിയൻറ്റേഷൻ അതിനനുസരിച്ച്, അല്ലെങ്കിൽ നമ്മൾ ആക്സിസ് എടുക്കുന്നതിനനുസരിച്ചാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമ്മൾ ഈ പഠിച്ച B/3 H/3 എന്നൊക്കെ പറയുന്നത് നമ്മുടെ ബേസിൽ നിന്നും ഹൈറ്റിൽ നിന്നുള്ള കാൽക്കുലേഷൻസ് ഒക്കെയാണ്. ഓക്കെ, അതായത് ഇവിടെ ഇത്രയും ലെങ്ത്തിൽ H/3 ലെങ്ത്ത് താഴേക്ക് ഇറങ്ങിയാലാണ് എനിക്ക് ഈ ഒരു ട്രയാങ്കിളിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എനിക്ക് ഇതാണ് എൻ്റെ ബേസിൽ നിന്നും H/3 നീങ്ങിയിട്ട് ഹൈറ്റിൽ നിന്നും B/3 നീങ്ങിയിട്ട് സോ അത്രയും ഡിസ്റ്റൻസ് മാറുമ്പോഴാണ് എനിക്ക് എൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കിട്ടുക. അതായത് ആ ഫിഗറിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എനിക്ക് ഈ പോയിന്റിലാണ് കിട്ടുക. പക്ഷെ നമ്മുടെ മെഷർമെൻറ്റ് വിത്ത് റെസ്പെക്ട് ടു ഒരു ആക്സിസ് ആയിരിക്കും. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. സോ നമ്മുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ X കോർഡിനേറ്റ് ഓഫ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്തായിരിക്കും? അപ്പോൾ B-B/3 ആയിരിക്കും അല്ലേ? കാരണം ഇവിടെ ഈ ഒരു സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്ക് എത്തണം, അല്ലെങ്കിൽ ഈ ഒരു കോർഡിനേറ്റിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഈ ഒരു കോർഡിനേറ്റ് ആക്സിസ് ആണ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ എത്തണം എന്നുണ്ടെങ്കിൽ ഞാൻ എത്ര ദൂരം കവർ ചെയ്യണം? ഇത്രയും ഡിസ്റ്റൻസ് ഞാൻ കവർ ചെയ്യണ്ടേ? ഈ ഒരു ഡിസ്റ്റൻസ് ഞാൻ അവിടെ വരെ നടന്നെത്തണം. ഈ ഒരു ഡിസ്റ്റൻസ് ഞാൻ കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഈ ബിയിൽ നിന്നും ഈ ഒരു ലെങ്ത്ത് കുറയ്ക്കണ്ടേ? ഈ B ലെങ്ത്തിൽ നിന്നും ഞാൻ ഈ ഒരു പെർട്ടിക്കുലർ ലെങ്ത്ത് കുറച്ചാലാണ് എനിക്കത് കിട്ടുക. സോ X ബാർ എന്ന് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ X കോർഡിനേറ്റ് ഓഫ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്താണ്? B-B/3 അഥവാ 2B/3 ആണ്. Y ബാർ എന്ന് പറഞ്ഞാൽ ഞാൻ എന്തോരം നടക്കണം? ഇവിടെ വരെ നടക്കണം അല്ലേ? ഇവിടെ വരെ നടക്കണം എന്നുണ്ടെങ്കിൽ ഈ Hൽ നിന്നും ഈ ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് കുറയ്ക്കണം. Hൽ നിന്നും ഈ ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് എടുത്ത് കാട്ടി കളഞ്ഞാലാണ് നമുക്ക് ആവശ്യമുള്ള ഈ ഡിസ്റ്റൻസ് കിട്ടുക. സോ H - H/3 അല്ലെങ്കിൽ 2H/3 ഡിസ്റ്റൻസിലാണ് എനിക്കിത് കാണാൻ പറ്റുക. സോ
നമ്മുടെ മെഷർമെൻറ്റ്സ് എല്ലാ ക്വസ്റ്റ്യൻസിലും ആക്സിസിനെ അനുസരിച്ചായിരിക്കും നമ്മൾ അതിൻ്റെ സെൻട്രോയിഡും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി മെഷർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ആക്സിസിനകത്ത് നിന്ന് എങ്ങനെ മാറ്റം വന്നാൽ നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ കണ്ടു അല്ലേ. അതായത് ഓറിയൻറ്റേഷൻ മാറ്റം വരുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇത് സ്റ്റാൻഡേർഡ് റിസൾട്ടാണ്. അതായത് ബേസിൽ നിന്നും ഹൈറ്റിൽ നിന്നും ഇത്ര നീങ്ങിയിട്ട് അല്ലെങ്കിൽ ഇത്ര മാറിയിട്ടാണ് നമുക്ക് ആ ഒരു ഫിഗറിൻ്റെ സെൻട്രോയിഡ് അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കിട്ടുകയെന്ന്. പക്ഷേ നമ്മൾ എടുക്കുന്ന ആക്സിസിനനുസരിച്ച് നമുക്ക് ആ കാൽക്കുലേഷൻസ് നമുക്ക് നമ്മുടെ ബോധപൂർവ്വം നമ്മൾ ചെയ്യേണ്ടതാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഐസോസ്ലെസ് ട്രയാങ്കിൾ ആണെന്നുണ്ടെങ്കിൽ B/2 H/3 ആണ്. ക്വാർട്ടർ സർക്കിൾ ആണെന്നുണ്ടെങ്കിൽ 4r/3π 4r/3π. അതായത് ഇവൻ്റെ ഈ ഒരു സൈഡിൽ നിന്നും കണ്ട ഈ ഒരു സെക്ഷനിൽ നിന്നും 4r/3π മുകളിലും അതുപോലെ തന്നെ ഇപ്പുറത്തെ ഈ ഒരു ലെങ്ത്തിൽ നിന്നും 4r/3π ഇങ്ങോട്ട് നീങ്ങിയിട്ടുമാണ് എന്തുള്ളത് ആ ഒരാളുടെ സെൻട്രോയിഡ് അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആയിട്ടുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് സെമി സർക്കുലർ ഡിസ്കിൻ്റെ കേസിൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സെമി സർക്കുലർ ഡിസ്ക് ആണെന്നുണ്ടെങ്കിൽ ഈ 6 നീങ്ങിയിട്ടായിരിക്കും അതിൻ്റെ സെൻറ്ററിൻ്റെ റീജിയൻ വരിക. അതുപോലെ തന്നെ മുകളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4r/3π 6ഉം 4r/3π ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്താ പറയുക, നമ്മുടെ എന്താണ് ഈ ആക്സിസ് ഇങ്ങനെയും നമ്മുടെ സെമി സർക്കിൾ ഇങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് വിചാരിക്കുക. സെമി സർക്കിൾ ഇങ്ങനെയാണ് ഇരുന്നിരുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ റിസൾട്ടുകളല്ല വരിക. അതായത് നമ്മുടെ സെൻട്രോയിഡ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിത് പറയാൻ പറ്റില്ല. നമുക്ക് വ്യത്യാസമുണ്ട്. കാരണം നമുക്ക് ഈ 4r/3π എന്ന് പറയുന്നത് ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസാണ്. അതായത് ആ ഒരു സംഭവത്തിൻ്റെ ഏറ്റവും അടിയിലത്തെ അല്ലെങ്കിൽ ഒരു ബേസ് പോലത്തെ സംഭവത്തിൽ നിന്നുള്ള, അതായത് ഇങ്ങനെ ബേസിൽ നിന്നുള്ള ഡിസ്റ്റൻസാണ് 4r/3π. നമുക്ക് വേണ്ടത് എവിടെ നിന്നുള്ള ഡിസ്റ്റൻസാണ്? എക്സ് കോർഡിനേറ്റ് ഓഫ് ഇത് നമ്മുടെ സെൻട്രോയിഡ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ആക്സിസിൽ നിന്നും എത്ര നീങ്ങിയിട്ടാണ് നമുക്ക് ആ ഒരു പോയിന്റ് കാണാൻ പറ്റുക എന്നാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടത്. സോ നമ്മുടെ എല്ലാ കാൽക്കുലേഷൻസും നമ്മുടെ ആക്സിസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. സോ അത് ഓർത്ത് വയ്ക്കാം. ദാറ്റ്സ് ഇറ്റ്. പിന്നെ ഇതും ഓർത്ത് വെച്ചാൽ നല്ലതായിരിക്കും. ഓക്കെ, സോ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, അതായത് നമുക്ക് യൂഷ്വലി കോമ്പോസിറ്റ് ബോഡീസിലാണ് ക്വസ്റ്റ്യൻസ് വരിക. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫിഗർ നോക്കിയേ, ഇതെന്താണ്? ഇതൊരു കോമ്പോസിറ്റ് ഫിഗറാണ് അല്ലേ. അതായത് 2 റെക്റ്റാങ്കിൾ കൂടിയിട്ടാണ് എന്തുണ്ടായിരിക്കുന്നത്, ഈ T ഷേപ്പ് ഉണ്ടായിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് എ കോമ്പോസിറ്റ് ബോഡി. അപ്പോൾ ഈ ഒരു കോമ്പോസിറ്റ് ബോഡി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഞാൻ എന്ത് ചെയ്തു, ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? സ്പ്ലിറ്റ് ഇറ്റ് ഇൻ ടു കോമ്പണൻസ് വിച്ച് വി നോ. അപ്പോൾ എനിക്കറിയാവുന്ന ഒരു കാര്യം എന്താണ്, ഇതൊരു റെക്റ്റാങ്കിൾ ആണെന്ന് എനിക്ക് ഉറപ്പായി, ഇതും ഒരു റെക്റ്റാങ്കിൾ ആണ്. സോ ഞാൻ 2 റെക്റ്റാങ്കിളായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അവരെ ഞാൻ നമ്പർ ചെയ്തു. അടുത്തത് എന്ത് ചെയ്തു, യൂഷ്വലി എല്ലാ പ്രോബ്ലത്തിലും നമുക്ക് ഈ ഒരു മെത്തഡോളജിയിലാണ് നമുക്ക് ആക്സസ് എടുക്കാൻ എളുപ്പമുണ്ടാവുക നമുക്ക് ചെയ്യാനായിട്ട്. അതായത് ഏറ്റവും അടിയിലത്തെ സെക്ഷൻ നമ്മൾ എക്സ് ആക്സിസ് ആയിട്ടും ഇതിനെ നമ്മൾ എക്സ് ആക്സിസ് ആയിട്ടും ഏറ്റവും ലെഫ്റ്റ് മോസ്റ്റ് സെക്ഷൻ നമ്മൾ വൈ ആക്സിസ് ആയിട്ട് എടുക്കും. യൂഷ്വലി ഇങ്ങനെയാണ് നമുക്ക് എടുക്കാൻ ക്വസ്റ്റ്യൻസിൽ കിട്ടാറ്. അങ്ങനെ എടുത്താൽ നമുക്ക് പെട്ടെന്ന് സോൾവ് ആയി കിട്ടാറുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ എടുത്തു. ആക്സിസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കി, ആക്സിസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കിയപ്പോൾ ആദ്യത്തെ റെക്ടാങ്കിളിനെ ഞാൻ എടുത്തു, ഫസ്റ്റ് നമ്പർ ചെയ്ത ആളെ എടുത്തു. അപ്പോൾ ആളുടെ എക്സ് കോർഡിനേറ്റ് എവിടെയാണെന്ന് എനിക്ക് കണ്ടുപിടിക്കണം. നമുക്കറിയാം റെക്ടാങ്കിളിൻ്റെ സെൻട്രോയിഡ് എവിടെയാണുള്ളത്, അവൻ്റെ ലെങ്ത്തിൻ്റെ അല്ലെങ്കിൽ ബ്രെഡ്ത്തിൻ്റെ പകുതിക്കാണ് അല്ലേ. അതായത് B/2 ആൻഡ് D/2 ലെങ്ത്തിലാണ് ആളുടെ സെൻട്രോയിഡും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയൊക്കെ ഇരിക്കുന്നത്. സോ ഞാൻ ഈ റെക്ടാങ്കിളിൻ്റെ അടുത്തേക്ക് പോയി. ഇയാൾ എത്രയാണ് ലെങ്ത്ത്? ഓക്കെ, ഇവൻ്റെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 20 mm ആണ്. സോ എവിടെയായിട്ടായിരിക്കും വരിക? 10 mm. സോ x1 എത്രയാണ്? x1 എത്രയാ? 10 mm അല്ല, x1 10 mm അല്ല. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു, അതായത് ആക്സിസിൽ നിന്നുമാണ് നമ്മുടെ എല്ലാ മെഷർമെൻറ്റ്സും, നമ്മൾ എടുക്കുന്ന ആക്സിസിൽ നിന്നുമാണ് നമ്മൾ എല്ലാ സമയത്തും നമ്മൾ മെഷർ ചെയ്യുക. അപ്പോൾ x1 എന്താണ്? ഈ ഒരു പോയിന്റിലേക്ക് എനിക്ക് എത്താൻ എത്ര ദൂരം ഞാൻ ഈ ആക്സിസിൽ നിന്നും ഇങ്ങോട്ട് കവർ ചെയ്യണം? ആദ്യം ഞാൻ ഈ 40 നടക്കണം അല്ലേ. ആദ്യം ഞാൻ ഈ 40 കവർ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഒരു 10 കൂടി കവർ ചെയ്താലേ എനിക്ക് എവിടെ എത്താൻ പറ്റുള്ളൂ? ഈ ഒരു പർട്ടിക്കുലർ ഫിഗറിൻ്റെ സെൻട്രോയിഡിലെത്താൻ പറ്റുള്ളൂ. സോ x1 എന്ന് പറയുന്നത് എവിടെയാണ്? 40 + 20/2. കാരണം 20/2ലാണ് അവൻ്റെ കറക്റ്റ് സെൻട്രോയിഡ് ഇരിക്കുന്നത്. സോ 50 എന്ന് പറയുന്ന പോയിന്റിലാണ് ഈ ഒരു ഫിഗറിൻ്റെ എക്സ് കോർഡിനേറ്റ് ഇരിക്കുന്നത്, എന്തിൻ്റെ? സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയുടെ. y1 നോക്കി, y1 ഞാൻ ഈ ഒരു പർട്ടിക്കുലർ സംഭവത്തിന് എത്ര മുകളിലേക്ക് പോകണം?
ഓക്കെ, ഈ ഒരു ലെങ്ത് 200 അതിൻ്റെ പകുതി മൂവ് ചെയ്താൽ മതി. 200/2 എത്രയാണ്? 100 ആണ്. സോ ഈ ഒരു പോയിന്റ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കോർഡിനേറ്റ് കിട്ടി 1ൻ്റെ കേസിൽ. ഇനി രണ്ടാമത്തെ സാധനം എടുത്തു. രണ്ടാമത്തെ സംഭവം എടുത്തപ്പോൾ ഓക്കെ, എക്സ് കോർഡിനേറ്റ് കണ്ടുപിടിക്കണം. ഞാൻ എന്താ ഇവിടുന്ന് ഇങ്ങനെ നീങ്ങി ഇവിടെ എത്ര എത്തണം? ഇവിടെ 50 എത്തിയാലാണ് എനിക്ക് x2 കിട്ടുക. 100/2 ഞാൻ 50യിൽ എനിക്ക് കിട്ടി. വൈ കോർഡിനേറ്റ് കണ്ടുപിടിക്കണം. ഈ ഒരു പോയിന്റിൽ എത്തണമെന്നുണ്ടെങ്കിൽ ഞാൻ എത്ര കവർ ചെയ്യണം? ആദ്യം ഞാൻ 200 കവർ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഈ ഒരു 20ൻ്റെ പകുതിയും കൂടി കവർ ചെയ്താലേ ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ എനിക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ. സോ 200 + 20/2 ദാറ്റ് ഇസ് 10 ആൻഡ് ദാറ്റ് ഇസ് ഈക്വൽ ടു 210. സോ നമുക്ക് ഈ രണ്ടാൾക്കാരുടെയും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സെൻറ്റർ ഓഫ് ഗ്രാവിറ്റീസ് നമുക്ക് കിട്ടി. സോ ഈ രണ്ടാൾക്കാരുടെയും ഇൻഡിവിജ്വൽ ആയിട്ട് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കിട്ടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അതായത് ഈ ഒരു കണ്ടിന്യൂസ് ബോഡിയുടെ എൻറ്റയർ വെയിറ്റ് ഫോക്കസ് ചെയ്തിരിക്കുന്ന ഒരു പോയിൻ്റാണ് ഇത്. ഈ ഒരു കണ്ടിന്യൂസ് ബോഡിയുടെ എൻറ്റയർ വെയിറ്റ് ഫോക്കസ് ചെയ്തിരിക്കുന്ന ഒരു പോയിൻ്റാണിത്. സോ ഈ രണ്ട് പേരും എന്താണ്? ഈ രണ്ടാൾക്കാരും ബേസിക്കലി ഇപ്പോൾ രണ്ട് ഡിസ്ക്രീറ്റ് പാർട്ടിക്കിൾസിൻ്റെ പോലെ ആയില്ലേ? ഈ രണ്ട് ആൾക്കാരുടെയും മാസ് ഈക്വലൻ്റ് ആയിട്ടുള്ള രണ്ട് ഡിസ്ക്രീറ്റ് പാർട്ടിക്കിൾസിൻ്റെ പോലെ ആയില്ലേ? സോ ഇവർ രണ്ട് പേരുടെയും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി നമ്മൾ എങ്ങനെയായിരുന്നു കണ്ടുപിടിച്ചിരുന്നത്? m1x1 + m2x2/m1 + m2 ആയിരുന്നില്ലേ? ഡിസ്ക്രീറ്റ് പാർട്ടിക്കിൾസിന് നമ്മൾ അങ്ങനെ പെറുക്കിയെടുത്ത് പറയാൻ പറ്റിയല്ലോ. സോ നമ്മളിത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ദേ ആക്ട് ആസ് ഡിസ്ക്രീറ്റ് പാർട്ടിക്കിൾസ് ആൻഡ് അതിനുശേഷം നമുക്ക് കാൽക്കുലേഷൻ വളരെ ഈസിയാണ്. സോ നമ്മൾ ആദ്യത്തെ ആളുടെ ഏരിയ കണ്ടുപിടിച്ചു. റെക്ടാങ്കിൾ ആണ്. ബ്രെഡ്ത്ത് ഇൻറ്റു ലെങ്ത് ആണ് റെക്ടാങ്കിളിൻ്റെ ഏരിയ. അത് എത്രയാണ്? 4000 വന്നു. ഇവിടെ നമ്മൾ അതിനെ കണ്ടുപിടിച്ചു. നമുക്ക് ഇത്ര കിട്ടി. സോ എക്സ് കോർഡിനേറ്റ് ഓഫ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ രണ്ട് പോയിന്റ് മാസുകളെ നമ്മൾ കൺസിഡർ ചെയ്തിട്ട് നമ്മൾ അവരുടെ ഇടയിലുള്ള സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എവിടെയാണെന്ന് കണ്ടുപിടിച്ചാൽ ഈ എൻറ്റയർ ആയിട്ടുള്ള കോമ്പോസിറ്റ് ബോഡിയുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം എന്താണ്? ഈ ഒരു വ്യക്തിയുടെ എൻറ്റയർ മാസ് ഇവിടെയാണുള്ളത്, ഈ ഒരു വ്യക്തിയുടെ എൻറ്റയർ മാസ് ഇവിടെയാണുള്ളത്. അപ്പോൾ രണ്ട് പോയിന്റ് മാസുകളായിട്ട് എടുത്തിട്ട് കൺസിഡർ ചെയ്തിട്ട് ചെയ്താൽ മതിയല്ലോ. ഈ ഒരു മെത്തേഡാണ് നമ്മൾ കോമ്പോസിറ്റ് ഫിഗേഴ്സിൻ്റെ എല്ലാ ക്വസ്റ്റ്യനും ചെയ്യുക. ഈ മെത്തേഡ് മാത്രമാണ് നമ്മുടെ എല്ലാ ക്വസ്റ്റ്യൻസിലും നമുക്ക് കോമ്പോസിറ്റിൽ ചെയ്യേണ്ടതായിട്ട് വരിക. സോ എക്സ് കോർഡിനേറ്റ് എന്താണ്? a1x1 + a2x2/a1 + a2. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു പ്ലെയിൻ ഫിഗേഴ്സിൻ്റെ കേസിൽ മാസ് പ്രൊപ്പോർഷണൽ ടു ഏരിയ ആണ് അല്ലേ? മാസും ഏരിയയും ഈക്വലൻ്റ് ആണ്. സോ മാസ് പ്രൊപ്പോർഷണൽ ടു ഏരിയ. സോ ഏരിയനെയും മാസിനെയും എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്യാം. ഇറ്റ് ഇസ് നോട്ട് എ ബിഗ് ഇഷ്യൂ. അതുകൊണ്ട് നമുക്കിവിടെ എല്ലാം ഉണ്ട്. a1 ഉണ്ട്, a2 ഉണ്ട്, x1 ഉണ്ട്, x2 ഉണ്ട്, എല്ലാം ഉണ്ട്. എല്ലാ വാല്യൂസും നമ്മളങ്ങ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും നമുക്ക് തരും. ഇവിടെ കിട്ടും എക്സ് കോർഡിനേറ്റ് ആൻഡ് വൈ കോർഡിനേറ്റ് ഓഫ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. സോ 50, 136.66. 50 എവിടെയാണ് വരിക? ഏതാണ്ട് ഇവിടെയായിട്ട് വരും. 40 പിന്നെ ഇവിടെ ഏതാണ്ട് ഇവിടെയും. 136 എവിടെയായിട്ട് വരും? ഈ 200ൻ്റെ പകുതി 100 ഏതാണ്ട് കണ്ട നമുക്കത് കറക്റ്റാണ്. ഏതാണ്ട് ഇത് രണ്ടിനെയും നടുക്കായിരിക്കണമല്ലോ അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരുന്നത്. ഏതാണ്ട് ഈ ഒരു പോർഷനിലായിട്ടാണ് നമുക്ക് അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരുന്നത്. സോ നമുക്ക് കാണാം, വിഷ്വലി നമുക്ക് മനസ്സിലായി. സോ ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. സോ അടുത്തൊരു കോമ്പോസിറ്റ് ഫിഗർ. സോ എനിക്ക് കിട്ടിയ ഫിഗർ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഫിഗർ എന്ന് പറയുന്നത് ബേസിക്കലി ഇതാണ്. ഇങ്ങനൊരു ഫിഗർ കണ്ടു. ഇങ്ങനൊരു ഫിഗർ കണ്ടപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ മനസ്സിലായി, ഓക്കെ ഇത് ഒരു സെമി സർക്കിൾ ഉണ്ട്, ഇവിടെ ഒരു റെക്ടാങ്കിൾ ഉണ്ട്, ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ട്. ഓക്കെ, 3 ഫിഗർ ഞാൻ സ്പ്ലിറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്പർ ചെയ്തു 1, 2, 3. അത് കഴിഞ്ഞിട്ട് ഞാൻ ആക്സിസ് എടുത്തു. തേർഡ് സ്റ്റെപ്പ്, ഓക്കെ ക്വസ്റ്റ്യൻ ഇസ് ഓവർ. റൈറ്റ് നൗ ഇറ്റ് സെൽഫ് ദ ക്വസ്റ്റ്യൻ ഇസ് ഓവർ. ഫൈൻഡ് ദ സെൻട്രോയിഡ് ഓഫ് ദ ഗിവൺ ഫിഗർ. ഞാൻ ആദ്യത്തെ ഫിഗർ എടുത്തു. 1 എന്ന് നമ്പർ ചെയ്ത ആളെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തു. സെപ്പറേറ്റ് ആയിട്ട് ചെയ്യണമെന്നില്ല, നമ്മളൊരു 4-5 ക്വസ്റ്റ്യൻ ചെയ്ത് പ്രാക്ടീസ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ആ ഒരു സ്പീഡ് വരും. ഇറ്റ്സ് നോട്ട് എ ബിഗ് ഇഷ്യൂ. ഓക്കെ, ആദ്യത്തെ ആളെ എടുത്തു. ആദ്യത്തെ ആൾ എന്താണ്? സെമി സർക്കിളാണ്. അപ്പം നമുക്കറിയാം സെമി സർക്കിളിൻ്റെ കേസിൽ ബേസിൽ നിന്നും 4r/3π നീങ്ങിയിട്ടാണുള്ളത്. അപ്പം ഞാൻ ഈ 4r/3π നീങ്ങി. പക്ഷേ നമ്മുടെ ആക്സിസ് ഏതാണ്? നമ്മുടെ ആക്സിസ് ഇതാണ്. അപ്പം എൻ്റെ എക്സ് കോർഡിനേറ്റ് എന്താണ്? ഞാൻ ആക്സിസിൽ നിന്നും ഇത്ര നീങ്ങണം, ആക്സിസിൽ നിന്നും ഇത്ര നീങ്ങണം. ഈ ലെങ്ത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമുക്ക് വേണ്ട ഈ ലെങ്ത് തന്നിട്ടുണ്ട്, ഈ റേഡിയസ് തന്നിട്ടുണ്ട്. സോ ഈ 2ൽ നിന്നും ഈ ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് കുറച്ചാൽ ഞാൻ എത്ര നീങ്ങിയാലാണ് എനിക്ക് എക്സ് കോർഡിനേറ്റ് ഓഫ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ പാർട്ട് കിട്ടുക എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ x1 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 - 4r/3π. 2 - 4r/3π. അതിൻ്റെ വാല്യൂ 1.15. y1 അതായത് ഇവിടുന്ന് എത്രമാത്രം നീങ്ങിയാലാണ് എനിക്ക് ഇവിടെ എത്താൻ പറ്റുക? ഇതെന്താണ് ബേസിക്കലി? ഇതാ റേഡിയസ് അല്ലേ? ഈ ഒരു ലെങ്ത് എന്ന് പറഞ്ഞാൽ റേഡിയസ് ആണ് അല്ലേ? ഈ ഒരു ലെങ്ത് റേഡിയസ് ആണ്. സോ y1 എന്താണ്? റേഡിയസ് ആണ്. അത് ഗിവൺ ആണ് 2 സെൻറ്റിമീറ്റർ. ഈ ഒരു ലെങ്ത് മാർക്ക് ചെയ്തിരിക്കുന്ന അതിൻ്റെ റേഡിയസ് ആണ്. അത്രയും തന്നെയാണ് ഇവിടെയും പോകേണ്ടത്. സോ 2 സെൻറ്റിമീറ്റർ റേഡിയസ്. ഏരിയ എന്താണ്?
സെമി സർക്കിൾ ആണ്, പൈ ആർ സ്ക്വയർ ബൈ 2 ആണ്, 2π സെൻറ്റിമീറ്റർ സ്ക്വയർ. ആ സെക്ഷൻ ക്ലീൻ ആയി, ഫസ്റ്റ് വണ്ണിൻ്റെ ക്ലിയർ ആയി. സെക്കൻഡ് ഏരിയ എടുത്തു. സെക്കൻഡ് വണ്ണിൻ്റെയും ഡയമെൻഷൻസ് നമുക്ക് എല്ലാം തന്നിട്ടുണ്ട്. ഈ ലെങ്ത് 6 സെൻറ്റിമീറ്റർ ആണ്, ഈ ലെങ്ത് എത്രയാണ് 4 ആണ്, ഈ ഒരു പെർട്ടിക്കുലർ ലെങ്ത് 4 ആണെന്നൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. സോ റെക്ടാങ്കിൾ ആണ്, റെക്ടാങ്കിളിൻ്റെ കേസിൽ b/2 d/2 ഉണ്ടാവുക നമുക്ക് നല്ല ഉറപ്പാണ്. സോ ഈ ഒരു പോയിന്റ് നമ്മൾ ലൊക്കേറ്റ് ചെയ്തു. പോയിന്റ് നമ്മൾ ലൊക്കേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഓക്കെ ആക്സിസിൻ്റെ അറ്റത്ത് നോക്കി ഇത് എത്ര മാത്രം ഡിസ്റ്റൻസ് ഉണ്ട്. ആദ്യം ഞാൻ 2 കവർ ചെയ്യണം, അത് കഴിഞ്ഞിട്ട് 6ൻ്റെ പകുതിയും കൂടി കവർ ചെയ്താലാണ് എനിക്ക് ഇവിടെ എത്താൻ പറ്റുക. സോ 2 + 6/2 ദാറ്റ് ഈസ് 5. വൈ കോർഡിനേറ്റ് നോക്കാൻ പോയതേ, വൈ ഞാൻ എത്ര മാത്രം നീങ്ങണം, ഓക്കെ ഇത്രയും ഡിസ്റ്റൻസ് ഞാൻ കവർ ചെയ്യണം. അത് എത്ര ഡിസ്റ്റൻസ് ആണ്, 4ൻ്റെ പകുതിയാണ്. സോ വൈൻ്റെയും കോർഡിനേറ്റ് കിട്ടി. സോ 2. ഏരിയ എന്താണ്, റെക്ടാങ്കിൾ ആണ്, L/B, അത് നമുക്ക് കിട്ടി 24 സെൻറ്റിമീറ്റർ സ്ക്വയർ. നെക്സ്റ്റ് അടുത്ത, അപ്പോൾ ഈ ഒരു സെക്ഷനും കംപ്ലീറ്റ് ആയി, ഈ രണ്ടാമത്തെ സെക്ഷനും കംപ്ലീറ്റ് ആയി. ഇനി മൂന്നാമത്തെ പോയിന്റ്, മൂന്നാമത്തെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. മൂന്നാമത്തെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആരുടെയാണ്, ഒരു ട്രയാങ്കിളിനാണ്. ട്രയാങ്കിളിൻ്റെ കേസ് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അതായത് എവിടെയാണ്, ഈ ഒരു ബേസിൽ നിന്നും h/3 പൊങ്ങിയിട്ടും ഈ ഒരു ഹൈറ്റിൽ നിന്നും b/3 നീങ്ങിയിട്ടും അല്ലേ. അപ്പോൾ നമ്മൾ പോയിന്റ് മാർക്ക് ചെയ്തു. പോയിന്റ് മാർക്ക് ചെയ്തതിന് ശേഷം ഞാൻ ആക്സിസിലേക്ക് പോയി. ആക്സിസിന് എത്ര ദൂരം നീങ്ങിയിട്ടാണ്, ഈ ഇത്രയും ദൂരം നമുക്ക് നീങ്ങണം ആക്സിസിൽ നിന്ന് അല്ലേ. അപ്പോൾ ആദ്യം ഞാൻ 2 കവർ ചെയ്യണം, പിന്നെ ഞാൻ 6 കവർ ചെയ്യണം, അത് കഴിഞ്ഞിട്ട് ഈ ഒരു b/3 കൂടി കവർ ചെയ്താലാണ് എനിക്ക് പോയിന്റിൽ എത്താൻ പറ്റുക. സോ ബി എത്ര തന്നിരിക്കുന്നത്, നമുക്ക് 3 ആണ് തന്നിരിക്കുന്നത്. സോ എല്ലാം കൂടി ചെയ്യുമ്പോൾ നമുക്ക് x3 എന്ന് പറയുന്നത് 9 സെൻറ്റിമീറ്റർ കിട്ടും. y3 ഈ ഒരു ഡിസ്റ്റൻസ്, y3 എന്താണ്, h/3 ആണ്. h എത്രയാണ്, ഹൈറ്റ് ഓഫ് എ ട്രയാങ്കിൾ എന്ന് പറയുന്നത് 4 ആണ്. സോ 4/3, 4/3 എത്രയാണ്, 1.33. ഏരിയ എന്താണ്, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. അതിൻ്റെ വാല്യൂ നമുക്ക് എന്ത് ചെയ്തു, നമുക്കിവിടെ കിട്ടി. സോ ആഫ്റ്റർ ദാറ്റ് ഇവർ 3 പേരും എന്തായി, 3 ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഡിസ്ക്രീറ്റ് പാർട്ടിക്കിൾസ് ആയി. സോ 3 പാർട്ടിക്കിൾ ഡിസ്ക്രീറ്റ് സിസ്റ്റത്തിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി നമ്മൾ അങ്ങനെ കണ്ടുപിടിക്കും, a1x1 + a2x2 + a3x3 / a1 + a2 + a3. നമ്മൾ ആ ഒരു കാര്യം മാത്രം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ എന്ത് കിട്ടും, എക്സ് കോർഡിനേറ്റ് ആൻഡ് വൈ കോർഡിനേറ്റ് ഓഫ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദിസ് പർട്ടിക്കുലർ കോമ്പോസിറ്റ് ഫിഗർ കിട്ടും. അതായത് എൻറ്റയർ ഫിഗറിൻ്റെ കിട്ടും. അതായത് ഈ കാൽക്കുലേഷൻസ് എല്ലാം ചെയ്ത് നോക്കണേ, കാരണം ഈ ഒരു സെക്ഷനിൽ നമുക്ക് കാൽക്കുലേഷൻ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. സോ കാൽക്കുലേഷൻ എറർ ഉണ്ടാവാനുള്ള പ്രോബബിലിറ്റി ഈസ് വെരി ഹൈ. സോ ഇത് നമ്മൾ എല്ലാം നമ്മളിങ്ങനെ എഴുതി നമ്മളൊരു 3-4 ക്വസ്റ്റ്യൻ എക്സ്ട്രാ നമ്മളൊന്ന് PYQs കുറച്ചും കൂടി ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഇതായിട്ടൊന്ന് സെറ്റ് ആവും. അതായത് ആ ഒരു ഫ്ലോ ആയിട്ട് സെറ്റ് ആയി കഴിഞ്ഞാൽ ഇറ്റ്സ് ഗോണ ബി വെരി മച്ച് ഈസി. അടുത്തൊരു ടോപ്പിക് എന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് സബ്ട്രാക്റ്റഡ് ബോഡീസ് ആണ്. ഒന്നുമില്ല, വേറെ കോൺസെപ്റ്റ് ഒന്നുമല്ല, ഇതേ സെയിം കോൺസെപ്റ്റാണ്. അതായത് സപ്പോസ് ഇങ്ങനെ ഇരിക്കുന്ന ഈ ഒരു എക്സാമ്പിൾ വെച്ച് നമുക്ക് പ്രൂവ് ചെയ്യാം. ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് മുന്നോട്ട് നീങ്ങാം. ഓക്കെ, ഇതെന്താണ്, ഇത് നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായത് എന്താണ്, ഇതൊരു കോമ്പോസിറ്റ് ബോഡിയാണ് അല്ലേ. അതായത് ഒരു റെക്റ്റാങ്കിൾ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഒരു ട്രയാങ്കിൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. അതായത് ആരോ വന്നിട്ട് ഇവിടെ ഉണ്ടായിരുന്ന, അതായത് ഇത് ആക്ച്വലി ഒരു റെക്റ്റാങ്കിൾ ആയിരുന്നു അല്ലേ, അവിടുന്ന് ഈ ഒരു പെർട്ടിക്കുലർ സെമി സർക്കിൾ വെട്ടിയെടുത്തുകൊണ്ട് പോയി. ഈ ഒരു സെക്ഷൻ അങ്ങ് മുറിച്ച് കളഞ്ഞപ്പോൾ എന്തായി, ഒബ്വിയസ്ലി എന്താണ്, അതിന് മാസിന് വ്യത്യാസം വന്നിട്ടുണ്ട്, ഏരിയയ്ക്ക് വ്യത്യാസം വന്നിട്ടുണ്ട്. സോ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിക്ക് എന്ത് സംഭവിക്കും, ഷിഫ്റ്റ് സംഭവിക്കും. സോ ഏതെങ്കിലും ഒരു പോർഷൻ വെട്ടി മാറ്റിയിട്ട് അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവൻ്റെ സെൻറ്റർ ഓഫ് മാസ് അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അടുത്ത കോൺസെപ്റ്റ്. ഒന്നുമില്ല, ഏത് ഏരിയ ആണോ കളഞ്ഞത് അത് മൈനസ് ചെയ്താൽ മതി, ദാറ്റ്സ് ഇറ്റ്. അതായത് ഏരിയ നമ്മൾ ആഡ് ചെയ്യല്ലേ ചെയ്തിരുന്നത്, a1x1 + a2x2 + a3x3. ഇത് ബേസിക്കലി നെഗറ്റീവ് ഏരിയയുടെ ഇത് ആഡ് ചെയ്യണ പോലെ ആലോചിച്ചാൽ മതി. a1x1 + a2x2 + -a1. കാരണം എന്ത് ചെയ്യാണ്, കുറയാണ് ചെയ്തിരിക്കുന്നത്. ആ ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ഏരിയ കുറയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ബേസിക്കലി നമ്മൾ സബ്ട്രാക്ട് ചെയ്യാണ്. സോ ഏത് ഏരിയ ആണോ കളയുന്നത് അവനെ മൈനസ് അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞു, വളരെ എളുപ്പമായി. സോ ഫൈൻഡ് ദ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദിസ് പർട്ടിക്കുലർ കോമ്പോസിറ്റ് സിസ്റ്റം എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ ആദ്യം തന്നെ എന്ത് ചെയ്യുക, നമുക്ക് കാണാനുണ്ട് ഫസ്റ്റ് ഫിഗർ, സെക്കൻഡ് ഫിഗർ, തേർഡ് ഫിഗർ. അതായത് എങ്ങനെയാണോ ആ ഒരു ഫിഗർ അവിടെ ഉണ്ടാവുക അപ്പം നമ്മൾ, അതായത് ഇവിടെ ഞാനിപ്പോൾ ഒരു സെമി സർക്കിൾ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയാണ് കോമ്പോസിറ്റ് ഫിഗറിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യുക, 3 ആൾക്കാരായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ആഡ് ചെയ്യുക. അതന്നെയല്ലേ ഞാൻ ചെയ്യുക, അത് തന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടത്. ബട്ട് ഇറ്റ്സ് എ ഡിഫറെൻറ്റ് തിങ് ദാറ്റ് വി ആർ ഡൂയിങ്
നൗ ഇസ് ദാറ്റ് ഇൻസ്റ്റെഡ് ഓഫ് ആഡിങ് നമ്മൾ സബ്ട്രാക്ട് ചെയ്യാണ്. സോ ആ ഒരു ഏരിയ നമ്മൾ സബ്ട്രാക്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ. അതായത് ഇൻഡിവിജ്വലായിട്ട് സ്പ്ലിറ്റ് ചെയ്തു, നമ്മൾ നെഗറ്റീവ് ഏരിയ ആഡ് ചെയ്യാണ്. അത്രേ ആലോചിച്ച് വെച്ചാൽ ഇൻഡിവിജ്വലായിട്ട് സ്റ്റെപ്സ് ഒക്കെ സെയിം ആണ്. അതായത് സ്പ്ലിറ്റ് ചെയ്യുക, നമ്പർ ചെയ്യുക, ആക്സിസ് എടുക്കുക, അത് കഴിഞ്ഞിട്ട് ഇൻഡിവിജ്വലി ആഡ് ചെയ്യുക, അതൊക്കെ സെയിം തന്നെയാണ്. ബട്ട് റിമൂവ് ചെയ്യുന്ന അല്ലെങ്കിൽ സബ്ട്രാക്റ്റഡ് ഏരിയാസിൻ്റെ കേസിൽ നമ്മൾ നെഗറ്റീവ് ഏരിയ ആണ് ആഡ് ചെയ്യുന്നതെന്ന് വിചാരിച്ചിട്ട് ചെയ്താൽ മതി. ഞാൻ ദേ സ്പ്ലിറ്റ് ചെയ്തു. ആദ്യത്തെ ആൾ ആക്സിസ് എടുത്തു. ആദ്യത്തെ ആൾ നമുക്ക് എന്താ അറിയാം, നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരാളാണ്. ആരാണ്? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ കേസിൽ h/3 ഇവിടുന്നും b/3 ഇവിടുന്ന് നീങ്ങിയാലാണ് എനിക്ക് എൻ്റെ സെൻട്രോയിഡ് കിട്ടുക. അത് ഞാൻ ലൊക്കേറ്റ് ചെയ്തു. ആ പോയിന്റ് ലൊക്കേറ്റ് ചെയ്താൽ എനിക്ക് ആക്സിസിൽ നിന്നും എത്ര ദൂരം പോകണമെന്ന് ഞാൻ കണ്ടുപിടിക്കണം. അപ്പോൾ ആക്സിസിൽ നിന്ന് എത്ര ദൂരം പോകണമെന്ന് ഞാൻ എങ്ങനെ കണ്ടുപിടിക്കുക? x1 എന്ന് പറയുന്നത് ഈ 100ൽ നിന്നും ഞാൻ എന്ത് കുറയ്ക്കണം? 100/3 കുറയ്ക്കണം. 100ൽ നിന്നും 100/3 കുറച്ചാലാണ് എനിക്ക് എന്ത് കിട്ടുക? 66.67. ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റ് ലൊക്കേറ്റ് ചെയ്യുക. ഇനി എത്രമാത്രം മുകളിലാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു ലെങ്ത് മൊത്തം കവർ ചെയ്യണം. ഈ ഒരു ലെങ്ത് എത്രയാണ്? ഈ ഒരു 150, അതായത് ഈ ഹൈറ്റിൻ്റെ 1/3 ആണ്. 150 മൈനസ് എത്രയാണത്? ഈ ഒരു ലെങ്ത്തിൽ നിന്ന്, അതായത് ഈ 150/3 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ലെങ്ത്താണ് കിട്ടുക. ഇതല്ല നമുക്ക് വേണ്ടത്. അതായത് ഈ 150ൽ നിന്നും ഈ ഒരു പെർട്ടിക്കുലർ ലെങ്ത് കുറയ്ക്കണം അല്ലേ? അപ്പോൾ 150 മൈനസ് 150/3 നീങ്ങിക്കഴിഞ്ഞാൽ ഇത് ഈ ഒരു പെർട്ടിക്കുലർ ലെങ്ത്തും കിട്ടും. സോ x1 y1 കിട്ടി. അത് കഴിഞ്ഞ് ഏരിയ കാൽക്കുലേറ്റ് ചെയ്തു. സെയിം പ്രൊസീജിയർ, ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് എല്ലാം തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് x2 നമ്മൾ ചെയ്യുമ്പോൾ വി ഷുഡ് അസ്യൂം ദാറ്റ് ഈ ഒരു പെർട്ടിക്കുലർ സാധനം അവിടെ ഉണ്ടെന്ന് അസ്യൂം ചെയ്തിട്ടായിരിക്കും നമ്മൾ ചെയ്യേണ്ടത്. അതായത് ഈ സെക്കൻഡ് എന്ന് പറയുന്നത് ഒരു റെക്റ്റാങ്കിൾ ആണെന്ന് വിചാരിച്ചിട്ടായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. അതായത് ആ ഒരു വ്യക്തി അവിടെ ഉണ്ട്. നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നതിന് മുമ്പ് എങ്ങനെയാണോ ഉള്ളത് അതാണ് നമ്മൾ ചെയ്യേണ്ടത്. സോ സെക്കൻഡ് പോർഷൻ എന്ന് പറഞ്ഞാൽ റെക്റ്റാങ്കിൾ ആണ്. ഓക്കെ, സെക്കൻഡ് പോർഷൻ എന്ന് പറഞ്ഞാൽ റെക്റ്റാങ്കിൾ ആണ്. റെക്റ്റാങ്കിളിൻ്റെ എങ്ങനെയാണ്? 100 + 50, ഈ ഒരു ലെങ്ത്, പിന്നെ ഇതിൻ്റെ പകുതിയും കൂടി എത്തണ്ടേ, എന്നാലാണ് നമുക്ക് ഇതിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ എത്താൻ പറ്റുള്ളൂ അല്ലേ? അതിൻ്റെ കേസിൽ b/2 h/2, അതേപോലെ തന്നെ 200 എല്ലാം അതുപോലെ തന്നെ ചെയ്തു, ഏരിയ കണ്ടുപിടിച്ചു. സോ ആ ഒരു കാര്യം മാത്രം നമ്മൾ മനസ്സിൽ വെച്ചാൽ, അതായത് നമ്മൾ കട്ടൗട്ട് ചെയ്ത് മാറ്റുന്ന മെയിൻ ഏരിയ, അതായത് പ്രൈമറി ഏരിയ, നമ്മൾ കട്ടൗട്ട് ചെയ്ത് മാറ്റുന്ന സ്ഥലമുള്ള ഏരിയ, ഞാൻ ഈ ഒരു റെക്റ്റാങ്കിളിൽ നിന്നാണ് ഈ ഒരു സെമി സർക്കിൾ കട്ട് ചെയ്ത് മാറ്റിയിരിക്കുന്നത്. സോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ we assume that this particular semicircle is there with that second figure, and after that ആണ് നമ്മൾ നെഗറ്റീവ് ഏരിയ ആഡ് ചെയ്യുന്നത്. അപ്പോഴാണ് നമ്മൾ നെഗറ്റീവ് കട്ട് ചെയ്ത് പോയി എന്നുള്ളതിൻ്റെ ഒരു ഐഡിയയിലേക്ക് എത്തുന്നത്. സോ നമ്മൾ സെക്കൻഡ് ഫിഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് റെക്റ്റാങ്കിൾ ആണ്. അത് മാത്രം ആലോചിച്ചാൽ മതി. റെക്റ്റാങ്കിളിൻ്റെ കേസ് നമുക്കറിയാം എന്താണ്? b/2 h/2 ആണ്. 100ഉം 50, പിന്നെ ഇവിടെയും കൂടി കുറച്ചും കൂടി പോയി കഴിഞ്ഞാലാണ് നമുക്ക് ഇതിൻ്റെ നടുക്കിലെത്തുക. ഇതിൻ്റെ നടുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 150ൻ്റെ പകുതി 75. സോ ദാറ്റ് ഇതെല്ലാം ചെയ്തു, കാൽക്കുലേഷൻ ചെയ്തു. തേർഡ് ഫിഗർ നമുക്കറിയാം, ഇതാണ് ആക്സിസ്. ഇതിൻ്റെ ആക്സിസിൽ നിന്നും സെമി സർക്കിൾ ആണെന്നുണ്ടെങ്കിൽ ഈ റേഡിയസ് ഇത്രയും നീങ്ങിയിട്ടും അതുപോലെ തന്നെ 4r/3π മുകളിലേക്ക് നീങ്ങിയിട്ടാണ് ആളുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരിക. സോ x3 എന്ന് പറയുന്നത് എന്താണ്? ആദ്യം 100 നീങ്ങണം, പിന്നെ 50 നീങ്ങണം, അത് കഴിഞ്ഞിട്ട് 50 കൂടി നീങ്ങണം. സോ 200 അല്ലേ? കാരണം ഇതാ റേഡിയസ് 50 ആണ് വന്നിരിക്കുന്നത്. സോ ഈ ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസും 50 ആണ്. സോ ആദ്യം 100 നീങ്ങി, പിന്നെ 50 നീങ്ങി, പിന്നെ ഒരു 50 കൂടി നീങ്ങിയാലാണ് എനിക്ക് x കോർഡിനേറ്റ് കിട്ടുക. y കോർഡിനേറ്റ് എന്ന് പറയുന്നത് 4r/3π ആണ്. റേഡിയസ് 50 നമുക്ക് തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ചെയ്യുക, ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുക, എല്ലാം കാൽക്കുലേറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് മേജർ സ്റ്റെപ്പ്, അതായത് x ബാർ എന്ന് പറയുന്നത് എന്താണ്? a1 x1 + a2 x2 മൈനസ് a3 x3. അതാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു സംഭവം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വി അസ്യൂം ദാറ്റ് പെർട്ടിക്കുലർ സെമി സർക്കിൾ ഇസ് ദയർ ഇറ്റ് സെൽഫ്. ഓൾ റൈറ്റ്, അതിൽ നിന്നും എന്ത് ചെയ്യുക? നെഗറ്റീവ് ഏരിയ ആഡ് ചെയ്യുക. -a3 x3 / a1 + a2 -a3 ആണ്. ചില ആൾക്കാർ ഇത് മറന്നിട്ട് +a3 തന്നെ ചെയ്ത് വയ്ക്കുക. അതല്ല, -a3 ആണ്. ഇത് ഓർത്ത് വെക്കണേ, ഇങ്ങനെയാണ് ചെയ്യുക. സോ ഈ ഒരൊറ്റ കോൺസെപ്റ്റ് ആലോചിച്ച് വെച്ചാൽ മതി. ഏത് പോർഷനിൽ നിന്നാണോ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നത് ആ പോർഷൻ ഇനീഷ്യലി ഫുൾ ഉണ്ടെന്ന് പറഞ്ഞ് വിശ്വസിച്ചിട്ട് നമ്പർ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് കട്ടൗട്ട് ചെയ്ത് മാറ്റുന്ന പോർഷൻ നെഗറ്റീവായിട്ട് ആഡ് ചെയ്യുക. ഏത് പോർഷനിൽ നിന്നാണോ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നത്
അത് ഇനീഷ്യലി മുഴുവനായിട്ടുണ്ടെന്ന് വിചാരിക്കുക. അതാണ് നമ്മൾ ഇവിടെ ചെയ്തത്. ഇനീഷ്യലി മുഴുവനായിട്ടുണ്ടെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് നെഗറ്റീവ് ഏരിയ ആഡ് ചെയ്യുക. അതായത് സബ്ട്രാക്ട് ചെയ്യുക, ഏതാണോ വെട്ടിമാറ്റിയെന്ന്. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അതിൻ്റെ കോർഡിനേറ്റ് കിട്ടും. സോ നെഗറ്റീവ് ഏരിയയുടെ കോൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. സോ അത് മൈൻഡിൽ ഇട്ട് കഴിഞ്ഞാൽ വി ക്യാൻ ഗെറ്റ് ഓൾ ദിസ് ക്വസ്റ്റ്യൻസ് കറക്റ്റ്. സോ കോമ്പോസിറ്റ് ബോഡീസും ആയി, നെഗറ്റീവ് ഏരിയയുടെ കോൺസെപ്റ്റ് അല്ലെങ്കിൽ സബ്ട്രാക്റ്റഡ് ബോഡീസിൻ്റെ കോൺസെപ്റ്റുമായി. ഓക്കെ, അപ്പോൾ അതുപോലത്തെ, അതായത് നമ്മൾ ഈ ചെയ്ത പോലത്തെ കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് ടെക്സ്റ്റ് ബുക്സിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇഫ് റിക്വയർഡ് ചെയ്ത് നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡയറക്ട്ലി ഗോ ഫോർ ദ പ്രീവിയസ് ഇയർ പേപ്പർ ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതാണ് ക്വസ്റ്റ്യൻ. അതായത് ഡിറ്റർമൈൻ ദ കോർഡിനേറ്റ് ഓഫ് സെൻറ്റർ ഓഫ് എ 40 mm diameter circle to be cut in a thin plate so that this point will be the centroid of the shaded area. ഓക്കെ, അതായത് നമുക്ക് ഈ ഒരു കട്ടൗട്ട് ചെയ്ത് മാറ്റിയിരിക്കുന്ന സർക്കിളിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കണം. ആൻഡ് ദ സെൻറ്റർ ഇസ് സച്ച് ദാറ്റ് ആ സെൻറ്റർ തന്നെയാണ് ഈ ഒരു എൻറ്റയർ കോമ്പോസിറ്റ് ബോഡിയുടെ സെൻട്രോയിഡും. അതാണ് ഇവിടെ പറഞ്ഞത്. അതായത് ഡിറ്റർമൈൻ ദ കോർഡിനേറ്റ് ഓഫ് സെൻറ്റർ ഓഫ് 40 mm diameter of the circle to be cut in a thin plate so that this point will be the centroid of the shaded area. That point is a centroid of the shaded area. അപ്പോൾ നമുക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഇറ്റ് ഈസ് എ കോമ്പോസിറ്റ് ഫിഗർ ക്വസ്റ്റ്യൻ അല്ലേ. ഇവിടെ ഒരു റെക്റ്റാങ്കിൾ ഉണ്ട്, ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ട്, ഇവിടുന്ന് കട്ട് ചെയ്ത് മാറ്റിയിരിക്കുന്നത് ഒരു സർക്കിളാണ്. ഓക്കെ ആണല്ലോ, അവിടുന്ന് കട്ട് ചെയ്ത് മാറ്റിയിരിക്കുന്ന ഒരു സർക്കിളാണ്. അപ്പോൾ ഏരിയ, ഫസ്റ്റ് ഏരിയ എന്താണ്? ഞാൻ പറഞ്ഞു, അതായത് നമ്മൾ ഏത് ഏരിയയിൽ നിന്നാണോ കട്ട് ചെയ്ത് മാറ്റിയിരിക്കുന്നത് അതിൻ്റെ ഒറിജിനലിൽ നിന്നാണ് നമ്മൾ കുറച്ച് മാറ്റുക അല്ലേ. അപ്പോൾ എന്തായിരിക്കും നമ്മുടെ ഇക്വേഷൻ വരിക? ആ ഒരു ഇക്വേഷൻ നമുക്ക് മൈൻഡിൽ വേണം. അതായത് എന്തായിരിക്കും നമ്മുടെ ഫൈനൽ ഇക്വേഷൻ നമുക്ക് കത്തണം. a1x1 പ്ലസ് a3x3 മൈനസ് a2x2 ഡിവൈഡഡ് ബൈ a1 പ്ലസ് a3 മൈനസ് a2. ഇതായിരിക്കില്ല നമ്മുടെ ഇക്വേഷൻ. കാരണം a1 അതായത് ഫസ്റ്റ് ഏരിയയുടെ കൂടെ തേർഡ് ഏരിയ ആഡ് ചെയ്തിട്ട് സെക്കൻഡ് ഏരിയ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഫൈനൽ ആയിട്ടുള്ള റിസൾട്ട് കിട്ടുക. ആ ഒരു ഐഡിയ മൈൻഡിൽ വരണം. എന്താ കണ്ട, ഈ ഒരു സംഭവമാണ് നമുക്ക് കിട്ടേണ്ടത് എന്നുള്ളൊരു തോട്ട് പ്രോസസ് നമുക്ക് വേണം. ഈ ഒരു സംഭവത്തിൽ എന്താണ് വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇതിൻ്റെ സെൻട്രോയിഡ് നമുക്ക് അറിയില്ല. നമുക്കറിയാം, പക്ഷെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തേണ്ടത് ആക്ച്വലി അത് തന്നെയാണ്. നമുക്ക് മുന്നോട്ട് നീങ്ങാം, നമുക്ക് ചെയ്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. x1 എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു റെക്റ്റാങ്കിൾ എൻറ്റയർലി എടുക്കണേ. അതായത് നമ്മൾ പറഞ്ഞു 3 ഏരിയ എടുക്കുമ്പോൾ അതിനകത്ത് നമ്മൾ ആഡ് ചെയ്തിട്ട് ഫൈനലി നമ്മുടെ ഈ കളഞ്ഞു പോയ ഏരിയ സബ്ട്രാക്ട് ചെയ്യാണ് വേണ്ട. അല്ലാണ്ട് നമ്മൾ ഈ കുറഞ്ഞു പോയ ഏരിയ അല്ല നമ്മൾ എടുക്കേണ്ടത്. അതായത് ചില ആൾക്കാർ 60x40 2400 നിന്നും എന്ത് ചെയ്യും, πr² π×1600 അല്ലെങ്കിൽ π×4 ഇത് സബ്ട്രാക്ട് ചെയ്തിട്ട് ആ ഏരിയ എടുക്കും. അതല്ല എടുക്കേണ്ടത്. ഇതിൽ നിന്ന് ഇത് കുറച്ച് ഏരിയ അല്ല വേണ്ടത്, എൻറ്റയർ ഏരിയ എടുത്തിട്ട് നമ്മൾ ലാസ്റ്റ് ഇത് സബ്ട്രാക്ട് ചെയ്യണം. ഓക്കെ, സോ x1 എന്താണ്? 40 ഡിവൈഡഡ് ബൈ 2. ഈ ഒരു ലെങ്ത്ത് അല്ലേ, 40 ഡിവൈഡഡ് ബൈ 2. സ്റ്റെപ്പൊക്കെ സെയിം ആണ്, ഇനി അത് പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. y1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 ഡിവൈഡഡ് ബൈ 2 ആണ്, 30. അവൻ്റെ ഏരിയ കണ്ടുപിടിച്ചു 2400. കാരണം 60x40. അതാണ് ഈ ഫസ്റ്റ് വണ്ടെ കേസ്. x2ൻ്റെ കേസ്, x2 എവിടെയാണെന്ന് നമുക്ക് ആക്ച്വലി, അതായത് ഒരു സർക്കിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവൻ്റെ സെൻറ്റർ തന്നെയായിരിക്കും അവൻ്റെ സെൻട്രോയിഡ്. അതായത് ഒരു സർക്കിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവൻ്റെ സെൻറ്റർ തന്നെയായിരിക്കും സെൻട്രോയിഡ്, അത് ഉറപ്പാണ്. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യനകത്ത് നമുക്ക് ആ സെൻട്രോയിഡ് എന്തായിട്ടാണ് വേണ്ടത്? നമ്മുടെ ഫൈനലി നമുക്കെല്ലാം കഴിഞ്ഞ് കിട്ടുന്ന സെൻട്രോയിഡ്. അതായത് നമുക്ക് ഈ എല്ലാം കൂടി സബ്ട്രാക്ട് ചെയ്തിട്ടും എല്ലാം കളഞ്ഞും എല്ലാം കഴിഞ്ഞ് ഫൈനലി നമുക്ക് കിട്ടുന്ന സംഭവം ഉണ്ടല്ലോ, അതായിരിക്കണം എന്നാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. അതായത് ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ മസ്റ്റ് ബി ദ സെൻട്രോയിഡ് ഓഫ് ദ എൻറ്റയർ കോമ്പോസിറ്റ് ഏരിയ. സോ x2 എന്ന് പറയുന്നത് എന്തായിരിക്കണം? x⁻ ആയിരിക്കണം. y2 എന്ന് പറയുന്നത് y⁻ ആയിരിക്കണം. ഓക്കെ, അല്ലാണ്ട് നമുക്ക് ഇവിടുന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് ഇതിനകത്ത് പറയാൻ പറ്റില്ല, നമുക്ക് ഇതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ
x2 എന്നുള്ളത് എക്സ് ബാർ ആയിരിക്കണം, y2 എന്നുള്ളത് y ബാർ ആയിരിക്കും. അതാണ് നമുക്ക് ഇതിനകത്ത് നോട്ടീസ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞത്. സോ ദാറ്റ് ദിസ് പോയിന്റ് വിൽ ബി ദ സെൻട്രോയിഡ് ഓഫ് ദ ഷെയ്ഡഡ് ഏരിയ. നമുക്ക് ആവശ്യമുള്ള ഫൈനൽ ഏരിയയുടെ സെൻട്രോയിഡ് ഇറ്റ് മസ്റ്റ് ബി ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ സെൻറ്റർ ഓഫ് ദ സർക്കിൾ, നമ്മൾ ഈ ഏരിയ സെക്കൻഡ് ഏരിയ ആയിട്ട് എടുത്തിരിക്കുന്നതിൻ്റെ സെൻറ്ററാണ് നമ്മുടെ സെൻട്രോയിഡ്. സെൻറ്ററാണ് സെൻട്രോയിഡ്. ആ സെൻട്രോയിഡ് മസ്റ്റ് ബി ഈക്വൽ, അല്ലെങ്കിൽ ആ സെൻറ്റർ മസ്റ്റ് ബി ഈക്വൽ ടു ദ സെൻട്രോയിഡ് ഓഫ് ദ എൻറ്റയർ ഏരിയ. ഓക്കെ, ഏരിയ നമുക്ക് കണ്ടുപിടിക്കാം പൈ ഇൻറ്റു 40 തന്നിരിക്കുന്ന ഡയമീറ്ററാണ്, അതിൻ്റെ പകുതി പൈ ആർ സ്ക്വയർ ആണ്. 125 കാൽക്കുലേഷൻ ചെയ്യണേ, അതായത് ഇതിനകത്ത് എഴുതിയിട്ടുണ്ടെന്ന് വെച്ചിട്ട് സ്കിപ്പ് ചെയ്ത് കളയരുത്. ഓക്കെ, x3 എന്താണ് നമുക്കറിയാം. ആദ്യം ഈ ഒരു ഇതാണ് നമ്മുടെ ഹൈറ്റിൻ്റെ സൈഡ് എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് b/3 നീങ്ങിയിട്ട് ഇവിടുന്ന് h/3 നീങ്ങിയിട്ട്. സോ ഫൈനലി എന്താണ് 40 + 40/3, 40 + 40/3. അതുപോലെ തന്നെ ഇവിടെ എന്താണ് 60/3, 60/3 ഇതാ 20. ഏരിയ കണ്ടുപിടിച്ചു, ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഫൈനൽ എന്താണ് എക്സ് ബാർ. എക്സ് ബാർ ഇസ് ഈക്വൽ ടു a1 x1 + a3 x3 - a2 x2 ഡിവൈഡഡ് ബൈ a1 + a3 + -a2. ഈ ഒരു സംഭവം നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്ക് കത്തണം. അതായത് നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടണം. ഇപ്പം എനിക്ക് കിട്ടി, അതായത് ആദ്യത്തെ സാധനത്തിൻ്റെ കൂടെ ഈ 3 ആഡ് ചെയ്തിട്ട് 2 സബ്ട്രാക്ട് ചെയ്യണം നമുക്ക് വേണ്ടത്. അതാണ് നമ്മളിവിടെ എഴുതിയേക്കുന്നത്. ഈ ക്വസ്റ്റ്യനകത്ത് ട്രിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് ബാർ എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ സെൻറ്റർ ഓഫ് ദി സർക്കിൾ ആണെന്നാണ്. ആ സെൻറ്റർ ഓഫ് ദി സർക്കിളിൻ്റെ കേസ് നമ്മളിവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതാണ് നമ്മുടെ ഇവിടുത്തെ x2 അല്ലേ. അപ്പോൾ ബാക്കി എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരുമ്പോൾ കണ്ട 1256.6 ഏരിയ ഉണ്ട്. x3ക്ക് അല്ല x2ന് പകരം നമ്മൾ എന്ത് റീപ്ലേസ് ചെയ്യുക, എക്സ് ബാർ റീപ്ലേസ് ചെയ്യുക. കാരണം നമുക്ക് വേരിയബിൾസ് ഇല്ലാതാക്കണം. അതായത് വി വോണ്ട് ടു മേക്ക് ഇറ്റ് ഈസിയർ ദാറ്റ് ഇറ്റ് മസ്റ്റ് നോട്ട് കണ്ടെയ്ൻ മോർ ദാൻ 1 വേരിയബിൾ അല്ലേ. അതായത് ഇതിനകത്ത് ഒറ്റ വേരിയബിൾ ആക്കാൻ വേണ്ടി, അതായത് x2ഉം എക്സ് ബാറും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് 2 ഇക്വേഷൻ ഇല്ല, നമുക്ക് ആകെ ഒറ്റ ഇക്വേഷനേ ഉള്ളൂ അല്ലേ. അപ്പോൾ അത് ഞാൻ എന്ത് ചെയ്തു, x2നെ എക്സ് ബാർ വെച്ച് റീപ്ലേസ് ചെയ്തു. കാരണം എന്താ, നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടില്ല, നമുക്ക് ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുണ്ട് റൈറ്റ്. സോ അത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏരിയ a1ഉം a3യും നിന്ന് a2 സബ്ട്രാക്ട് ചെയ്ത് നമുക്ക് ഫൈനലി എന്താണ് 1200 + 2400 - 1256.64 നമുക്ക് ഇങ്ങനെ വരും. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ് ബാറിൻ്റെ വാല്യൂ കിട്ടും. എക്സ് ബാറിൻ്റെ വാല്യൂ എന്താണ്, എക്സ് ബാറിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ x3 അല്ല x2 ആണ്. എക്സ് ബാറിൻ്റെ വാല്യൂ നമുക്ക് 31.11 കിട്ടും. ഓക്കെ, അത് തന്നെയാണ് എന്തും സെൻട്രോയിഡ് ഓഫ് ദ എൻറ്റയർ ഏരിയ. സെൻട്രോയിഡ് ഓഫ് ദ എൻറ്റയർ ഏരിയ ഈസ് ഈക്വൽ ടു സെൻറ്റർ ഓഫ് ദിസ് പെർട്ടിക്കുലർ സർക്കിൾ. നമ്മുടെ കണ്ടീഷൻ നമ്മൾ ഈ ഒരൊറ്റ സംഭവത്തിൽ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യിച്ചു. ക്ലിയർ ആണല്ലോ. അതുപോലെ തന്നെ വൈ ബാറിൻ്റെ കേസിലും ചെയ്യാം. വൈ ബാറിൻ്റെ കേസിലും ഇവിടെ വൈ ബാറാണ്, ഇവിടെ വൈ ബാർ വരും. ഓക്കെ, വൈ ബാറിൻ്റെ കേസിലും അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് y കോർഡിനേറ്റ് ഓഫ് സെൻട്രോയിഡ് കിട്ടും. സോ എക്സ് കോർഡിനേറ്റ് ഓഫ് സെൻട്രോയിഡും കിട്ടി, y കോർഡിനേറ്റ് ഓഫ് സെൻട്രോയിഡും കിട്ടി. ക്ലിയർ ആണല്ലോ. സോ ഇതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ വരാതിരിക്കാം, അറിഞ്ഞിരിക്കുക, ജസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തു എന്നേ ഉള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഈ ഒരു ഷെയ്ഡഡ് റീജിയൻ്റെ സെൻട്രോയിഡ് നമുക്ക് കണ്ടുപിടിക്കണം. ഞാൻ എന്ത് കണ്ടു, ഞാൻ ക്വസ്റ്റ്യൻ കണ്ടു. ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എന്താണ്, കോമ്പോസിറ്റ് ഫിഗേഴ്സ് ആണ്. കോമ്പോസിറ്റ് ഫിഗേഴ്സ് ആണെന്ന് കണ്ടപ്പോൾ ഓക്കെ, ആദ്യം ഒരു റെക്റ്റാങ്കിൾ ഉണ്ടായിരുന്നു. ആ റെക്റ്റാങ്കിളിൽ നിന്നും ഒരു ക്വാർട്ടർ സർക്കിളും ഒരു ട്രയാങ്കിളും മുറിച്ചു മാറ്റി. ക്ലിയർ ആണല്ലോ. ആദ്യം ഉണ്ടായിരുന്ന റെക്റ്റാങ്കിൾ, അതിനകത്തുനിന്ന് ഒരു ക്വാർട്ടർ സർക്കിളും ഒരു ട്രയാങ്കിൾ മുറിച്ചു മാറ്റി. a1ൽ നിന്നും a2ഉം a3യും സബ്ട്രാക്ട് ചെയ്തു. ഈ ഒരു സംഭവം നമുക്ക് കിട്ടിയോ? കിട്ടി. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്താൽ a1 എന്താണ്? ഓക്കെ, സോ എപ്പോഴും ഓർത്ത് വെക്കേണ്ട മേജർ ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ a1 ആയിട്ടൊക്കെ സെലക്ട് ചെയ്യുന്നുണ്ടല്ലോ, അത് ഇതൊക്കെ മുറിച്ച് മാറ്റുന്നതിന് മുമ്പുള്ള എൻറ്റയർ സംഭവം ആയിരിക്കണം എടുക്കുന്നത്. ആ ഒരു കേസിൽ നിന്നാണ് നമ്മളത് കുറച്ച് കൊണ്ടുവരുന്നത്. അല്ലാണ്ട് എന്താ പറയുക, ഇത് കുറച്ച് കഴിഞ്ഞിട്ട് കിട്ടുന്ന ഏരിയ വെച്ച് ചെയ്യരുത്. ഓക്കെ, സോ x1 എന്താണ്, 80ൻ്റെ പകുതി 40. y1 എന്താണ്, 40ൻ്റെ പകുതി. കാരണം ഇത് റെക്റ്റാങ്കിൾ ആയിരുന്നു ആദ്യം. റെക്റ്റാങ്കിളിൻ്റെ b/2 h/2 40 20. ഏരിയ എന്താ, 80 × 40 3200. ക്ലിയർ ആണ്. അത് കഴിഞ്ഞിട്ട് കുറയ്ക്കേണ്ട സാധനങ്ങൾ. x2 എന്താണ്, ഇതാണ് നമ്മുടെ സെക്കൻഡ് ഫിഗർ. x2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ആക്സിസ് എന്ന് വിചാരിക്കുക. ഇതാണ് ആക്സിസ് എന്നുണ്ടെങ്കിൽ x2 എന്താണ്, x2 ഇത്രയും ഡിസ്റ്റൻസ് നീങ്ങിയാലാണ് എനിക്ക് ക്വാർട്ടർ സർക്കിളിൻ്റെ അവിടെ എത്തുക. ഈ ഡിസ്റ്റൻസ് എത്രയാ,
4r/3π ആണ്. കറക്റ്റാണല്ലോ. y2 എത്രയാ? ഇവിടെ എവിടെയോ ആയിട്ടാണ് പോയിന്റ് വരുന്നത്. സോ ഞാൻ ഇത്രയും ഡിസ്റ്റൻസ് കവർ ചെയ്യണം. ഈ ഡിസ്റ്റൻസ് എത്രയാണ്? ഈ 40-ൽ നിന്നും ഞാൻ എന്ത് കുറയ്ക്കണം? 4r/3π കുറയ്ക്കണം. 40-ൽ നിന്നും 4r/3π കുറയ്ക്കണം. കാരണം നമുക്ക് ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസാണ് നമുക്ക് അറിയാവുന്നതായിട്ടുള്ളത് അല്ലേ. നമുക്കത് ഈ ഒരു പെർട്ടിക്കുലർ സൈഡിൽ നിന്നുള്ള ഡിസ്റ്റൻസാണ് നമ്മൾ 4r/3π ആയിട്ട് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ്, ഈ 40-ൽ നിന്നും അത് കുറച്ച് കഴിഞ്ഞാലാണ് നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് കിട്ടാൻ. അതാണ് നമുക്കിവിടെ വേണ്ട. 4r/3π നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ട് 40-ൽ നിന്ന് 25.47 സബ്ട്രാക്ട് ചെയ്താൽ 14.53 വരും. ഏരിയ πr²/4 ചെയ്ത് കഴിഞ്ഞാൽ 314 കിട്ടും. അതുപോലെ തന്നെ x3 എങ്ങനെയാണ്? ഇതാണ് നമ്മുടെ ആക്സിസ്. x3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് ഇതാ. നമുക്കറിയാം ഹൈറ്റിൻ്റെ സൈഡിൽ നിന്നും h/3 നീങ്ങിയിട്ട് ബേസിൽ നിന്നും h/3 b/3 നേരെ ഉൾട്ടാ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ. സോ ഈ ഒരു പോയിന്റ് എവിടെയായിട്ടാണ് വരിക? 40 + 40/3 അല്ലേ. 40 + 40/3 അല്ല എന്നുണ്ടെങ്കിൽ 80-ൽ നിന്ന് എന്ത് കുറച്ചാൽ മതി? 40/3 കുറച്ചാൽ മതി. 80-ൽ നിന്ന് 40/3 കുറച്ചാലാണ് നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റ് കിട്ടുക. അതുപോലെ തന്നെ y3 എങ്ങനെയാണ് നമുക്ക് കിട്ടുക? y3 കിട്ടണമെന്നുണ്ടെങ്കിൽ 40/3 ചെയ്താൽ നമുക്ക് y3 കിട്ടും. ഏരിയ കിട്ടി. സോ x2 കിട്ടി, x3 കിട്ടി, x1 കിട്ടി, a1, a2, a3 എല്ലാം കിട്ടി. സോ സോൾവ് ചെയ്യുക. നമുക്ക് എന്ത് കിട്ടും? നമുക്ക് നമ്മുടെ എക്സും വൈയും കിട്ടും. വൈയിനും സിമിലർ പ്രൊസീജിയറാണ്, ഒരു മാറ്റമില്ല. കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് തന്നെയാണോ കിട്ടണമെന്ന് ഒന്ന് ജസ്റ്റ് വെരിഫൈ ചെയ്യാം. ഓൾ റൈറ്റ്. അടുത്തെന്ന് പറയുന്നത് കുറച്ചൊരു പെക്യുലർ ആയിട്ടുള്ളൊരു കേസാണ്. പിന്നെ അത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തപ്പോൾ ഒന്നും ട്രപ്പീസിയത്തിൻ്റെ കേസ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ട്രപ്പീസിയത്തിൻ്റെ കേസ് ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമുക്കൊരു ട്രപ്പീസിയം തന്നു കഴിഞ്ഞാൽ ഒരു ട്രപ്പീസിയത്തിന് 2 പാരലൽ സൈഡ്സ് ഉണ്ട് അല്ലേ. അതായത് 2 പാരലൽ സൈഡ്സ് ഉണ്ട്. അതിൽ സ്മോളർ സൈഡിനെ നമ്മൾ എ നിന്നും ലാർജർ സൈഡിനെ നമ്മൾ ബി നിന്നും നമ്മൾ നെയിം ചെയ്യാം. സ്മോളർ സൈഡിനെ എ എന്നും ലാർജർ സൈഡിനെ ബി എന്നും നമ്മൾ നെയിം ചെയ്യാം. അങ്ങനെ നമ്മൾ നെയിം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏരിയ ഓഫ് ട്രപ്പീസിയം അറിയാവുന്നവർക്കറിയാം, അല്ലാത്തവർ ഓർത്ത് വയ്ക്കുക. ഏരിയ ഓഫ് ട്രപ്പീസിയം എന്ന് പറയുന്നത് ½ ഇൻറ്റു സം ഓഫ് പാരലൽ സൈഡ്സ് മൾട്ടിപ്ലൈഡ് ബൈ ഹൈറ്റ് ഓഫ് ഇറ്റ്. ½ ഇൻറ്റു സം ഓഫ് പാരലൽ സൈഡ്സ് divided by distance between these parallel sides. ½ into sum of parallel side multiplied by distance between parallel sides. X coordinate of the centroid of this particular thing എന്ന് പറയുന്നത് h/2 ആണ്. ട്രപ്പീസിയത്തിൻ്റെ x coordinate of center of gravity എന്ന് പറയുന്നത് h/2 ആണ്. y coordinate ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുലയാണ്. y coordinate എന്ന് പറയുന്നത് h/3 multiplied by larger side plus 2 times smaller side divided by sum of larger and smaller side. h/3 into larger side plus 2 times smaller side divided by b plus a. അതായത് ലാർജർ പ്ലസ് സ്മോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓർമ്മ നിൽക്കും. h/3 into b plus 2a by b plus a. h/3 into b plus 2a by b plus a. സോ ഈ ഫോർമുലാസ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ആൻഡ് വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ ക്വസ്റ്റ്യൻസ് ലൈക്ക് ദീസ്, അതായത് നമുക്ക് ഈ ഫിഗർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലേ. അതായത് ഈ സംഭവം സിമെട്രിക്കലാണ്. അതായത് ഈ ഒരു സംഭവത്തിനോട് അതായത് ഈ ഒരു ഏരിയയും ഈ ഒരു ഏരിയയും ഒരേപോലെയാണ്. അപ്പോൾ സിമെട്രിക്കലായിട്ട് നമുക്കിങ്ങനെ ഫിഗേഴ്സ് കിട്ടുന്ന സമയത്ത് നമ്മൾ ആക്സിസ് കുറേ കൂടി എളുപ്പത്തിൽ നമ്മൾ ചൂസ് ചെയ്യണം. സിമെട്രി വരുന്ന രീതിയിൽ നമ്മൾ ചൂസ് ചെയ്യണം. അതായത് ഇൻ കേസസ് വേർ symmetry is visible, axis must be chosen accordingly so as to decrease calculations. അതായത് നമുക്ക് കുറേ കൂടി ഒരു സിമെട്രിക്കൽ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ആക്സസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നമ്മുടെ കാൽക്കുലേഷൻ എളുപ്പമാവും അല്ലേ. അതായത് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്ക്. അതായത് ഞാൻ ഈ ആക്സസ് ഇവിടെയാണ് എടുത്തതെന്ന് വിചാരിക്കും.
അപ്പോൾ ബേസിക്കലി ഞാൻ എന്ത് ചെയ്യണം അപ്പോൾ, അതായത് ഇവിടെ ഒരു ഏരിയ എടുക്കണം, ഇവിടെ ഒരു ഏരിയ എടുക്കണം, അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ഏരിയ എടുക്കണം. സോ ഞാൻ 1 2 3 4 ഏരിയാസ് വെച്ചിട്ടാണ് ഞാൻ കളിക്കേണ്ടത് അല്ലേ. ഭയങ്കര ടീഡിയസ് ആയിട്ടുള്ള ടാസ്ക്കാണ്. നേരെ മറിച്ച് ഞാനിപ്പോൾ ഈ നേരെ നടുക്കിലാണ്, അല്ലെങ്കിൽ നമ്മൾ സിമെട്രി വരുന്ന രീതിയിൽ ഞാൻ ആക്സിസ് എടുത്തു എന്നുണ്ടെങ്കിൽ എനിക്ക് വൈ കോർഡിനേറ്റിനെ കുറിച്ച് മാത്രം ബോദർ ചെയ്താൽ മതി. കാരണം സെൻറ്റർ എക്സ് കോർഡിനേറ്റ് എപ്പോഴും എവിടെയാണ്, ഈ ഒരു സംഭവത്തിൻ്റെ എക്സ് കോർഡിനേറ്റ് എപ്പോഴും ഒറിജിനിൽ തന്നെയായിരിക്കും, 0,0 തന്നെയായിരിക്കും ഇതിൻ്റെ എന്താ പറയുക എക്സ് കോർഡിനേറ്റിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. കാരണം ഈ ഒരു സ്ഥലത്തേക്കും ഈ ഒരു സ്ഥലത്തേക്കും ഈക്വൽ ആയിട്ടാണ് മാസ് അല്ലെങ്കിൽ ഏരിയ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോയിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഈ ഒരു പോയിൻ്റാണ് എല്ലാ സമയത്തും അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആയിട്ട് ഉണ്ടാവുക. പിന്നെ വേരിയേഷൻ വരുന്നത് വൈ കോർഡിനേറ്റിലാണ്, അതായത് ഈ ഒരു ഏരിയയിലാണ് പിന്നെ വേരിയേഷൻ വരുന്നത്. സോ ഈ ഒരു ആക്സിസിനകത്ത് കടന്നിട്ട് അത് കളിക്കുള്ളൂ. ലെഫ്റ്റിലോ റൈറ്റിലേക്കോ അത് മാറില്ല, മുകളിലേക്കോ താഴേക്കോ മാത്രമേ ഷിഫ്റ്റ് ചെയ്യുള്ളൂ. സോ നമ്മൾ ഇങ്ങനെ സിമെട്രി ബേസിൽ ആക്സിസ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കാൽക്കുലേഷൻ വിൽ ബി വേ മോർ ഈസിയർ. സോ ഞാൻ ഇങ്ങനെ ഒരു ആക്സിസ് സെലക്ട് ചെയ്തു. അപ്പോൾ നമ്മുടെ എക്സ് കോർഡിനേറ്റ് ഓഫ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്താണ്, 0. അതിൻ്റെ തലവേദന മാറി. അടുത്തത് നമ്മൾ എന്ത് ചെയ്യണം, ഏരിയ കണ്ടുപിടിക്കണം. നമ്മൾ അതിന് മുമ്പ് നമ്മുടെ ഫിഗേഴ്സ് സെലക്ട് ചെയ്യണം. ഇതിനകത്ത് അപ്പോൾ ഈ ഒരു ആക്സിസ് എടുത്തുകൊണ്ട് നമുക്ക് ആകെ എത്ര ഫിഗറേ ഉള്ളൂ, അപ്പോൾ ബേസിക്കലി നമുക്ക് 2 ഫിഗറേ ഉള്ളൂ അല്ലേ. അതായത് ഈ ഒരു ട്രപ്പീസിയം ഉണ്ട്, അതിനകത്തുനിന്ന് ഒരു സെമി സർക്കിൾ, ഈ ഒരു ട്രപ്പീസിയം ഉണ്ട്, അതിനകത്തുനിന്ന് ഈ ഒരു ട്രപ്പീസിയം ഉണ്ട്, അതിനകത്തുനിന്ന് ഈ ഒരു സെമി സർക്കിൾ കട്ട് ചെയ്ത് മാറ്റിയ അത്രയേ ഉള്ളൂ ഇതിനകത്ത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര TDS ആയിരുന്നു. അതായത് ഞാനിവിടെ ആണ് ആക്സിസ് എടുത്തതെന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രപ്പീസിയത്തിൽ നിന്ന് ഈ ഒരു ട്രയാങ്കിൾ അതുപോലെ തന്നെ ഈ ഒരു സെമി സർക്കിളും കൂടി വെട്ടി മാറ്റിയ രീതിയിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വന്നത്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തത്. ഓക്കെ, സോ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഹാഫ് ഇൻറ്റു സം ഓഫ് പാരലൽ സൈഡ്സ്. ഈ സൈഡ് എത്രയാണ്, ഇവിടെ 60 റേഡിയസ് എന്നിരിക്കും. അപ്പോൾ 60 അപ്പോൾ ഈ ഒരു ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് 120 വരിക. ഓക്കെ, 120 വരും. 120 വന്നു കഴിഞ്ഞാൽ 120 80 200. സോ ഇവിടെ ഈ ബി എന്ന് പറഞ്ഞാൽ ലാർജർ സൈഡ് 200 സ്മോളർ സൈഡ് 120. ഹാഫ് ഇൻറ്റു സം ഓഫ് പാരലൽ സൈഡ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം എന്ന് പറഞ്ഞാൽ 150 തന്നിട്ടുണ്ട്. മാർക്ക് ചെയ്തിട്ടില്ല, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം 150 നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അത് എത്രയാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് 27,000 കിട്ടി. ഈ കട്ട് ചെയ്ത് മാറ്റേണ്ട സാധനത്തിൻ്റെ ഏരിയ നമ്മൾ ആദ്യം തന്നെ അങ്ങോട്ട് കണ്ടുപിടിച്ച് വെച്ചു. πr²/2. റേഡിയസ് എത്രയാണ്, 60 ആണ്. അപ്പോൾ π × 3600/2 അത് നമുക്ക് എത്രയാണ് കിട്ടുക, 5654.87. അടുത്തത് എക്സ് കോർഡിനേറ്റ് ഓഫ് ഇത് എന്താണ്, നമുക്കിവിടെ h/2 എടുക്കേണ്ട ആവശ്യമില്ല. കാരണം എപ്പോഴാണ് h/2 വരുന്നത്, നമ്മുടെ ആക്സിസ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്തെ കേസാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഇവിടെ നമ്മളിപ്പോൾ ആക്സിസ് എടുത്തിരിക്കുന്നത് ഇറ്റ്സ് സച്ച് എ വേ ദാറ്റ് വി ഡോണ്ട് ഹാവ് ടു ബോദർ അബൌട്ട് എക്സ് കോർഡിനേറ്റ്. അതായത് ഇങ്ങോട്ടും ഒരേപോലെയാണ് ഏരിയ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താണ്, നമ്മുടെ എക്സ് കോർഡിനേറ്റിനെ കുറിച്ച് ബോദർ ചെയ്യേണ്ട ആവശ്യം തന്നെ ഇല്ല. സോ എക്സ് കോർഡിനേറ്റ് എന്താണ്, 0 ആണ്. വൈ കോർഡിനേറ്റ്, ഇവിടെ എങ്ങനെയാണ് നമ്മുടെ ഏരിയ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ മാസ് ഡിസ്ട്രിബ്യൂട്ടഡ് ആവുന്നത് എന്നുള്ളതിനനുസരിച്ച് നമ്മുടെ വൈ കോർഡിനേറ്റ് ചേഞ്ച് വരും. വൈ കോർഡിനേറ്റ് നമ്മളെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാതെ നമ്മുടെ ഫോർമുല ഉണ്ട്, h/3 × b + 2a/b + a. h/3 × b + 2a/b + a. നമ്മൾ എന്ത് ചെയ്തു, എല്ലാ വാല്യൂസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 72.33 നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. a ഉണ്ട്, b ഉണ്ട്, h ഉണ്ട്. a ഉണ്ട്, b ഉണ്ട്, h ഉണ്ട്. എവറിത്തിങ് ഇസ് ഡൺ. വൈ കോർഡിനേറ്റ് നമ്മുടെ ട്രപ്പീസിയത്തിൻ്റെ, അതായത് ഇനീഷ്യലി ഉണ്ടായിരുന്ന ട്രപ്പീസിയത്തിൻ്റെ വൈ കോർഡിനേറ്റ് നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്തിൻ്റെ വേണ്ടത്, നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നത് നമ്മുടെ സെമി സർക്കിളിൻ്റെ ആണ് അല്ലേ. രണ്ടാമത്തെ ഏരിയ ആരുടെയാണ്, ഇത് മാത്രം. നമുക്ക് ഇവിടെ 2 കോമ്പോസിറ്റ് ഏരിയാസേ ഉള്ളൂ. 2 കോമ്പോസിറ്റ് ഏരിയാസിൽ രണ്ടാമത്തെ ആൾ ആരാണ്, സെമി സർക്കിളാണ്. സെമി സർക്കിളിൻ്റെ വൈ കോർഡിനേറ്റ് ഓഫ് സെൻറ്റർ ഓഫ് മാസ് എന്തായിരിക്കും, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്തായിരിക്കും, 4r/3π. ആൾക്കും എക്സ് കോർഡിനേറ്റ് 0 ആയിരിക്കും. ആളുടെയും എക്സ് കോർഡിനേറ്റ് ഓഫ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി 0 ആണ്. കാരണം ദേ സിമെട്രി ഉണ്ട്, കണ്ട. അതായത് ഈ സൈഡിലേക്കും അതുപോലെ തന്നെ ഈ സൈഡിലേക്കും ഒരേപോലെയാണ് മാസ് ഡിസ്ട്രിബ്യൂട്ട് ആയി പോയിരിക്കുന്നത്. അപ്പോൾ പിന്നെ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുന്നില്ല. ഒറിജിൻ തന്നെയാണ് ആളുടെ എക്സ് കോർഡിനേറ്റ് ഓഫ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. നമ്മൾ ഇങ്ങനെ വെക്കുമ്പോൾ നമ്മൾ റേഡിയസ് പറഞ്ഞിരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇങ്ങനെ ഒരു സെമി സർക്കിൾ എടുത്തു കഴിഞ്ഞാൽ ഇത്രയും ദൂരം റേഡിയസ് നീങ്ങിക്കഴിയുമ്പോഴാണ് നമുക്ക് പകുതി എത്തുന്നത്. ആ പകുതിയുള്ള പോയിന്റിലാണ് അതിൻ്റെ ഇപ്പുറത്തേക്കുമാണ് ഏരിയ ഒരേപോലെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് പോയിരുന്നത് കൊണ്ടാണ് നമുക്ക് അവിടെ 6 എടുക്കേണ്ടി വന്നിരുന്നത്.
ബേസിക്കലി ഇത് നമ്മൾ ഫൈനലി നമ്മുടെ ബുക്കിൻ്റെ കോൺസെപ്റ്റ് തന്നെയാണ്. അതായത് ഒരേപോലെ ഈ യൂണിഫോം ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോകുന്ന സ്ഥലത്താണ് നമുക്ക് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഉണ്ടാവുക. അതായത് നമുക്ക് എവിടെയാണ് കറക്റ്റായിട്ട് ഈവൻലി നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റുന്നത് എന്നുള്ളത്, ആ ഒരു പോയിന്റ് എവിടെയാണ് നമ്മൾ കണ്ടുപിടിക്കുക. അതാണ് ബേസിക്കലി നമ്മൾ ഇത്ര നേരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് എക്സ് കോർഡിനേറ്റ് നമ്മളിങ്ങനെ സിമെട്രി വൈസ് ആക്സിസ് എടുത്തു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി 0 ആയി. അതിനെക്കുറിച്ച് നമ്മൾ ബോദർ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ വൈ ആണ് ബോദർ ചെയ്യേണ്ടത്. വൈ ബോദർ ചെയ്യുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ വൈനെ കുറിച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 4r/3π വരും. കാൽക്കുലേഷൻ ഇട്ട് കൊടുക്കുക. വൈ കോർഡിനേറ്റ് എന്താണ്, എക്സ് കോർഡിനേറ്റ് എന്താണ്, 0 ആണ്. നമ്മൾ ഓട്ടോമാറ്റിക്കലി ഓൾറെഡി നമ്മൾ പറഞ്ഞു വെച്ചു. വൈൻ്റെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a1 y1 ഇനീഷ്യലി ഉണ്ടായിരുന്ന ട്രപ്പീസ്യത്തിൽ നിന്നും എന്ത് ചെയ്തു, സെമി സർക്കിളിൻ്റെ ഏരിയ മുറിച്ചു മാറ്റി. ട്രപ്പീസ്യത്തിൻ്റെ ഏരിയയിൽ നിന്ന് സെമി സർക്കിളിൻ്റെ ഏരിയ മുറിച്ചു മാറ്റി. നമുക്ക് ഫൈനൽ ആൻസർ എന്ത് കിട്ടും, 0,84.61 ആണ് നമ്മുടെ സെൻട്രോയിഡ്. 0,84.61. സോ ഇറ്റ്സ് ഗോണ ബി സംവെയർ അറൗണ്ട് ഹിയർ. ഇവിടെ എവിടെയെങ്കിലും ആയിട്ടായിരിക്കും എൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരിക. അത് കാണാനുണ്ട് നമുക്ക് അല്ലേ. അവിടെയൊക്കെയാണ് ഏരിയ കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ അവിടെ എവിടെയെങ്കിലുമൊക്കെ പോയി ബാലൻസ് ചെയ്യാൻ ശ്രമിച്ചാലാണ് നമുക്ക് കറക്റ്റായിട്ട് ഇരുത്താൻ പറ്റുന്നുണ്ടാവുക. സോ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയുടെ ഒരു സെക്ഷൻ കഴിഞ്ഞു. സോ നമ്മൾ ബേസിക്കലി നമുക്കൊരു ആകെ കോമ്പോസിറ്റ് ഏരിയാസിൻ്റെ ഒരു കോൺസെപ്റ്റാണുള്ളത്. പിന്നെ സബ്ട്രാക്ട് ചെയ്ത് ഏരിയാസ് മുറിച്ച് മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്ന് കണ്ടു അല്ലേ. പിന്നെ നമ്മൾ ഈ ഒരു ടേബിൾ നമ്മൾ ഓർത്ത് വയ്ക്കണം. ദാറ്റ്സ് ഇറ്റ്. സോ ഈ ഒരു സെക്ഷൻ കഴിഞ്ഞു. അടുത്തതെന്ന് പറയുന്നത് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയാണ്. സോ കമ്മിങ് ഓൺ ടു ദ നെക്സ്റ്റ് ടോപ്പിക്, ദാറ്റ് ഈസ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ. സോ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്താണെന്ന് ആക്ച്വലി ചോദിച്ചു കഴിഞ്ഞാൽ മാത്തമാറ്റിക്കലി നമുക്ക് പറയാൻ പറ്റും, ഇറ്റ് ഈസ് ബേസിക്കലി ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് സ്ക്വയർ. അതായത് ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ ആണ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ നമ്മൾ മാത്തമാറ്റിക്കലി നമ്മൾ പറയുക. ഇറ്റ് ഗിവ്സ് എ ക്വാണ്ടിറ്റേറ്റീവ് എസ്റ്റിമേറ്റ് ഓൺ റിലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഏരിയ വിത്ത് റെസ്പെക്ട് ടു എനി ഗിവൻ റെഫറൻസ് ആക്സിസ്. അതായത് ഞാനിപ്പോൾ ഒരു പെർട്ടിക്കുലർ ആക്സിസ് എടുത്തു കഴിഞ്ഞാൽ ആ ആക്സിസിന് അബൌട്ടായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന മാസ്, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു സാധനം എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സംഭവത്തിൻ്റെ മാസ് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇതാണ് ഞാൻ എടുത്തിരിക്കുന്ന ആക്സിസ് ആൻഡ് ഞാനിപ്പോൾ ഇങ്ങനൊരു ബോഡി എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ആക്സിസിന് അബൌട്ടായിട്ട് ഏതൊക്കെ പോയിന്റുകളിൽ ആണ് എങ്ങനെയൊക്കെയാണ് മാസ് ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കുന്നത് ആ ഒരു ബോഡിയിൽ എന്നുള്ളതിൻ്റെ ഒരു എസ്റ്റിമേഷനാണ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ. ഇറ്റ് ഈസ് ബേസിക്കലി ദ എസ്റ്റിമേഷൻ ഓഫ് ഹൗ area is distributed with respect to a given axis. All right. And it changes with choice of axis. അതായത് ഞാനിപ്പോൾ ഇതേ സാധനം തന്നെ എടുത്തു, ഇതേ ഒരു ബോഡി തന്നെ എടുത്തു ആൻഡ് ഞാൻ ആദ്യം ചൂസ് ചെയ്ത റെഫറൻസ് ആക്സിസ് ഇതാണ്. അപ്പോൾ ഇതെടുത്ത് നോക്കുമ്പോൾ ഇവിടെയും ഏതാണ്ട് ഈ ഒരു റീജിയണിലും ഈ ഒരു റീജിയണിലും ഏതാണ്ട് ഒരേപോലെയാണ് ഏരിയ എന്താണ് ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ളത്. സപ്പോസ് ഞാൻ ഇങ്ങനെ ഒരു ആക്സിസാണ് എടുത്തതെന്ന് വിചാരിക്കും, ഇത് 1 ഇത് 2. ഞാൻ സെക്കൻഡ് ആക്സിസ് ആണ് എടുത്തിരിക്കുന്നതെങ്കിൽ ഒബ്വിയസ്ലി ഇവിടെ ഏരിയ കുറവാണ്, ഇവിടെ ഏരിയ കൂടുതലാണ്. സോ ഏരിയയുടെ ഡിസ്ട്രിബ്യൂഷൻ മാറിയിട്ടുണ്ട്. സാധനം മാറിയിട്ടില്ല അല്ലെങ്കിൽ മാസ് മാറിയിട്ടില്ല, പക്ഷേ മാസ് ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഏരിയയുടെ ഡിസ്ട്രിബ്യൂഷൻ മാറിയിട്ടുണ്ട്. സോ ഇറ്റ് ചേഞ്ചസ് വിത്ത് ദ ചോയ്സ് ഓഫ് ആക്സിസ്. സോ വാട്ട് ഈസ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ? മാത്തമാറ്റിക്കലി ഇറ്റ് ഈസ് ജസ്റ്റ് ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് സ്ക്വയർ. And it gives the idea of how area is distributed or how mass is distributed about an axis. കാരണം നമ്മൾ പറഞ്ഞു പ്ലെയിൻ ഫിഗേഴ്സിനെയാണ് നമുക്ക് സിലബസിൽ പഠിക്കാനുള്ളത്. ആൻഡ് പ്ലെയിൻ ഫിഗേഴ്സിൻ്റെ കേസിൽ മാസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ. സോ ബോത്ത് ആർ ഈക്വലൻറ്റ്. നമ്മൾ എങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല. ആക്ച്വലി ഇറ്റ് ഈസ് മാസ് ഡിസ്ട്രിബ്യൂഷൻ വിത്ത് റെസ്പെക്ട് ടു എ പെർട്ടിക്കുലർ ഗിവൻ ആക്സിസ്. നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ഡിസ്കഷൻസ് എല്ലാതും പോയിൻ്റ് മാസുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് ഒരു കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു വലിയ ബോഡി അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു ബോഡിക്ക് ഇതൊന്നും ആപ്ലിക്കബിൾ അല്ല. സോ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ബോഡി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഒരു ഏരിയ, 2 ഏരിയ, 3 ഏരിയ, 4 ഏരിയ, 5 ഏരിയ, 6 ഏരിയ. നമുക്കങ്ങനെ ഏരിയനെ ഡിസ്റ്റിങ്ക്റ്റ് ചെയ്ത് പറയാൻ പറ്റില്ലല്ലോ. അതായത് ഞാൻ പറയാൻ എന്താ ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ആർബിട്രറി ബോഡി എടുത്തു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റില്ല ഇതിൽ എത്ര ഇൻഫൈനൈറ്റ് എമൗണ്ട് ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ട് അല്ലേ. അതായത് നമ്മൾ ഈ ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഡിസ്റ്റൻസ് അല്ല ഇവിടുത്തെ ഡിസ്റ്റൻസ്. സോ എൻറ്റയർ ഡിസ്റ്റൻസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ കുഞ്ഞു ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾസിൻ്റെയും ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വ്യത്യാസമുണ്ട്. സോ എനിക്കത് ഡെഫിനറ്റായിട്ട് പറയാൻ പറ്റില്ല. സോ അങ്ങനത്തെ കേസിലാണ്, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ബോഡികൾ വരുന്ന കേസിൽ ആക്സിസിൽ നിന്നും ഓരോ പാർട്ടിക്കിളിൻ്റെയും ഡിസ്റ്റൻസിന് വ്യത്യാസമുണ്ട്.
So that is when we come into the idea of integrating by taking a small element. So ഞാനൊരു ചെറിയൊരു ഡി എ എലമെൻ്റ് എടുത്തു, എന്നിട്ട് ആളുടെ ഡിസ്റ്റൻസ് നമ്മളൊരു പെർട്ടിക്കുലർ റെഫറൻസ് ആക്സിസിൽ നിന്നും മെഷർ ചെയ്തു, ആൻഡ് ദാറ്റ് ഇസ് ടേക്കൺ ആസ് ആർ. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻറ്റയർ ഏരിയയിലേക്ക് ആ കുഞ്ഞ് ചെറിയ 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 എലമെൻറ്റുകളെ അങ്ങോട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്തെടുക്കും. സോ ഐ എ ബി എന്ന് പറയുന്നത് ഇൻറ്റഗ്രൽ ആർ സ്ക്വയർ ഡി എ. ഇതാണ് നമ്മുടെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയുടെ ഇക്വേഷൻ. അതായത് നമുക്ക് ഒരു ചെറിയ എലമെൻ്റൽ പാർട്ട് എടുത്തിട്ട് അവൻ്റെ ഡിസ്റ്റൻസ് നമ്മുടെ റെഫറൻസ് ആക്സിസിൽ നിന്ന് എടുത്ത് എൻറ്റയർ ഏരിയ ഓഫ് ദ ബോഡിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻറ്റഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഏരിയയുടെ യൂണിറ്റ് എന്താണ്, mm² ആണ്. നമുക്ക് ക്വസ്റ്റ്യൻസിൽ mmലായിരിക്കും, അല്ലെങ്കിൽ മോസ്റ്റ് പ്രോബബ്ലി സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ mm വിട്ടിട്ട് മാറിപ്പോകില്ല നമുക്ക്. സോ mm² അല്ലെങ്കിൽ cm² ആണ്. ഒരു r² കൂടി വരുമ്പോൾ ഇറ്റ്സ് ഗോയിൻ ടു ബി mm⁴ ആയിരിക്കും അതിൻ്റെ യൂണിറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ ഫൈൻഡിങ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ കണ്ടിന്യൂസ് ബോഡി. സോ കണ്ടിന്യൂസ് ബോഡിയുടെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതിൻ്റെ ഇക്വേഷൻ നമ്മൾ കണ്ടു. അതായത് ഏതെങ്കിലും ഒരു ജനറൽ ആയിട്ടുള്ളൊരു ബോഡിയുടെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ വി യൂസ് ദ ഇക്വേഷൻ ഐ എ ബി = ഇൻറ്റഗ്രൽ r² ഡി എ ആണ്. ഓൾറൈറ്റ്. സോ എന്താണ് ആക്ച്വലി മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ? നമ്മൾ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയുടെ മാത്തമാറ്റിക്കൽ റിലേഷനൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ എന്താണ് ആക്ച്വലി ഈ സംഭവം എന്ന് പറയുന്നത്? It depicts the resistance towards the angular acceleration, that is how much it resists its in speeding up or slowing down in its rotation. നമുക്കറിയാമല്ലോ, അതായത് ഇനേർഷ്യ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് മാസിൻ്റെ കേസിൽ സാധാരണ ഇനേർഷ്യ, റൈറ്റ്? അതായത് ഒരു ഹെവി മാസ് ആണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി അതിനെ ഒരു ഇവിടെ ഒരു മാസ് ഉണ്ട് ആൻഡ് ഇവിടെ വേറൊരു വലിയൊരു മാസ് ഉണ്ട്. ഇറ്റ്സ് ഗിവൺ ദാറ്റ് ദിസ് ബിഗർ is greater than m. സോ ഒബ്വിയസ്ലി എനിക്ക് എന്താണ്, ഇതിനെ തള്ളാനായിരിക്കും കുറേ കൂടി എളുപ്പം കമ്പയർഡ് ടു ഇതിനെ, അല്ലേ? അപ്പോൾ അതാണ് സാധാരണ ട്രാൻസ്ലേഷണൽ ഇനേർഷ്യ എന്ന് പറയുന്നത്, മാസ്സാണ്. സിമിലർലി റൊട്ടേഷൻ്റെ കേസിൽ ആ ഒരു ഇനേർഷ്യ ഫാക്ടർ പ്രൊവൈഡ് ചെയ്യുന്ന ആളാണ് ആര്? മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ. അതായത് മറ്റേ കേസിൽ ആക്സലറേഷൻ, ലീനിയർ ആക്സലറേഷനെയാണ് റെസ്ട്രിക്റ്റ് ചെയ്യുന്നത് മാസ് എന്ന് പറഞ്ഞ ഇനേർഷ്യ. ഇവിടെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഇസ് ദ ആംഗുലാർ ആക്സലറേഷൻസ് റെസിസ്റ്റൻസ്. ആംഗുലാർ ആക്സലറേഷന് റെസിസ്റ്റ് ചെയ്യുന്ന എലമെൻ്റ് ആണ് ആര്? മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ആംഗുലാർ ആക്സലറേഷൻ ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ. മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കൂടുന്തോറും ആംഗുലാർ ആക്സലറേഷൻ കുറഞ്ഞുകൊണ്ടിരിക്കും. അതാണ് നമ്മൾ ഈ കാണാറില്ലേ, എന്താണ് നമ്മുടെ 11th നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അതായത് ഇങ്ങനെ ഒരാൾ നിൽക്കുന്നുണ്ട് ആൻഡ് കയ്യെ ഓപ്പൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ അവരുടെ വട്ടത്തിൽ കറങ്ങുമ്പോൾ അവർക്ക് സ്പീഡ് കുറവായിരിക്കും, റൊട്ടേറ്റ് ചെയ്യുന്ന സ്പീഡ് കുറവായിരിക്കും കമ്പയർഡ് ടു വെൻ ദേ ഹാവ് ക്ലോസ്ഡ് ഹാൻഡ്സ്. അതൊക്കെ ഈ പറഞ്ഞ പോലെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ, അതായത് R കൂടുന്നതുകൊണ്ടാണ്. R കൂടിക്കഴിഞ്ഞാൽ എന്താണ്, ഒബ്വിയസ്ലി മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കൂടും. സോ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കൂടുമ്പോൾ ടെൻഡൻസി ടു റൊട്ടേറ്റ് ഡിക്രീസസ്. ആ ഒരു ഈസ് അറ്റ് വിച്ച് ദാറ്റ് പെർട്ടിക്കുലർ തിങ് ഇസ് ഗോണ റൊട്ടേറ്റ് അബൌട്ട് എ പെർട്ടിക്കുലർ ആക്സിസ് ഇസ് ഗോണ ഡിക്രീസ്. So moment of inertia actually depicts the inertia for a particular object to have an angular acceleration. Axis passing through the centroid is equal to centroidal axis. That is a definition for centroidal axis. അതായത് നമ്മൾ പറയും സാധാരണ എല്ലാ കേസുകളിലും സെൻട്രോയിഡൽ ആക്സിസ് അബൌട്ട് ആയിട്ട് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കാൽക്കുലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ വേറൊരു ബേസിൽ കൂടെ പാസ് ചെയ്യുന്ന എന്താണ് ആക്സിസിൽ കൂടെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കാൽക്കുലേറ്റ് ചെയ്യുക. സോ ഓൾവേസ് വി കാൽക്കുലേറ്റ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ആൻ ആക്സിസ്. അതായത് ഒരു ആക്സിസ്, നമ്മൾ എടുത്തിരിക്കുന്ന ആക്സിസിന് അബൌട്ടായിട്ട് നമ്മുടെ ബോഡിയുടെ മാസ് അല്ലെങ്കിൽ നമ്മുടെ ബോഡിയുടെ ഏരിയ ഏത് രീതിയിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളതിനൊരു ഐഡിയ കിട്ടാനായിട്ടാണ് നമ്മൾ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ചെയ്യുന്നത്. സോ ഓൾവേസ് വി ആർ മെഷറിങ് ഇറ്റ് വിത്ത് എ ഫിക്സഡ് ആക്സിസ് ആൻഡ് സെൻട്രോയിഡ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ ബോഡി കൂടെ പാസ് ചെയ്യുകയാണ് ദാറ്റ് ആക്സിസ് എന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് കോൾഡ് എ സെൻട്രോയിഡൽ ആക്സിസ്. ആൻഡ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ബോഡി അബൌട്ട് ദാറ്റ് പെർട്ടിക്കുലർ സെൻട്രോയിഡൽ ആക്സിസ് ഇസ് ഡിനോട്ടഡ് ആസ് IG. I where G is the G സെൻട്രോയിഡിനെ നമ്മൾ യൂഷ്വലി G വെച്ചിട്ടാണ് ഡെപ്പിക്ട് ചെയ്യാറ്. സോ അതുകൊണ്ട് സെൻട്രോയിഡൽ ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ വി കോൾ ഇറ്റ് ആസ് IG. ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ. മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ ഫിസിക്കൽ ബോഡി is equal to I equal to mr², but generally ഏരിയ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ is equal to use. അതായത് നമ്മുടെ കേസുകളിൽ നമുക്ക് എല്ലാം ചെയ്യാനുള്ളത് 2D പ്ലെയിനാർ ബോഡീസ് ആണ്. നമ്മൾ സെൻട്രോയിഡിൻ്റെ ഡിസ്കഷൻ പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു, അതായത് പ്ലെയിനാർ ബോഡീസ് ആണെന്നുണ്ടെങ്കിൽ വി ക്യാൻ കൺസിഡർ മാസ് ആൻഡ് ഏരിയ ടു ബി ഈക്വാലൻറ്റ്, ലൈക്ക് രണ്ടും ഇൻ്റർചേഞ്ചബിൾ ആണ്. ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ. സോ ആ കേസിൽ നമുക്ക് യൂഷ്വലി നമ്മുടെ സിലബസിൽ പഠിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏരിയ റിലേറ്റഡ്, അതായത് പ്ലെയിനാർ ബോഡീസ് ആയതുകൊണ്ട് വി ക്യാൻ സേ ദാറ്റ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ is equal to AR² എന്ന് നമുക്ക് പറയാം. ഇറ്റ്സ് നോട്ട് എ ബിഗ് ഇഷ്യൂ ഇൻ ദാറ്റ്.
സോ ഈ മൊഡ്യൂളിലെല്ലാം ഇതേപോലെ തന്നെയാണ്. അതായത് വി ഹാവ് എൻ ഐഡിയ, ദെൻ വി ഹാവ് കോമ്പോസിറ്റ് ബോഡീസ് ഓഫ് വിച്ച് വി വോണ്ട് ടു ഫൈൻഡ് ദ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓർ സെൻട്രോയിഡ് വാട്ട് എവർ ഇറ്റ് ഇസ്. അതായത് ജനറൽ ആയിട്ട് നമ്മൾ സാധാരണ സ്റ്റാൻഡേർഡ് കുറച്ച് സംഭവങ്ങളുടെ എല്ലാം അറിഞ്ഞിരിക്കും. ആൻഡ് യൂസിങ് ദാറ്റ് പെർട്ടിക്കുലർ സ്റ്റാൻഡേർഡ് തിങ്സ് വി ഫൈൻഡ് ഓർ വി ആർ യൂസിങ് ഇറ്റ് ഫോർ ഫൈൻഡിങ് ദ വാല്യൂസ് ഫോർ കോംപ്ലെക്സ് ഓർ കോമ്പോസിറ്റ് ബോഡീസ്. സോ നമ്മൾ സെൻട്രോയിഡ് കണ്ടുപിടിക്കുന്ന സമയത്ത് കണ്ട പോലെ തന്നെ, സപ്പോസ് യു ഹാവ് എ റെക്ടാങ്കിൾ. ഓക്കെ, നമുക്കൊരു റെക്ടാങ്കിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, അതായത് ഓരോ ആക്സിസിന് അബൌട്ടായിട്ട് ആ ഒരു പെർട്ടിക്കുലർ ഫിഗറിൻ്റെ ഏരിയ അല്ലെങ്കിൽ മാസ് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഐഡിയയാണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ തരുന്നത്. ആൻഡ് ആ മൊമെന്റ് ഓഫ് ഇനേർഷ്യനെ ബേസ് ആയിട്ടാണ് ആ ഒരു ആക്സിസിന് അബൌട്ട് അതിന് എത്രത്തോളം എളുപ്പത്തിൽ കറങ്ങാൻ പറ്റും അല്ലെങ്കിൽ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ട് അതിനെ കറങ്ങാൻ എന്നൊക്കെ നമ്മൾ അനലൈസ് ചെയ്യാം. സോ ഈ ആക്സിസ് എടുക്കൽ ഇസ് ആക്ച്വലി അവർ ചോയ്സ്. ഏത് ആക്സിസിൽ കൂടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മെഷർ ചെയ്യാം. അതായത് ഈ ഒരു പെർട്ടിക്കുലർ ബോഡിക്ക് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു ആക്സിസിന് അബൌട്ടായിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ എന്തോരം ബുദ്ധിമുട്ടുണ്ടെന്ന് നോക്കാം, ഈ ഒരു ആക്സിസിന് അബൌട്ടായിട്ട് റൊട്ടേറ്റ് ചെയ്യാം. സോ ആക്സിസ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ആൻഡ് ജനറലി നമുക്ക് ഒന്ന് സെൻട്രോയിഡൽ ആക്സിസ് ഉണ്ടാവും, പിന്നെ ബേസിലൂടെ പാസ് ചെയ്യുന്ന ആക്സിസ് ഉണ്ടാവും, അല്ലാന്നുണ്ടെങ്കിൽ XY ആക്സിസ് ഉണ്ടാവും. നമുക്ക് ക്വസ്റ്റ്യൻസിൽ ഈ 3 ടൈപ്പാണ് യൂഷ്വലി ചോദിക്കാറുള്ളൂ. സോ നമ്മൾ ജനറലൈസ്ഡ് ആയിട്ട് പഠിക്കുന്ന കേസുകളിൽ നമ്മൾ ആ ഒരു സിറ്റുവേഷൻസ് മാത്രമാണ് നമ്മൾ ഇനീഷ്യലി പറഞ്ഞു വെക്കുന്നത്. സോ സപ്പോസ് ദാറ്റ് യു ഹാവ് എ റെക്ടാങ്കുലർ പ്ലേറ്റ് വിത്ത് ലെങ്ത് ആസ് B ആൻഡ് ബ്രെഡ്ത്ത് ആസ് D. അങ്ങനത്തെ ഒരു ഫിഗറിൻ്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഈ റെക്ടാങ്കിൾ ആയാലും അതുപോലെ തന്നെ സ്ക്വയർ സർക്കിൾ ആയാലും സെമി സർക്കിൾ ആയാലും ക്വാർട്ടർ സർക്കിൾ ആയാലും ട്രയാങ്കിൾ ആയാലും ഈ സംഭവങ്ങൾ വെച്ചിട്ട് കോമ്പോസിറ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഫിഗറുകളുടെ ക്വസ്റ്റിനെ നമ്മളെടുത്ത് ചോദിക്കുള്ളൂ. സോ ഇതിൻ്റെ എല്ലാത്തിൻ്റെ അറിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ തന്നെ ഓൾമോസ്റ്റ് ഈ റിസൾട്ട് ഉണ്ടല്ലോ, ഈ സെറ്റ് ഓഫ് റിസൾട്ട്സ് അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഓൾമോസ്റ്റ് 90% പ്രോബ്ലംസും നമ്മൾ കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഈ റിസൾട്ടൊക്കെ നല്ലോണം അറിഞ്ഞിരിക്കേണ്ടതാണ്. സോ ഞാൻ ആദ്യം എടുത്തത് റെക്ടാങ്കിളാണ്. റെക്ടാങ്കിൾ എടുത്തപ്പോൾ അവൻ്റെ വിഡ്ത്ത് ബിയും ബ്രെഡ്ത്ത് ഡി ആണ്. ഓക്കെ, സോ ആ ഒരു ഫിഗറിൻ്റെ XX ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ, ഇതിനകത്ത് ഏതാണ് XX ആക്സിസ്? സെൻട്രോയിഡിൽ കൂടെ പാസ് ചെയ്യുന്ന ആക്സിസിനെ IXX എന്നും ഞാൻ IYY എന്നും വിളിച്ചു. അതായത് ഈ ഒരു പെർട്ടിക്കുലർ ഫിഗറിൻ്റെ സെൻട്രോയിഡിൽ കൂടെ പാസ് ചെയ്യുന്ന ഹൊറിസോണ്ടൽ സംഭവത്തിന് IXX എന്നും വെർട്ടിക്കൽ സംഭവത്തിന് ഞാൻ IYY എന്നും വിളിച്ചു. സോ ദീസ് ആർ ബേസിക്കലി വാട്ട്? സെൻട്രോയിഡൽ ആക്സിസ്. കാരണം എന്താ? ആ റെക്ടാങ്കിളിലെ സെൻട്രോയിഡിൽ കൂടെയാണ് ഈ പെർട്ടിക്കുലർ ആക്സിസുകൾ പാസ് ചെയ്യുന്നത്. നമ്മൾക്കറിയാം സെൻട്രോയിഡിൽ കൂടെ പാസ് ചെയ്യുന്ന ആക്സിസുകൾക്ക് നമ്മൾ സെൻട്രോയിഡൽ ആക്സിസ് എന്നാണ് പറയാറ്. ആൻഡ് ദീസ് ആർ സെൻട്രോയിഡൽ ആക്സിസ് ഫോർ ദിസ് പെർട്ടിക്കുലർ ഫിഗർ. സോ IXX അതായത് സെൻട്രോയിഡൽ ആക്സിസിന് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഈ ഒരു പെർട്ടിക്കുലർ സംഭവത്തിൻ്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് B ഇൻറ്റു D³ ഡിവൈഡഡ് ബൈ 12 ആണ്. B ഇൻറ്റു D³ ഡിവൈഡഡ് ബൈ 12 ആണ്. ഓർത്ത് വയ്ക്കാനൊരു എളുപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സിസിന് പാരലൽ ആയിട്ടുള്ള സൈഡ് ഇൻറ്റു പെർപെൻഡിക്കുലർ സൈഡിൻ്റെ ക്യൂബ്, ആക്സിസിന് പാരലൽ ആയിട്ടുള്ള സൈഡ് ഇൻറ്റു പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസിൻ്റെ ക്യൂബ്. സിമിലർലി IYY എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആക്സിസിന് പാരലൽ ആയിട്ടുള്ള സൈഡ് മൾട്ടിപ്ലൈഡ് ബൈ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള സൈഡിൻ്റെ ക്യൂബ്. അടിയിൽ രണ്ടിനും 12 തന്നെയാണ്. ഓക്കെ, സോ IXX ദാറ്റ് ഈസ് ഹൊറിസോണ്ടൽ ആയിട്ട് സെൻട്രോയിഡൽ ആക്സിസ് കൂടെ പാസ് ചെയ്യുന്നതിന് BD³ ബൈ 12 ആണ്. വെർട്ടിക്കൽ ആയിട്ടുള്ളതിൻ്റെ DB³ ബൈ 12 ആണ്. ഓക്കെ, ദാറ്റ് ഈസ് പാരലൽ ആയിട്ട് മൾട്ടിപ്ലൈഡ് ബൈ പെർപെൻഡിക്കുലർ സൈഡിൻ്റെ ക്യൂബ് ഡിവൈഡ് ബൈ 12. അത് ആലോചിച്ച് വെച്ചാൽ മതി. IAB എന്ന് പറയുന്നത് ബേസിൽ കൂടെ പാസ് ചെയ്യുന്നത്. If the axis we are taking is passing through the base of this particular figure, then we have the moment of inertia to be BD³ by 12 itself. Okay, clear ആണല്ലോ? ഇപ്പോൾ ആക്സിസ് ഇവിടെയാണെന്നുണ്ടെങ്കിൽ BD³ by 12 ആണ്, ആക്സിസ് ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ഗോയിങ് ടു ബി DB³ by 12. ഓക്കെ, ബേസിക്കലി പെർപെൻഡിക്കുലർ സൈഡിൻ്റെ ക്യൂബ് ഡിവൈഡഡ് ബൈ 12 ആണ് വരുന്നത്. ഓക്കെ, ആ റെക്ടാങ്കിളിൻ്റെ ഭാഗം ക്ലിയർ ആയെന്ന് വിചാരിക്കും. ആൻഡ് ഇഫ് യു ഹാവ് എ സർക്കിൾ ദെൻ സെൻട്രോയിഡൽ ആക്സിസിന് അബൌട്ട് ആയിട്ടാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇങ്ങനത്തെ ആക്സിസിനകത്ത് ഇറ്റ്സ് നോട്ട് ഈസി ടു കാൽക്കുലേറ്റ്, റൈറ്റ്? നമുക്ക് അതിന് വേണ്ടിയിട്ട് വേറെ തിയറംസ് ഒക്കെ നമുക്ക് നോക്കേണ്ടി വരും. ആൻഡ് വീൽ സീ ദ തിയറംസ് ആസ് വെൽ. സോ അത് വെച്ചിട്ട് നമുക്ക് ഏതൊരു ആക്സിസിന് അബൌട്ട് ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളൊരു എമൗണ്ട് ഓഫ് ഐഡിയ നമുക്ക് കിട്ടും.
ബട്ട് ജനറലൈസ്ഡ് ആയിട്ട് നമ്മൾ പഠിക്കുമ്പോൾ ഏറ്റവും കോമൺ ആയിട്ട് എല്ലാ പ്രോബ്ലംസിലും യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണമല്ലേ നമുക്ക് വേണ്ട. അപ്പോൾ സർക്കിളിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ സെൻട്രോയിഡൽ ആക്സിസിൽ XX ആക്സിസ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് പൈ d raised to 4/12 where d is the diameter, okay, where d is the diameter of the circle, d is the diameter of the circle, and IYY is also pi d raised to 4/64 because എന്തുകൊണ്ടാണ് നമുക്കറിയാം അല്ലേ, അതായത് ഇപ്പോൾ ഇതിന് അബൌട്ടായിട്ട് ഈ ഒരു സംഭവം ഇങ്ങനെ കറങ്ങുമ്പോഴായാലും ഇതിന് അബൌട്ടായിട്ട് ഈ ഒരു സംഭവം ഇങ്ങനെ കറങ്ങുമ്പോഴായാലും യു ഗോണ ഗെറ്റ് ദ സെയിം റെസിസ്റ്റൻസ് അല്ലേ. സർക്കിൾ അത്രയും സിമെട്രിക്കൽ ആയിട്ട് ഏരിയ ഡിസ്ട്രിബ്യൂട്ട് അല്ലെങ്കിൽ മാസ് ഡിസ്ട്രിബ്യൂട്ടഡ് ആയതുകൊണ്ട് ഞാനിപ്പോൾ ഹൊറിസോണ്ടലായിട്ട് ആക്സസ് എടുത്തിട്ട് അതിനെ അബൌട്ടായിട്ട് കറക്കിയാലും വെർട്ടിക്കലായിട്ട് ആക്സസ് എടുത്ത് അതിനെ അബൌട്ടായിട്ട് കറക്കിയാലും യു ഗോണ ഹാവ് ദ സെയിം റെസിസ്റ്റൻസ് ഇൻ ആംഗുലർ ആക്സലറേഷൻ, റൈറ്റ്? സോ ദാറ്റ് ഇസ് വൈ വി ഹാവ് ദ സെയിം ആൻസർ ഫോർ IXS ആസ് വെൽ ആസ് IYY. നൗ കൺസിഡറിങ് സെമി സർക്കുലർ ഡിസ്ക് നമുക്ക് കുറച്ചധികം ആക്സസുകളുടെ നോക്കാനുണ്ട്. IXS ആൻഡ് IYY ഒബ്വിയസ്ലി സെൻട്രോയിഡിൽ കൂടെ പാസ് ചെയ്യുന്ന ആക്സസുകളുടെ കേസ് എന്താണ്? ഇറ്റ് ഈസ് 0.11 r raised to 4. ഏതിൻ്റെ? ഈ സെൻട്രോയിഡൽ ആക്സിസിൽ കൂടെയാണ് പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഈ സെമി സർക്കുലർ ഡിസ്കിൻ്റെ സെൻട്രോയിഡ് എവിടെയായിരുന്നു? ഈ G എന്ന് പറയുന്നതിൻ്റെ കോർഡിനേറ്റ് എന്താണ്? 0,4r/3π ആണ് അല്ലേ, 0,4r/3π ആണ് ഈ ഒരു കേസിൽ. സോ അങ്ങനത്തെ ഒരു ആക്സിസ് കൂടെ പാസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ 0.11 r raised to 4 ആണ്. 0.11 r raised to 4 ഇതൊക്കെ അറിഞ്ഞിരിക്കണം, നമുക്ക് യൂസിൽ വരുന്നത്. ഇതെല്ലാ സംഭവങ്ങളും നമുക്ക് കോമ്പോസിറ്റ് ബോഡീസിൻ്റെ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഇതാ യൂസിലായിട്ട് വരും. സോ യു മസ്റ്റ് ലേൺ ഇറ്റ് ബൈ ഹാർട്ട്. ദർ ഇസ് നോ അതർ വേ. യു ജസ്റ്റ് ഹാവ് ടു റൈറ്റ് ഇറ്റ് ഔട്ട് ആൻഡ് യു വിൽ ഹാവ് ടു ബൈ ഹാർട്ട് ഇറ്റ് ഔട്ട്. ഓക്കെ, അതുപോലെ തന്നെ IAB ഈ ഒരു പെർട്ടിക്കുലർ ബേസിന് അബൌട്ടായിട്ട് അല്ലെങ്കിൽ ഡയമീറ്ററിന് അബൌട്ടായിട്ടാണ് നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് pi d raised to 4/128. അതെന്തുകൊണ്ടാണ്? കാരണം നമുക്കറിയാം ഒരു സർക്കിളിൻ്റെ pi d raised to 4/64 ആണ് അല്ലേ. അപ്പോൾ ഒബ്വിയസ്ലി അതിൻ്റെ മാസ് പകുതിയാക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏരിയ പകുതിയാക്കി കഴിഞ്ഞാൽ ആ റൊട്ടേറ്റ് ചെയ്യാനുള്ളതിൻ്റെ ഏരിയ പകുതിയായല്ലോ. സോ ഒബ്വിയസ്ലി മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ നമുക്ക് പകുതിയാവും. സോ pi d raised to 4/128 ഇതിനോട് ഇപ്പോൾ ഒരു 1/2 മൾട്ടിപ്ലൈ ചെയ്താലായില്ലേ, പകുതിയാക്കി കഴിഞ്ഞാൽ വി ഗെറ്റ് സെമി സർക്കുലർ ഡിസ്ക്സ് അല്ലെങ്കിൽ സെമി സർക്കുലർ ലാമിനയുടെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ നമുക്ക് കിട്ടും. ആ ഡയമീറ്ററിന് അബൌട്ടായിട്ടാണ് ഞാൻ റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് ഇസ് pi d raised to 4/128. സിമിലർലി IYY ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് pi d raised to 4/128 itself. അതായത് ഈ ഒരു ആക്സസ് ആണെങ്കിൽ ഈ ഒരു ആക്സസ് ആണെങ്കിൽ ഇറ്റ് ഇസ് ദ സെയിം തിങ് ഓൺലി. ആൻഡ് സെൻട്രോയിഡൽ XX ആക്സസ് ആണെങ്കിലാണ് നമുക്ക് പുതിയതായിട്ട് സംഭവം പഠിച്ചിരിക്കേണ്ടത്. അതാണ് 0.11 r raised to 4. സോ നമ്മൾ എന്താണ് സെമി സർക്കിളിൻ്റെ കേസിൽ പഠിച്ചു, അതുപോലെ തന്നെ സാധാരണ സർക്കിളിൻ്റെ കേസിലും പഠിച്ചു. നമ്മൾ സെമി സർക്കിളിൻ്റെ ഡയമീറ്ററിന് അബൌട്ടായിട്ടുള്ള ആക്സസ് ആണെങ്കിൽ ഇറ്റ് ഇസ് pi d raised to 4/128 ആൻഡ് ഈ YY ആക്സസ് ആണെന്നുണ്ടെങ്കിലും pi d raised to 4/128 ആണ്. ഓർത്തിരിക്കാൻ എളുപ്പത്തിന് സർക്കിളിൻ്റെ നേരെ പകുതിയാക്കി കഴിഞ്ഞാലാണ് നമുക്കിതാ ഈ ആക്സസുകൾക്ക് അബൌട്ടായിട്ട് കിട്ടുക. പിന്നെ നമുക്ക് പുതിയതായിട്ട് പഠിച്ചു വെക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ XX ആക്സിസ്, അതായത് സെൻട്രോയിഡിൽ കൂടെ പാസ് ചെയ്യുന്ന XX ആക്സിസ് ആണെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു റിമെമ്പർ ദിസ് 0.11 r raised to 4. ഇനി അടുത്തത് ഇറ്റ് ഇസ് എ ക്വാർട്ടർ സർക്കിൾ. നമുക്കറിയാം ക്വാർട്ടർ സർക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെമി സർക്കിൾ പകുതിയാക്കിയതാണ്. അപ്പോൾ ഈ ഒരു ഡയമീറ്ററിന് അബൌട്ടായിട്ട് എന്താണ് ഇതിൻ്റെ മാസ് പിന്നെയും പകുതിയായി. സോ വി ഹാവ് pi d raised to 4/256 അല്ലേ. പക്ഷേ ഇവിടെ മറ്റേ ഈ ആക്സിസ് YY ആക്സിസിന് അബൌട്ടായിട്ട് എടുക്കുമ്പോൾ ഇറ്റ് ഇസ് നോട്ട് ദ ഹാഫ് ഓഫ് ദിസ് വൺ. കാരണം നമുക്കറിയാം ഈ ഒരു കേസിൽ നമുക്ക് എൻറ്റയർ ബോഡി സിമെട്രിക്കലായിരുന്നു. അതായത് ഈ ആക്സിസിന് അബൌട്ടായിട്ട് ഈ ഒരു സെക്ഷനും ഈ ഒരു സെക്ഷനും അതുപോലെ തന്നെ ഈ ഒരു സെക്ഷനും എൻറ്റയർലി സിമെട്രിക്കലായിരുന്നു ഈ ഒരു ആക്സിസിന് അബൌട്ടായിട്ട്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ദർ ഇസ് എ ഡിഫറൻസ് ഇൻ മാസ് ഡിസ്ട്രിബ്യൂഷൻ. സോ നമുക്ക് അതിന് കാരണം എന്താണ്? കാരണം ഇവൻ്റെ സെൻട്രോയിഡ് എന്ന് പറയുന്നത് 4r/3π, 4r/3π ആണ് അല്ലേ. നമ്മുടെ ക്വാർട്ടർ സർക്കിളിൻ്റെ സെൻട്രോയിഡ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് 4r/3π, 4r/3π. സോ ഇറ്റ് ഇസ് നോട്ട് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് അബൌട്ട് ദാറ്റ് പെർട്ടിക്കുലർ ആക്സിസ്. symmetrically distributed about that axis. It is uniformly distributed. It is not symmetrically distributed. സോ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഈ ഒരു ഡയമീറ്ററിന് അബൌട്ട് ആയിട്ടുള്ള ആക്സിസിന് മാത്രമേ നമുക്ക് എന്ത് വരുന്നുള്ളൂ pi d raised to 4/256 വരുന്നുള്ളൂ. ബാക്കി രണ്ട് സെൻട്രോയിഡൽ ആക്സിസുകളുടെയും വാല്യൂ ഈ ഒരു സംഭവത്തിൻ്റെ പകുതിയാണ്, അതായത് 0.055 r raised to 4. ഇത് നമുക്കറിയാം ഇതിന് 0.11 ആയിരുന്നു. അപ്പോൾ അതിൻ്റെ മാസ് പകുതിയായി കഴിഞ്ഞാൽ ഒബ്വിയസ്ലി അതേ ആക്സിസ് കൂടെ റൊട്ടേറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് എന്തായിരിക്കും? പകുതിയായി കുറയും അല്ലേ. 0.055 r raised to 4 ആണ് ക്വാർട്ടർ സർക്കിളിൻ്റെ കേസിൽ. ഓൾറൈറ്റ്, അത് ഓർത്ത് വയ്ക്കുക. സോ അതാ പറഞ്ഞത്, സർക്കിൾ അറിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക്കലി നമുക്ക് ഓർമ്മ നിൽക്കും.
ബാക്കിയെല്ലാം വിഷയമുള്ള കാര്യമല്ല. അതുപോലെ തന്നെ ഇതും ഓർത്ത് വയ്ക്കുക. ഇത് ഓർത്ത് വയ്ക്കാനുള്ള ട്രിക്ക് എന്തായിരുന്നു? പാരലൽ ആയിട്ടുള്ള സൈഡ് മൾട്ടിപ്ലൈഡ് ബൈ പെർപെൻഡിക്കുലർ സൈഡിൻ്റെ ക്യൂബ് ഡിവൈഡ് ബൈ 12. ഓക്കെ. സോ അടുത്തെന്ന് പറഞ്ഞാൽ ട്രയാങ്കിളിൻ്റെ കേസ് എടുത്തു. ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ സപ്പോസ് ഈ ട്രയാങ്കിളിൻ്റെ ബേസിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ബി ആണെന്നുണ്ടെങ്കിൽ ഈ വേർട്ടെക്സ്, ഈ ഒരു പെർട്ടിക്കുലർ വെർട്ടെക്സിന് അബൌട്ടായിട്ടാണ് ഞാനിതിനെ റൊട്ടേറ്റ് ചെയ്യുന്നത്. എന്താ ഇങ്ങനെയാണ്, അതായത് ഈ ഒരു സംഭവം ഇങ്ങനെ ആണ് റൊട്ടേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ഇതാ നമ്മൾ ഇങ്ങനെയാണ് ഫ്ലിപ്പ് ചെയ്യുക, അബൌട്ട് ദാറ്റ് വേർട്ടെക്സ് ആണ് റൊട്ടേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ the moment of inertia is equal to bh cube divided by 4, where h is the total height of this particular thing. അതായത് h എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള ഹൈറ്റ് ആണ്. ഈ ഹൈറ്റ് ഓഫ് ദിസ് എൻറ്റയർ ട്രയാങ്കിൾ ആണ് h എന്ന് പറയുന്നത്. അപ്പോൾ വേർട്ടെക്സിന് അബൌട്ടായിട്ടാണ് റൊട്ടേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ is equal to bh cube by 12. സെൻട്രോയിഡിന് അബൌട്ടായിട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഈ ഒരു സെൻട്രോയിഡൽ ആക്സിസിന് അബൌട്ടായിട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ഈ ഒരു സെൻട്രോയിഡൽ ആക്സിസിന് അബൌട്ടായിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നത് ഇറ്റ് ഈസ് bh cube by 36. bh cube by 36, where h is the distance of the centroid from the vertex. It's not from the base, it is from the vertex, it is h. Okay, clear aanallo? I think this is going to be h only. 1 second. Yeah, ഇതായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഈ എ ബി എന്ന് പറഞ്ഞിട്ടുള്ള ആക്സിസിന് അബൌട്ടായിട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി bh cube by 12 ഓൺലി. ക്ലിയർ ആണല്ലോ? ഈ ഒരു ആക്സിസിന് അബൌട്ടായിട്ടാണ് ഇതിനെ നമ്മൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് bh cube divided by 12. അപ്പോൾ ഈ 5 ഫിഗറുകളുടെയും ജനറൽ കേസുകൾ നമുക്ക് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അടുത്ത വരാൻ പോകുന്ന സംഭവങ്ങളുടെ പ്രൂവ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇറ്റ് ഇസ് നോട്ട് ഈസി ടു പ്രൂവ് ഓൾ ദീസ് തിങ്സ് ബൈ യൂസിങ് ദിസ് ഇൻറ്റഗ്രേഷൻ, റൈറ്റ്? അതായത് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? അതായത് ഇവിടെയാണെന്നുണ്ടെങ്കിൽ വി ടേക്ക് എ സ്ട്രിപ്പ് ലൈക്ക് ദിസ് ആൻഡ് അതായത് ഈ എന്താ പറയുക, ഈ സ്ട്രിപ്പിനെ എന്നിട്ട് നമ്മൾ ഓരോ സ്ട്രിപ്പിനെ ds തിക്നെസ് ഉള്ള സ്ട്രിപ്പ് എടുത്തിട്ട് ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ ടു ഡു ദാറ്റ്. ഓക്കെ, സോ ഈ റിസൾട്ടുകൾ ഓർത്ത് വയ്ക്കുക ആൻഡ് യൂസിങ് ദാറ്റ് വി ക്യാൻ യൂസ് ദ കോൺസെപ്റ്റ് ടു സോൾവ് ഓൾ ദ പ്രോബ്ലംസ്. അടുത്തൊരു ഐഡിയ എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ഗൈറേഷൻ ആണ്. റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോസ് യു ഹാവ് എൻ ഏരിയ എ ആൻഡ് ഒരു ആക്സിസ് ആർ ലെങ്ത് ഉണ്ട്, ആ ഒരു പെർട്ടിക്കുലർ സംഭവം ഒരു ആക്സിസിന് അബൌട്ടായിട്ട് എടുക്കുമ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഇത് ഞാൻ റൊട്ടേറ്റ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ അതിനൊരു മൊമെന്റ് ഓഫ് ഇനർഷ്യ ഉണ്ടാവുമല്ലോ. ആൻഡ് ദാറ്റ് മൊമെന്റ് ഓഫ് ഇനർഷ്യ ഇസ് ഈക്വൽ ടു ദാറ്റ് പെർട്ടിക്കുലർ ഏരിയ മൾട്ടിപ്ലൈഡ് ബൈ ദ ഡിസ്റ്റൻസ് ഇൻ സ്ക്വയർ, റൈറ്റ്? സോ ഇറ്റ് ഹാസ് എ മൊമെന്റ് ഓഫ് ഇനർഷ്യ. സോ ആ മൊമെന്റ് ഓഫ് ഇനർഷ്യ എനിക്ക് അതേപോലെ കിട്ടണം വെൻ ഇറ്റ് ഈസ് കൺവേർട്ടഡ് ടു എ റോഡ് ഓർ സ്ട്രിപ്പ് ഓഫ് ഏരിയ എ. അങ്ങനെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഞാൻ ആ സ്ട്രിപ്പ് അതേ ആക്സിസിൽ നിന്നും എത്ര ദൂരത്തേക്ക് കൊണ്ടുവയ്ക്കണം? ആ ദൂരമാണ് നമ്മുടെ റേഡിയസ് ഓഫ് ഗൈറേഷൻ. So the radial distance to a strip would have the same moment of inertia, the same as the body's actual distribution of mass if the total mass of the body was concentrated there. അതായത് ഈ ഒരു എൻറ്റയർ ഏരിയ ഞാനൊരു സ്ട്രിപ്പിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ at what distance should I keep this particular strip about that same axis so that I get the same moment of inertia that I was getting when it was at a distance r in this body's case. ഞാൻ ഈ ഒരു ബോഡി എത്ര ഡിസ്റ്റൻസിൽ വെക്കണം സോ ആസ് ടു ഗെറ്റ് ദി സെയിം മൊമെന്റ് ഓഫ് ഇനർഷ്യ m is equal to a into r square. സോ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്താവും? a into k square, where k is the distance of that particular strip from the axis that we are considering. I is equal to a k square. Therefore k, അതായത് ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് √i/a ആണ്. ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ തിങ് ഡിവൈഡഡ് ബൈ ഏരിയയുടെ സ്ക്വയർ റൂട്ട് ആണ്. സോ ദിസ് ഇസ് എ തിയറട്ടിക്കൽ തിങ് ആൻഡ് ഇറ്റ് മൈറ്റ് ബി ആസ്ക്ഡ് ഫോർ 3 marks question or something. You just have to learn this particular definition and you just have to write this, nothing else, nothing much important than that. അടുത്തെന്ന് പറഞ്ഞാൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 സാധനങ്ങളാണ്. അത് 2 തിയറംസ് ആണ് ആൻഡ് ആ 2 തിയറംസും നമുക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആൻഡ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ ഈ തിയറംസ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ പ്രൊസീഡ് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് വൺ ഇസ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. ഫസ്റ്റ് നമുക്ക് ആ സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിക്കാം. ഇഫ് ixx ആൻഡ് iyy ആർ ദ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എൻ ഏരിയ അബൌട്ട് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആക്സിസ് xx ആൻഡ് yy in the plane of the area, then moment of inertia about zz axis which is perpendicular to xx and yy and passing through point of intersection of this axis is given by izz is equal to ixx plus iyy. അതായത്
എക്സ് എക്സും വൈ വൈയും നമ്മുടെ എടുത്തിരിക്കുന്ന ബോഡിയുടെ, ഓക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്, 1 സെക്കൻഡ്. എക്സ് എക്സും വൈ വൈയും നമ്മൾ എടുത്തിരിക്കുന്ന ബോഡിയുടെ പ്ലെയിനിലുള്ള മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസുകളാണ്. ആൻഡ് സെഡ് സെഡ് എന്ന് പറയുന്ന ആക്സിസ് ഇസ് പാസിംഗ് ത്രൂ ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ദീസ് ടു ആക്സിസ് ആൻഡ് ഇസ് മ്യൂച്വലി പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ അറ്റ് വിച്ച് ദിസ് ഇസ് സിറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ വി ക്യാൻ യൂസ് IZZ is going to be equal to the moment of inertia about x-x axis and moment of inertia about y-y axis, and this particular theorem is valid only for planar bodies. So this is the perpendicular axis theorem. So you have to learn the statement. It's nothing, it's just that if x-x and y-y are mutually perpendicular axis in the plane of the area that is considered, the moment of inertia about zz axis perpendicular to both x-x and y-y and passing through the intersection of x-x and y-y is equal to ixx plus iyy. We can just add the moment of inertia about that particular thing. Alright, that is perpendicular axis theorem. This 3D bodyകൾക്ക് valid അല്ല, and we don't have 3D bodies to learn in our syllabus, so it's not a big tension. Yeah, so that's it. അടുത്തെന്ന് പറഞ്ഞാൽ പാരലൽ ആക്സിസ് തിയറം ആണ്. ഇറ്റ് ഈസ് എ ട്രാൻസ്ഫർ തിയറം. ഈ ഒരു സംഭവം മെൻഷൻ ചെയ്യണം. ഇറ്റ് ഈസ് എ ട്രാൻസ്ഫർ തിയറം വിച്ച് സ്റ്റേറ്റ്സ് ദാറ്റ് ഇഫ് IG is the moment of inertia of a body, IG എന്തായിരുന്നു? സെൻട്രോയിഡൽ ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ അല്ലേ? If IG is the moment of inertia about the centroidal axis in the plane of lamina, then the moment of inertia about any axis which is parallel to the centroidal axis and at a distance h from the centroid is given as IAB is equal to IG, that is the moment of inertia about the centroidal axis, plus area of the body multiplied by the distance of that particular axis from the centroidal axis. അതായത് എനിക്കിപ്പോൾ ഒരു ജനറൽ ബോഡി ഉണ്ട് വിത്ത് എൻ ഏരിയ എ, ആൻഡ് ഇതിൻ്റെ സെൻട്രോയിഡൽ ആക്സിസിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന മൊമെന്റ് ഓഫ് ഇനേർഷ്യ IG ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇഫ് ഐ നീഡ് ടു കാൽക്കുലേറ്റ് ദ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ സെയിം ബോഡി അബൌട്ട് അനദർ ആക്സിസ് ദാറ്റ് ഈസ് പാരലൽ ടു ദ സെൻട്രോയിഡൽ ആക്സിസ്, സെൻട്രോയിഡൽ ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഒരു ആക്സിസ് ഉണ്ടെന്നുണ്ടെങ്കിൽ the moment of inertia is going to be centroidal axis il koodeyulla moment of inertia plus area into that distance of that particular axis from our centroidal axis in the square. Clear aanallo? So this is the parallel axis theorem. Definition namukku aranjirikkanam. Ee figure adupole thanne ee endana expression namukku എഴുതാൻ പറ്റിയിരിക്കണം. സോ ഇത് രണ്ടുമാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട തിയറംസ് എന്ന് പറയുന്നത്. ആൻഡ് ഈ പാരലൽ ആക്സിസ് തിയറത്തിന് ഒരു പ്രൂഫ് ഉണ്ട്, ആൻഡ് ഇഫ് യു വോണ്ട് ദാറ്റ് യു ക്യാൻ ഗോ ത്രൂ ഇറ്റ് ഫ്രം യുവർ ടെക്സ്റ്റ് ബുക്ക് ഓർ സംതിങ്. ഇറ്റ്സ് ദെയർ. വലിയ കാര്യമായിട്ടുള്ളതൊന്നും ഇല്ല, ലൈക്ക് മനസ്സിലാക്കാനായിട്ടുള്ളതൊന്നും ഇല്ല അതിനകത്ത്. സോ ഇഫ് യു വോണ്ട് യു ക്യാൻ ഗോ ത്രൂ, ഓർ എൽസ് you just can study this particular statement and you can write this particular expression for that, including this figure. Okay. Steps involved in calculating moment of inertia of figures. സോ നമ്മൾ സെൻട്രോയിഡ് ഡിസ്കസ് ചെയ്തപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു, അതായത് ഒരു പ്രോബ്ലം കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ബേസിക്കലി കോമ്പോസിറ്റ് ബോഡീസ് സെൻട്രോയിഡ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കണം. അപ്പോൾ അങ്ങനെ ഒരു കോമ്പോസിറ്റ് ബോഡി കണ്ടു കഴിഞ്ഞാൽ ഞാൻ ആദ്യം എന്ത് ചെയ്യും? സ്പ്ലിറ്റ് ചെയ്യും. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് തിങ് ഐ ഡു ഹിയർ ആസ് വെൽ. സെൻട്രോയിഡ് കണ്ടുപിടിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു സ്പ്ലിറ്റ് ഇറ്റ് ഇൻ ടു സെപ്പറേറ്റ് പീസസ് വേർ വി നോ ദ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓർ വാട്ട് എവർ ദ സ്റ്റാൻഡേർഡ് ആയിട്ട് നമുക്ക് അറിയാവുന്ന ഷേപ്പുകളിലേക്ക് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുക. സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവരുടെ വിൽ go through it, we'll understand it from the problem that is being solved, so you'll get a better idea of how to solve, but still I'll just go through it. That is, split the figure into standard shapes and locate its centroid, calculate area, അതായത് ആ ആൾക്കാരുടെ ഇൻഡിവിജ്വൽ ഏരിയാസ് കാൽക്കുലേറ്റ് ചെയ്യുക, ആൻഡ് ഡിസ്റ്റൻസ് ഓഫ് ഫിഗേഴ്സ് സെൻട്രോയിഡൽ ആക്സിസ് ഫ്രം ദ റിക്വയർഡ് ആക്സിസ്. ഞാൻ പറഞ്ഞു നമുക്ക് ചിലപ്പോൾ സെൻട്രോയിഡൽ ആക്സിസിന് അബൌട്ട് ആയിട്ട് മൊമെന്റ് ഓഫ് ഇനേർഷ്യ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയും, ചിലപ്പോൾ XX അല്ലെങ്കിൽ XY ആക്സിസിന് അബൌട്ട് ആയിട്ട് മൊമെന്റ് ഓഫ് ഇനേർഷ്യ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയും, അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ആക്സിസ് വന്നിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ അടുത്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയും. സോ ആ ഒരു ആക്സിസുകൾ, അതായത് ഗിവൺ ആയിട്ടുള്ള ആക്സിസുകളിൽ നിന്ന് നമ്മുടെ സെൻട്രോയിഡൽ ആക്സിസിലേക്കുള്ള ഡിസ്റ്റൻസ് നമ്മൾ മെഷർ ചെയ്യണം. ദെൻ യൂസിങ് നോൺ റിസൾട്ട്, അതായത് നമ്മൾ ഈ ഒരു സംഭവങ്ങൾ നമ്മുടെ ഈ നമുക്ക് അറിയാവുന്ന റിസൾട്ടുകളും പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ പാരലൽ ആക്സിസ് തിയറം ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഫൈൻഡ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ദ റിക്വയർഡ് ആക്സിസ്. ഓക്കെ. So coming to the first problem, calculate the moment of inertia of angle section about x and y axis. ഈ ഒരു L പോലത്തെ ഷേപ്പിനാണ് ഒരു ആംഗിൾ സെക്ഷൻ എന്ന് പറയുന്നത്.
ഈ നമുക്ക് തന്നിരിക്കുന്ന ഈ ഫിഗറിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ വേണം നമുക്ക് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആൻഡ് വൈ ആക്സിസ്. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞത്. ഈ സ്റ്റേറ്റ്മെൻറ്റ് ചിലപ്പോൾ എക്സ് ആൻഡ് വൈ ആക്സിസിന് പകരം വേറെ ഏതെങ്കിലുമൊക്കെ ആവും. അതായത് സെൻട്രോയിഡൽ ആക്സിസ് ആവണമെങ്കിൽ സെൻട്രോയിഡൽ ആക്സിസ് ആവാം, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഈ ഒരു പെർട്ടിക്കുലർ സംഭവത്തിൻ്റെ ബേസ് എടുത്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയാം. സോ ആക്സിസുകൾ നമുക്ക് ക്വസ്റ്റനിൽ മാറി മാറി തരാം. ആൻഡ് ആക്സിസ് ഏതായി കഴിഞ്ഞാലും നമുക്ക് ഈ പറഞ്ഞ പോലെ പാരലൽ ആക്സിസ് തിയറം യൂസ് ചെയ്തിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നത് തന്നെയായിരിക്കും. ഓക്കെ, സോ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന എക്സ് ആൻഡ് വൈ ആക്സിസിന് അബൌട്ടായിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കോമ്പോസിറ്റ് ഫിഗർ കിട്ടിക്കഴിഞ്ഞാൽ വാട്ട് ഷുഡ് ബി ഫസ്റ്റ് ടു സ്പ്ലിറ്റ് ദ ഫിഗർ ഇൻ ടു സ്റ്റാൻഡേർഡ് ഷേപ്സ് ആൻഡ് ലൊക്കേറ്റ് ഇറ്റ് സെൻട്രോയിഡ്. ഞാനിത് കണ്ടപ്പോൾ എനിക്ക് ഫസ്റ്റ് തിങ് വാട്ട് ഐ അണ്ടർസ്റ്റുഡ് ഇസ് ദാറ്റ് ഓക്കെ ഫൈൻ, ഇതെന്താണ്, ഇത് രണ്ട് റെക്ടാങ്കിൾ ആണെന്ന് മനസ്സിലായി. റെക്ടാങ്കിൾ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? ഒന്നില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ മുറിക്കാം അല്ലേ, ഒന്നില്ലെങ്കിൽ നമുക്ക് ഇതിനെ ഇങ്ങനെയും ഇങ്ങനെയായിട്ട് മുറിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ സംഭവത്തിന് നമുക്ക് ഇങ്ങനെയും അതുപോലെ തന്നെ ഇങ്ങനെയായിട്ട് മുറിക്കാം അല്ലേ. ഡോണ്ട് മേക്ക് ദ മിസ്റ്റേക്ക് ഓഫ് ലൈക്ക് ഓക്കെ ഇങ്ങനെ എടുത്തു അപ്പോൾ ഈ ഒരു പീസ് എക്സ്ട്രാ ആയില്ല, അങ്ങനെ മുറിക്കരുത്. രണ്ട് കംപ്ലീറ്റ് ഫിഗേഴ്സ് ആയിട്ട് വേണം മുറിക്കാൻ. ഓക്കെ, കംപ്ലീറ്റ് പ്രോപ്പർ ഫിഗർ ആയിട്ട് വേണം നമ്മൾ മുറിക്കാൻ, അതായത് എക്സ്ട്രാ പീസുകളൊന്നും പാടില്ല. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും മുറിച്ചു, രണ്ടും സെപ്പറേറ്റ് ആക്കി. ദെൻ ലൊക്കേറ്റ് ഇറ്റ് സെൻട്രോയിഡ്സ്. ഓക്കെ ഫൈൻ. സോ ഫസ്റ്റ് ഫിഗർ ഞാൻ നോക്കിയപ്പോൾ നമുക്കറിയാം റെക്ടാങ്കിളിൻ്റെ സെൻട്രോയിഡ് എവിടെയായിരുന്നു? B/2 D/2ലാണ്. ഓക്കെ, ഇത് എത്ര നമുക്ക് തന്നിരിക്കുന്നത്? 10. അപ്പോൾ 10ൻ്റെ പകുതി 5ൽ, വൈ ആക്സിസ് എവിടെയാണ്? 2ൻ്റെ പകുതി 1ൽ. സോ ദിസ് ഈസ് ഗോയിങ് ടു ബി G ഈസ് ഗോയിങ് ടു ബി വാട്ട് ഇസ് ഇറ്റ് 5,1 അല്ലേ, 5,1 ആയിരിക്കും G എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഞാൻ അടുത്തത് ഈ റെക്ടാങ്കിളിൽ ഞാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ദിസ് ഇസ് 10 ആൻഡ് 10ൻ്റെ പകുതി എത്രയാണ്? 5 വരും. ആൻഡ് ദിസ് ഇസ് 2 ആൻഡ് ദിസ് ഇസ് 1. സോ ദിസ് ഇസ് ഗോയിങ് ടു ബി 1,5 അല്ലേ? നോ, ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. അതാണ് ഞാൻ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് എന്ന് പറയുന്നത്. വി ഷുഡ് നോട്ട്, അതായത് ഇവിടെ നമുക്ക് 10 തന്നിട്ടുണ്ട്, എന്ന് വെച്ചിട്ട് നമ്മൾ ചാടി കയറി ഓക്കെ ഇതിൻ്റെ പകുതിയിലായിരിക്കും അങ്ങനെ എടുത്ത് ചെയ്യരുതെന്ന്. നമ്മൾ സ്പ്ലിറ്റ് ആക്കി കഴിഞ്ഞപ്പോൾ നമുക്ക് ബാക്കി വന്ന റെക്ടാങ്കിൾ ഇതാണ്, നമ്മുടെ ആക്ച്വൽ ഫിഗർ ഇതാണ്. ആൻഡ് നമ്മൾ സെൻട്രോയിഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ ഒരു ഫിഗറിൻ്റെയാണ്. അപ്പോൾ ഈ ഫിഗറിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 8ആണ്. സോ അപ്പോൾ അതിൻ്റെ B/2ലും H/2ലുമാണ് ആ ഒരു പെർട്ടിക്കുലർ ഫിഗറിൻ്റെ സെൻട്രോയിഡ് വരുന്നത്. സോ 8ൻ്റെ പകുതി എത്രയാണ്? 4ആണ്. 2ൻ്റെ പകുതി 1ആണ്. സോ ഇത് ഈ ഒരു ഫിഗറിൻ്റെ സെൻട്രോയിഡ് വരുന്നത് ഇറ്റ്സ് ഗോയിങ് ടു ബി 1,4ലാണ്. ഇറ്റ്സ് നോട്ട് 1,5. സോ ആ ഒരു മിസ്റ്റേക്ക് വരുത്തരുത്. കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞ് കിട്ടുന്ന ഫിഗറിൻ്റെയാണ് നമ്മൾ സെൻട്രോയിഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ നമുക്ക് രണ്ട് സെൻട്രോയിഡ് കിട്ടി. X1 എന്ന് പറയുന്നത് ഓക്കെ, സോ ഞാൻ ഈ ഒരു ഫിഗറിനെയാണ് 1 എന്ന്, ഈ ഒരു ഫിഗറിനെ ഞാൻ 2 എന്ന് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ X1 എന്ന് പറയുന്നത് 1 ആണ്. Y1 എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു 8ൻ്റെ പകുതി 2ആണ്. സോ ഇവിടെ ഒരു 4 ഉണ്ട്. പിന്നെ ഈ ഒരു ആക്സിസിന് അബൌട്ടായിട്ട് അതാണ് പറഞ്ഞത്, നമ്മൾ എപ്പോഴും സെൻട്രോയിഡ് ആണ് ആദ്യം നമ്മൾ പഠിച്ചു വെച്ചിരുന്നത്, ഇവിടെ നമുക്ക് യൂസ് വരുന്നത് കണ്ടോ. അതായത് നമ്മൾ ഈ ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സെൻട്രോയിഡ് നമ്മൾ എവിടെ നമ്മൾ ഈ ഒരു ആക്സിസിന് അബൌട്ടായിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എത്രയും വരിക? ഈ 4 ആദ്യം നടക്കണം, അതുപോലെ തന്നെ ഈ 2ഉം കൂടി നടന്നു കഴിഞ്ഞാൽ മാത്രമേ ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന റിക്വയർഡ് ആക്സിസിന് അബൌട്ടിലേക്ക് എനിക്ക് എത്താൻ പറ്റുള്ളൂ. സോ വി ഹാവ് y1 is equal to 4 plus 2, that is 6 millimeter, and area is equal to 2 into 8, that is 16 mm square. Similarly X2ൻ്റെയും വാല്യൂസ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് calculate the area and distance of figures centroidal axis from the required axis. ഓക്കെ, ഞാൻ ഏരിയ കാൽക്കുലേറ്റ് ചെയ്തു, ആ സ്റ്റെപ്പ് കഴിഞ്ഞു ആക്ച്വലി. അടുത്തത് നമുക്ക് വേണ്ട മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് അബൌട്ട് XX ആക്സിസ് ആൻഡ് YY ആക്സിസ് ആണ് അല്ലേ. അപ്പോൾ XX ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് ഈ ഒരു പെർട്ടിക്കുലർ ഫിഗറിന്റെ X ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ പ്ലസ് ഈ ഒരു ഫിഗറിന്റെ X ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ രണ്ടിന്റെയും സമ്മല്ലേ. കാരണം നമ്മൾ അറ്റ് ലാസ്റ്റ് നമ്മൾ എന്താണ് കണ്ടുപിടിക്കുന്നത്? ഈ ഒരു എൻറ്റയർ കോമ്പോസിറ്റ്, ഈ ഒരു മൊത്തം സാധനം X ആക്സിസിന് അബൌട്ട് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിന് എത്രത്തോളം മൊമെന്റ് ഓഫ് ഇനേർഷ്യ കിട്ടുന്നുണ്ടെന്നാണ്. സോ ഞാനിത് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാലും ഈ ഒരാളുടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് X ആക്സിസ്, അതുപോലെ തന്നെ ഈ ഒരാളുടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് X ആക്സിസ് രണ്ടും കൂടി കൂട്ടിയാൽ മാത്രമേ എനിക്ക് ഈ ഒരു എൻറ്റയർ ഫിഗറിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് X ആക്സിസ് കിട്ടുള്ളൂ. സോ ദാറ്റ് ഈസ് വാട്ട് ഐ എം ഡൂയിങ് ഹിയർ ആസ് വെൽ. The entire moment of inertia about x-axis is let us name it as Ixx. That is equal to ഈ ഒരു ആളുടെ X ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ പ്ലസ് ഈ രണ്ടാമത്തെ ആളുടെ X ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ. സിമിലർലി Y ആക്സിസിൽ നമ്മൾ അങ്ങനെ തന്നെ ആഡ് ചെയ്താലാണ് നമുക്ക് മുഴുവനായിട്ടുള്ള ഫിഗറിന്റെ നമുക്ക് ആവശ്യമുള്ള ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ കിട്ടുക. സോ വാട്ട് ഡിഡ് വി ഡു? വി സ്പ്ലിറ്റ് ഇറ്റ് ഇൻ ടു ഹാഫ്സ്, വി ഫൗണ്ട് ഔട്ട് ഇറ്റ് സെൻട്രോയിഡ്സ്, വി ഫൗണ്ട് ദ ഏരിയാസ്,
Now we are calculating the moment of inertia. So ഈ ആദ്യത്തെ ആളുടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് എക്സ് എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ അബൌട്ട് എക്സ് എക്സ് ആക്സിസ് എങ്ങനെയാണ് നമുക്ക് നോക്കുക? ഈ ഒരു പെർട്ടിക്കുലർ ആളുടെ ഈ ഒരു ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പാരലൽ ആക്സിസ് തിയറം എന്താണ് പറയുന്നത്? അതർ ദാൻ ദ സെൻട്രോയിഡൽ ആക്സിസ്. ഇയാളുടെ സെൻട്രോയിഡൽ ആക്സിസ് ഏതാ? ഇതാണ് അല്ലേ, ഈ റെഡ് ആയിട്ട് മാർക്ക് ചെയ്തതാണ് ഇയാളുടെ സെൻട്രോയിഡൽ ആക്സിസ്. ഈ സെൻട്രോയിഡൽ ആക്സിസ് അല്ലാതെ വേറെ ഏതെങ്കിലും ആക്സിസിന് അബൌട്ട് ആയിട്ടാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, പ്രൊവൈഡഡ് ദാറ്റ് ഇറ്റ് ഇസ് പാരലൽ ടു അവർ സെൻട്രോയിഡൽ ആക്സിസ്, വി യൂസ് പാരലൽ ആക്സിസ് തിയറം അല്ലേ. അപ്പോൾ നമുക്ക് വേണ്ടത് എക്സ് ആക്സിസിന് അബൌട്ട് ആയിട്ടാണ്. ആ ഒരു എക്സ് ആക്സിസ് നമ്മുടെ ആളുടെ സെൻട്രോയിഡൽ ആക്സിസിന് പാരലൽ ആണ്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് എന്താണ്? പാരലൽ ആക്സിസ് തിയറാണ്. സോ ഈ ഒരാളുടെ എക്സ് ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് എന്താണ്? ഐ ജി, അതായത് അതിൻ്റെ സെൻട്രോയിഡൽ ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ പ്ലസ് ഏരിയ ഓഫ് ദിസ് പെർട്ടിക്കുലർ തിങ് മൾട്ടിപ്ലൈഡ് ബൈ ഈ ഡിസ്റ്റൻസ്, ഈ h1 അല്ലെങ്കിൽ ഓക്കെ ഹിയർ ഇറ്റ് ഇസ് ഗിവൺ ആസ് y1. സോ നമുക്കിവിടെ ഈ ഒരു ഡിസ്റ്റൻസ് ഓക്കെ ആണല്ലോ, അതിൻ്റെ സ്ക്വയർ. സോ ഐ ജി പ്ലസ് എ ഇൻറ്റു y1 സ്ക്വയർ ആണ് ഈ ഒരാളുടെ എക്സ് ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ. ആൻഡ് ഐ ജി ഇതിൻ്റെ പെർട്ടിക്കുലർ കേസിൽ എന്താ? ഓക്കെ, ഞാൻ ഈ ആക്സിസിന് അബൌട്ട് ആയിട്ട് ഈ ആക്സിസിന് അബൌട്ട് ആയിട്ടാണ് എടുക്കുന്നത്. സോ ആക്സിസിന് പാരലൽ ആയിട്ടുള്ള സൈഡ് ദാറ്റ് ഈസ് 10 മൾട്ടിപ്ലൈഡ് ബൈ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള സൈഡിൻ്റെ ക്യൂബ് ഡിവൈഡഡ് ബൈ 12. അതാണ് ഐ ജി. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, കണ്ട ഐ ജി പ്ലസ് എ. ഫസ്റ്റ് ഫിഗർ ഈ ഫിഗറിൻ്റെ ഏരിയ നമുക്ക് എത്ര കിട്ടിയിരുന്നത്? ഈ ഫിഗറിൻ്റെ ഏരിയ നമുക്ക് കിട്ടിയത് വെരി ഇറ്റ് 20 mm സ്ക്വയർ ആണ്. സോ ഈ ഒരു പെർട്ടിക്കുലർ സംഭവം പ്ലസ് 20 ആണ് എന്ത്? നമ്മുടെ ഈ ഒരാളുടെ എക്സ് ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ. ഓക്കെ, എനിക്ക് തോന്നുന്നു ഇവിടുത്തെ നെയിമിംഗ് ഒന്ന് തെറ്റിയിട്ടുണ്ട്. അതായത് ഇത് നമ്മളൊക്കെ പ്രോബ്ലം ചെയ്തപ്പോൾ ഇതിനെ നമ്മൾ 1 ആയിട്ട്, ഈ ഒരു പെർട്ടിക്കുലർ സംഭവത്തിന് ഇതിനെയാണ് നമ്മൾ 1 ആയിട്ട് എടുത്തിരിക്കുന്നത്, ആൻഡ് ഇത് നമ്മൾ 2 ആയിട്ടാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത് ക്ലിയർ, അത് ഐഡിയ മനസ്സിലായെന്ന് വെച്ചാൽ നെയിമിങ്ങിൽ വന്ന ചെറിയൊരു ഇഷ്യൂ ആണ്. സോ ഈ ആദ്യത്തെ ആളുടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് എക്സ് ആക്സിസ് എന്ന് പറയുന്നത് ഐ ജി പ്ലസ് എ ഇൻറ്റു അവൻ്റെ സെൻട്രോയിഡൽ ആക്സിസിലേക്കുള്ള ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ, ആൻഡ് ദാറ്റ് ഈസ് 80/12 + 20 എന്ന് ഞാൻ അങ്ങനെ തന്നെ വെച്ചു. കാരണം നമുക്കറിയാം അത് ആ കാൽക്കുലേഷൻ്റെ കുറച്ചൊരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. കാരണം ഐ നോ ദ ഫാക്ട് ദാറ്റ് ഇവിടെയും ഈ പറഞ്ഞ പോലെ ഇങ്ങനെ എന്തോ ബൈ 12 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫാക്ടർ നമുക്ക് കിട്ടും. അപ്പോൾ എനിക്കത് ഫ്രാക്ഷൻ വൈസ് ആഡ് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വെച്ചത്. ഫൈനൽ ആൻസർ കണ്ടുപിടിക്കുക എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. അതായത് ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ മുന്നോട്ട് പോകാം, ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ. അപ്പോൾ രണ്ടാമത്തെ ആളുടെ സെൻട്രോയിഡൽ എക്സ് ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഞാൻ എന്താണ്? ഐ ജി. ഇയാളുടെ സെൻട്രോയിഡൽ ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്താണ്? ഈ ഒരു ലെങ്ത് എന്ന് പറയുന്നത് ഇതിന് പാരലൽ ആയിട്ടുള്ള സൈഡ് അത് എത്രയാണ്? 2 ആണ് അല്ലേ. 2 × ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള സൈഡിൻ്റെ ക്യൂബ്, ദാറ്റ് ഈസ് 8 ക്യൂബ് ഡിവൈഡഡ് ബൈ 12. ശരിയാണോ? യെസ്, ദാറ്റ് ഈസ് വാട്ട് ഈസ് റിട്ടൺ ഹിയർ ആസ് വെൽ. 2 × 8 ക്യൂബ് ഡിവൈഡഡ് ബൈ 12 പ്ലസ് എ ദാറ്റ് ഈസ് 16 × ഈ ലെങ്ത് എത്രയാണ്? ഇതിൻ്റെ സെൻട്രോയിഡൽ ആക്സിസിലേക്കുള്ള ലെങ്ത് എത്രയാണ്? 4 + 2 അതായത് 6. സോ into 6 square that is 36. Yeah, that's it. So we get equation 1 and 2 നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 1 + 2 gives ixx. അതായത് ഈ ഒരു എൻറ്റയർ ഫിഗറിൻ്റെ എക്സ് ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് ഈ ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ആണ്, ദാറ്റ് ഈസ് 688 cm⁴. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. സോ വാട്ട് ഡിഡ് ഐ ഡു അറ്റ് ഫസ്റ്റ്? ഐ സ്പ്ലിറ്റ് ഇറ്റ് ഇൻടു ഡിഫറെൻറ്റ് ഫിഗേഴ്സ്, ഫൗണ്ട് ദ സെൻട്രോയിഡ്, ഫൗണ്ട് ദെയർ ഏരിയാസ്, ആൻഡ് നമ്മൾ എന്താണ് റിക്വയർഡ് ആയിട്ടുള്ള പാരലൽ ആക്സിസ് തിയറം യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്തു. നമുക്കറിയാം എക്സ് ആക്സിസിൻ്റെ എൻറ്റയർ ബോഡിയുടെ എന്ന് പറഞ്ഞാൽ ഈ സ്പ്ലിറ്റ് ചെയ്ത രണ്ടാൾക്കാരുടെയും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് എക്സ് ആക്സിസിൻ്റെ സമ്മാണ്. ആൻഡ് ഇൻഡിവിജ്വൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് എക്സ് ആക്സിസ് എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? യൂസിങ് പാരലൽ ആക്സിസ് തിയറം. കാരണം നമുക്ക് അവരുടെ സെൻട്രോയിഡൽ ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യാസ് അറിയാം, ആൻഡ് that particular thing added with a into that distance of that particular figure's centroidal axis from our required axis നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ആവശ്യമുള്ള ഫൈനൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കിട്ടും. സിമിലർലി നമ്മൾ എന്ത് ചെയ്തു? വൈ ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ളതും കാൽക്കുലേറ്റ് ചെയ്തു. ആൻഡ് എന്താണിതാ ഐ ജി പ്ലസ് എ ഇൻറ്റു x1 സ്ക്വയർ. ഈ ആദ്യത്തെ ആളെന്ന് പറഞ്ഞാൽ ഐ ജി ഈ ഒരു ഇതിന് അബൌട്ടായിട്ട്. സോ വി 2 ×
10 cube divided by 12 വരും പ്ലസ് ഏരിയ ദാറ്റ് ഇസ് 20 ഇൻറ്റു വാട്ട് ഇസ് ഇറ്റ്, ഹൗ മച്ച് ഇസ് ഇറ്റ്, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്, 5 അല്ലേ, 25. ദാറ്റ്സ് ഇറ്റ്. അതായിരിക്കും നമ്മുടെ that it is db cube by 12 plus 20 into 5 square. സോ ഇതായിരിക്കും ആദ്യത്തെ ആളുടെ y ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ളത്, ഇതാണ് രണ്ടാമത്തെ ആളുടെ y ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ളത്. ആൻഡ് 3ഉം 4ഉം കൂടി കൂട്ടിയാലാണ് നമുക്ക് രണ്ടാൾക്കാരുടെയും കമ്പൈൻഡ് ആയിട്ട് y ആക്സിസിന് അബൌട്ട് ആയിട്ട് ഈ എൻറ്റയർ ബോഡി റൊട്ടേറ്റ് ചെയ്യാൻ എത്രത്തോളം മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഉണ്ടെന്ന് കിട്ടുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഐ തിങ്ക് ദാറ്റ് ഇസ് പ്രിറ്റി മച്ച് ക്ലിയർ. So അതേ സെയിം ഫിഗർ കാൽക്കുലേറ്റ് ദ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ പ്രീവിയസ് ക്വസ്റ്റ്യൻ അബൌട്ട് സെൻട്രോയിഡൽ ആക്സിസ്. അപ്പോൾ നേരത്തെ നമ്മൾ എക്സ് ആൻഡ് വൈ ആക്സിസിന് അബൌട്ട് ആയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്തത്. ഇപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ സെൻട്രോയിഡൽ ആക്സിസിന് അബൌട്ട് ആയിട്ട് അതേ സെയിം ഫിഗറിൻ്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കാൽക്കുലേറ്റ് ചെയ്യണം. സോ ഇതിനകത്ത് നമുക്ക് മനസ്സിലായി അല്ലേ, അതായത് ഓരോരോ ആക്സിസിന് അബൌട്ട് ആയിട്ടും ഒബ്വിയസ്ലി നമുക്ക് മൊമെന്റ് ഓഫ് ഇനേർഷ്യക്ക് ചേഞ്ച് വരും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ ആക്സിസ് ഓഫ് റൊട്ടേഷൻ മാറുന്നതിനനുസരിച്ച് the ease of rotating an object also changes. And ആ എളുപ്പത്തിൽ റൊട്ടേറ്റ് ചെയ്യാൻ ഏത് ആക്സിസ് ചൂസ് ചെയ്യണം, അതായത് നമുക്ക് റൊട്ടേഷൻ കുറയ്ക്കാൻ ഏത് ആക്സിസ് ചൂസ് ചെയ്യണം എന്നുള്ളതിനൊക്കെ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആക്ച്വലി മൊമെന്റ് ഓഫ് ഇനേർഷ്യ യൂസ് ചെയ്യുന്നത്. സോ ഐഡിയ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ലെറ്റ് us calculate it about centroidal axis. സോ പ്രൊസീജിയറൊക്കെ സെയിം തന്നെ. ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്തു, നമുക്ക് തന്നിരിക്കുന്ന സംഭവത്തിനെ സ്പ്ലിറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അവരുടെ എന്താണ് സെൻട്രോയിഡുകൾ കണ്ടുപിടിച്ചു. ഇയാളെ ആദ്യം ഇയാളെ 1 എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഇയാളുടെ x1 എന്ന് പറയുന്നത് എത്രയാണ്, 1 ആണ്. y1 എന്ന് പറയുന്നത് 4 + 2 6 ആണ്. a1 എന്ന് പറയുന്നത് 16 mm². നമ്മളെല്ലാം കണ്ടുപിടിച്ചു നേരത്തെ പോലെ തന്നെ. ഏരിയ x1 സെൻട്രോയിഡ് കണ്ടുപിടിച്ചു, അത് കഴിഞ്ഞിട്ട് ഏരിയ കണ്ടുപിടിച്ചു. അടുത്തത് നമുക്ക് മറ്റേ കേസിൽ, അതായത് നമ്മൾ നേരത്തെ ചെയ്തതിൽ നമുക്കറിയായിരുന്നു, അതായത് നമുക്ക് എക്സ് ആക്സിസിനും വൈ ആക്സിസിനും അബൌട്ട് ആയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. ആക്സിസ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് ആകെ ചെയ്യേണ്ടിയിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ബോഡികളുടെ സെൻട്രോയിഡൽ ആക്സിസും നമുക്ക് തന്നിരിക്കുന്ന ആക്സിസും തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചാൽ മതി. ആക്സിസ് വാസ് ഗിവൺ ടു അസ്. വേറാസ് ഇൻ ദിസ് കേസ് അവർ പറയുന്നത് ഈ എൻറ്റയർ ബോഡിയുടെ സെൻട്രോയിഡൽ ആക്സിസിന് അബൌട്ട് ആയിട്ടാണ്. നമുക്കറിയില്ല ഈ ഒരു എൻറ്റയർ സർഫസിൻ്റെ സെൻട്രോയിഡൽ ആക്സിസ് എവിടെയാണെന്ന് നമുക്കറിയില്ല. സോ സെൻട്രോയിഡൽ ആക്സിസ് ചോദിക്കുന്ന സമയത്ത് നമുക്ക് ആദ്യം ഈ x1 y1 a1 ഒക്കെ കണ്ടുപിടിച്ചതിന് ശേഷം നെക്സ്റ്റ് തിങ് വി ഹാവ് ടു ഡു ഇസ് വി ഹാവ് ടു ഫൈൻഡ് ദ സെൻട്രോയിഡൽ ആക്സിസ്. കാരണം നമുക്കറിയില്ല എത്ര ദൂരത്തിലാണ് നമ്മുടെ ഈ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആൾക്ക്. ബേസിക്കലി നമുക്ക് ചെയ്യേണ്ടത് നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്പ് തന്നെയാണ്. സ്പ്ലിറ്റ് ചെയ്യുക, അവരുടെ സെൻട്രോയിഡുകൾ കണ്ടുപിടിക്കുക, ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ബോഡികളുടെ സെൻട്രോയിഡൽ ആക്സിസും നമുക്ക് വേണ്ട ആക്സിസും തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. പാരലൽ ആക്സിസ് തിയറം യൂസ് ചെയ്ത് ഈ ഒരാളുടെയും സെപ്പറേറ്റ് ആയിട്ട് മൊമെന്റ് ഓഫ് ഇനേർഷ്യകളെ നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള ആക്സിസിന് അബൌട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുക. അതാണ് നമ്മൾ ഇവിടെ ചെയ്തത്. അത് തന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടത്. ബട്ട് ദ ക്യാച്ച് ഇസ് ദാറ്റ് വി ഡോണ്ട് നോ വാട്ട് ആക്സിസ് വി ആർ ഗോയിങ് ടു കാൽക്കുലേറ്റ് ദിസ് പെർട്ടിക്കുലർ തിങ് അബൌട്ട്. ഈ ആക്സിസ് എവിടെയാണ് നമുക്കറിയില്ല. സോ ആദ്യം അത് കാൽക്കുലേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യണം, ആദ്യം ഞാൻ ഈ ഒരു എൻറ്റയർ ബോഡിയുടെ സെൻട്രോയിഡ് ആദ്യം ലൊക്കേറ്റ് ചെയ്യണം. സോ നമുക്കറിയാം അവർ രണ്ട് കോമ്പോസിറ്റ് ബോഡീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ സെൻട്രോയിഡ് നമ്മൾ എങ്ങനെയാണ് ലൊക്കേറ്റ് ചെയ്യുക, a1 x1 plus a2 x2 by a1 plus a2 അല്ലേ. അതായത് ഈ ഒരാളുടെ സെൻട്രോയിഡ് ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും, ഈ ഒരാളുടെ സെൻട്രോയിഡ് ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും. ആൻഡ് ട്രീറ്റിംഗ് ബോത്ത് ഓഫ് ദീസ് ഇൻഡിവിജ്വൽ പോയിന്റ് മാസസ് and applying the equation we get the center of gravity to be somewhere here അല്ലേ. ഇത് രണ്ടുപേരും പോയിന്റ് മാസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഇത് രണ്ടിൻ്റെ നടുക്കായിരിക്കും. സോ സെൻട്രോയിഡ് ഇവിടെ എവിടെയാണെന്ന് നമുക്ക് മനസ്സിലായി. ആക്ച്വൽ പോയിന്റ് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും, x bar is equal to a1 x1 plus a2 x2 by a1 plus a2 വെച്ചിട്ട് നമ്മൾ എക്സ് കോർഡിനേറ്റ് ഓഫ് സെൻട്രോയിഡും സിമിലർലി വൈ കോർഡിനേറ്റ് ഓഫ് സെൻട്രോയിഡും നമ്മൾ കണ്ടുപിടിച്ചു. സോ സെൻട്രോയിഡ് ഓഫ് ദിസ് എൻറ്റയർ പെർട്ടിക്കുലർ ഫിഗർ നമുക്ക് 3.22, 3.22 കിട്ടി. ആൻഡ് വാട്ട് ഇസ് സെൻട്രോയിഡൽ ആക്സിസ്? സെൻട്രോയിഡിൽ കൂടെ പാസ് ചെയ്യുന്ന ആക്സിസ് അല്ലേ. അപ്പോൾ ഈ സെൻട്രോയിഡിന്റെ പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്ന ആക്സിസ് ആണ് നമ്മുടെ സെൻട്രോയിഡൽ ആക്സിസ്. സോ ആ ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യയാണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളതും. സോ നമ്മൾ ഈ ഒരു ആക്സിസ് ക്രിയേറ്റ് ചെയ്തു ആൻഡ് ഐ നെയിംഡ് ഇറ്റ് x6 ആൻഡ് y. ഓൾറൈറ്റ്, സെൻട്രോയിഡൽ ആക്സിസിനെ ഞാൻ x6 എന്നും y എന്നും പേര് വിളിച്ചു.
സോ ആ ഒരു പരിപാടി തീർന്നല്ലോ. അടുത്തത് ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആൾക്കാരുടെ സെൻട്രോയിഡൽ ആക്സിസും നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള ആക്സിസും തമ്മിലുള്ള ഡിസ്റ്റൻസുകൾ കണ്ടുപിടിക്കണം. ആൻഡ് ആ ആക്സിസിന് അബൌട്ട് ആയിട്ട് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആൾക്കാരുടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കണം. ആൻഡ് ആ രണ്ടാൾക്കാരെയും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോർ ദ ഹോൾ ബോഡി ദ മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ദ റിക്വയർഡ് ആക്സിസ് ക്യാൻ ബി ഫൗണ്ട് ഔട്ട്. സോ ഫോർ ദാറ്റ് നമുക്ക് ഐ എക്സ് എക്സ് സെൻട്രോയിഡൽ ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള ആരുടെയൊക്കെയാണ്? ഇയാളുടെ അബൌട്ട് ദിസ് ആക്സിസ് ഉള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യയും ഇയാളുടെ അബൌട്ട് ദിസ് ആക്സിസ് ഉള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യയാണ്. ക്ലിയർ ആണല്ലോ? സിമിലർലി വൈ ആക്സിസിന് അബൌട്ട് ആയിട്ടാണെങ്കിലും ഈ ഒരു വ്യക്തിയുടെ ഈ ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യയും അതുപോലെ തന്നെ ഈ ഒരാളുടെ ഈ ഒരു ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യയും രണ്ടുമാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ളത്. സോ അതിന് വേണ്ടിയിട്ട് ഇത് നിങ്ങൾക്ക് ഈ ഒരു പെർട്ടിക്കുലർ സംഭവം കഴിഞ്ഞിട്ടാണെങ്കിലും ചെയ്യാം. ഞാനിത് ആദ്യം ചെയ്തു വെച്ചു എന്നുള്ളത് ദർ ഇസ് നോ പ്രോബ്ലം. ഇവിടെ നമ്മൾ നേരിട്ട് ചെയ്യാണ് ചെയ്തത്, നമ്മൾ സെപ്പറേറ്റ് എടുത്ത് എഴുതിയില്ല. അതായത് ഈ ഒരു ഡിസ്റ്റൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ എഴുതിയില്ല. ഇവിടെ അത് കാൽക്കുലേറ്റ് ചെയ്ത് ജസ്റ്റ് കാണിച്ചു, അത്ര ഡിസ്റ്റൻസ് ഉള്ളൂ, ഡിഫറൻസ് ഉള്ളൂ. ഓക്കെ, സോ H1 എന്ന് പറഞ്ഞാൽ ഏതാണ്? ഓക്കെ, ഇതാണ് എൻ്റെ 1 എന്ന് നെയിം ചെയ്തിരിക്കുന്ന ബോഡി. ഇതാണ് നമ്മുടെ 1 എന്ന് നെയിം ചെയ്തിരിക്കുന്ന ബോഡി. ആൻഡ് H1 എന്ന് പറഞ്ഞാൽ ഈ ഒരാളുടെ XX ആക്സിസിൽ നിന്നും ഇയാളുടെ X സെൻട്രോയിഡൽ ആക്സിസിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. അതാണ് H1 എന്ന് പറയുന്നത്. അത് എത്രയാണ്? 6 ആണ്. X1 നമ്മൾ ഓൾറെഡി ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? സോറി, Y1. ഇതാണ് എന്താണ് ഇയാളുടെ ഇയാളുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സെൻട്രോയിഡൽ ആക്സിസ് 6ൽ കൂടെയാണ് പാസ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ 6ൽ നിന്നും ഈ ഒരു ലെങ്ത് കുറച്ചാലല്ലേ എനിക്ക് ഈ ഒരു ഡിസ്റ്റൻസ് കിട്ടുക അല്ലേ? അതായത് ഈ 6, ഈ ഒരു എൻറ്റയർ ലെങ്ത് ആണ് 6 എന്ന് പറയുന്നത്. അതിൽ നിന്നും ഈ ഒരു പെർട്ടിക്കുലർ ലെങ്ത് കുറച്ചാലാണ് എനിക്ക് റിക്വയർഡ് ആയിട്ടുള്ള ഈ ലെങ്ത് എനിക്ക് കിട്ടുക, റൈറ്റ്? സോ അത് എത്രയാണ്? 6 മൈനസ് 3.22 അല്ലേ? കാരണം ഈ ഒരു ആക്സിസ് എക്സ് ആക്സിസിൽ നിന്ന് 3.22 നീങ്ങിയാലാണ് എനിക്ക് ഈ സെൻട്രോയിഡിൽ എത്തുന്നത്. സോ 6 മൈനസ് 3.22 ചെയ്താലാണ് എനിക്ക് റിക്വയർഡ് ആയിട്ടുള്ള H1 കിട്ടുക. ദാറ്റ് ഇസ് 2.78. സിമിലർലി H2 ഏതാണ്? ഈ ഒരു ആളുടെ ഈ രണ്ടാമത്തെ ആളുടെ സെൻട്രോയിഡൽ ആക്സിസിൽ നിന്നും അയാളുടെ സെൻട്രോയിഡിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. അതെത്രയാണ്? 3.22ൽ നിന്നും അയാളുടെ ഈ ഒരു ലെങ്ത് കുറയ്ക്കുക. 3.22ൽ നിന്നും ഈ ഒരു ലെങ്ത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആ ലെങ്ത് കുറച്ചാൽ നമുക്ക് ഈ ഡിസ്റ്റൻസ് കിട്ടും. ദാറ്റ് ഈസ് വാട്ട് വി റിക്വയർ ആസ് വെൽ. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഹൗ മച്ച്? അതാണ് 3.22 മൈനസ് 1, ദാറ്റ് ഈസ് 2.22. സിമിലർലി നമ്മൾ H1 അതായത് വൈൻ്റെ കേസിൽ നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, 3.22ൽ നിന്ന് എവിടെയാണ് 1 കുറച്ചു. സോ നമുക്ക് കിട്ടിയത് ഏതാണ്? ഈ ഡിസ്റ്റൻസ് കിട്ടി. ഈ ഡിസ്റ്റൻസ് ആണ് ആദ്യത്തെ ആളുടെ വൈ ഡിസ്റ്റൻസ്. അതുപോലെ തന്നെ രണ്ടാമത്തെ ആളുടെ വൈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3.22ൽ നിന്നും ഈ ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് 5ൽ നിന്നും 3.22 കുറയ്ക്കുക. സോ വി ഗെറ്റ് 1.88. സോ ഈ H1ഉം H2 ഒക്കെ എന്തിനാണ് നമ്മൾ കണ്ടുപിടിച്ചത്? നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യാസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ നമുക്കറിയാം IXS എന്ന് പറഞ്ഞാൽ എന്താണ്? ഇയാളുടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ പ്ലസ് ഇയാളുടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ദിസ് പെർട്ടിക്കുലർ ആക്സിസ് അല്ലേ? അപ്പോൾ ആദ്യത്തെ ആളുടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഞാൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പോയി. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു IG1X. IG1X അതായത് ഈ ഒരു ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ളത് പ്ലസ് A into H1 square അല്ലേ? A into H1 square. ദാറ്റ് വാസ് എ പാരലൽ ആക്സിസ് തിയറം. അതാണ് നമ്മുടെ പാരലൽ ആക്സിസ് തിയറം പറഞ്ഞിരുന്നത്. IG1X plus AH1 square plus IG2X plus AH2 square. IG2 square plus AH2 square. അതായത് ഈ ഒരാളുടെ ഈ പെർട്ടിക്കുലർ ഫിഗറിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ദിസ് ആക്സിസ് പ്ലസ് ഈ ഒരാളുടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ദിസ് പെർട്ടിക്കുലർ ആക്സിസ് രണ്ടും കൂടി ആഡ് ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുക? മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് XX ആക്സിസ്. സോ IG1X എത്രയായിരുന്നു? നമ്മളെങ്ങനെ കണ്ടുപിടിക്കുക? IG1X എന്ന് പറയുന്നത് ഈ ഒരു ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ളല്ലേ നമ്മൾ നോക്കണേ? ഈ ഒരു ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ളതാണ് നമ്മൾ നോക്കണേ. സോ വി ഹാവ് പാരലൽ ആയിട്ടുള്ള സൈഡ് മൾട്ടിപ്ലൈഡ് ബൈ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള സൈഡിന്റെ ക്യൂബ് ഡിവൈഡ് ബൈ 12 പ്ലസ് ഏരിയ എത്രയായിരുന്നു? 16 ഇൻറ്റു ഡിസ്റ്റൻസ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലറിന്റെ സ്ക്വയർ. സോ എത്രയാണ് നമുക്ക് കിട്ടുന്നത്? 2 ഇൻറ്റു 8 ക്യൂബ് ഡിവൈഡ് ബൈ 12 പ്ലസ് 16 ഇൻറ്റു ഡിസ്റ്റൻസ് എത്രയാണ്? 2.78 അല്ലേ? ഈ ഒരു ആക്സിസിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 2.78 ആണ്. സോ അതിൻ്റെ സ്ക്വയർ ദാറ്റ് ഈസ്
IG plus AY1 square ആണത് അല്ലേ നമ്മുടെ പാരലൽ ആക്സിസ് തിയറം. സോ വി ഗെറ്റ് ദിസ് പെർട്ടിക്കുലർ ഇക്വേഷൻ ആൻഡ് ഇതും അതുപോലെ തന്നെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 10 അതായത് പാരലൽ ആയിട്ടുള്ള സൈഡ് മൾട്ടിപ്ലൈഡ് ബൈ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള സൈഡിൻ്റെ ക്യൂബ് 10 മൾട്ടിപ്ലൈഡ് ബൈ 2 ക്യൂബ് ഡിവൈഡഡ് ബൈ 12 പ്ലസ് 10 മൾട്ടിപ്ലൈഡ് ബൈ 2 ക്യൂബ് ഡിവൈഡഡ് ബൈ 12 പ്ലസ് ഏരിയ എത്രയാണ് 20 ഇൻറ്റു ഈ ഡിസ്റ്റൻസ് h1 എത്രയാണ് it is going to be 3.22 minus 1 that is 2.22 ൻ്റെ സ്ക്വയർ. ക്ലിയർ ആണല്ലോ? അത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ വി ഗെറ്റ് 314.22 സെൻറ്റിമീറ്റർ റേസ്ഡ് 4. സിമിലർലി ഞാൻ യും കാൽക്കുലേറ്റ് ചെയ്തു. വി ഗെറ്റ് 320.11 സെൻറ്റിമീറ്റർ റേസ്ഡ് 4. സോ നമ്മൾ എന്താണ് ചെയ്തത്? ബേസിക്കലി സെയിം ആണ്. ആദ്യം നമ്മൾ സെൻട്രോയിഡ് കണ്ടുപിടിച്ചു, അത് കഴിഞ്ഞിട്ട് ഏരിയ കണ്ടുപിടിച്ചു. ഈ ഒരു കേസിൽ സെൻട്രോയിഡൽ ആക്സിസിന് അബൌട്ട് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞു. മറ്റേ കേസിൽ നമുക്ക് ഓൾറെഡി ആക്സിസ് തന്നിട്ടുണ്ടായിരുന്നു. സോ വാട്ട് വി ഹാഡ് ടു ഡു വാസ് ദാറ്റ് വി ഓൺലി ഹാഡ് ടു കാൽക്കുലേറ്റ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ our required axis and the individual axis through which the individual centroidal axis of these figures, right? Here we are not provided with the axis about which we have to calculate. So നമ്മൾ കണ്ടുപിടിക്കണം. സെൻട്രോയിഡൽ ആക്സിസ് ആദ്യം നമ്മൾ കണ്ടുപിടിച്ചു, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡിസ്റ്റൻസുകൾ കണ്ടുപിടിച്ചു ആൻഡ് ദെൻ യൂസിങ് പാരലൽ ആക്സിസ് തിയറം നമ്മൾ എൻറ്റയർ ബോഡിയുടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ കണ്ടുപിടിച്ചു. ക്ലിയർ ആണല്ലോ? സോ പ്രീവിയസ് കേസ് അല്ലെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കും. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. സോ ഇത് ഒരു ഐ പോലെ ഇരിക്കുന്ന ഒരു ഫിഗറാണ്, അല്ലെങ്കിൽ ഐ സെക്ഷൻ എന്നൊക്കെ ചിലപ്പോൾ പറയും. സോ ഇങ്ങനത്തെ ഫിഗറുകൾക്ക് കുറച്ച് നോമൻക്ലേച്ചർ നമുക്ക് പഠിക്കാനുണ്ട്. അതായത് ഈ മുകളിലത്തെ ആളുടെ പേര്, ഈ ഒരു കട്ടയുണ്ടല്ലോ, അതിൻ്റെ പേരാണ് ടോപ്പ് ഫ്ലാഞ്ച് എന്ന്. ഈ നടുക്കിലത്തെ സംഭവത്തിൻ്റെ പേരാണ് വെബ് എന്ന്. ഈ അടിയിലത്തെ സംഭവത്തിൻ്റെ പേരാണ് ബോട്ടം ഫ്ലാഞ്ച്. സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിൽ ചിലപ്പോൾ ഈ ഒരു നോമൻക്ലേച്ചർ വന്നിട്ട് ഇതിൻ്റെ ലെങ്ത് ഇത്രയാണെന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും നമുക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇതൊരു ടി ക്രോസ് സെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ടി ക്രോസ് സെക്ഷൻ എന്തൊക്കെയുള്ളൂ? ഈ ടോപ്പ് ഫ്ലാഞ്ചും അതുപോലെ തന്നെ വെബ് മാത്രമേ ഉള്ളൂ, ബോട്ടം ഫ്ലാഞ്ച് ഇല്ലേ. സോ ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കണം എന്തിനൊക്കെയാണ് ഇത് വിളിക്കുക എന്നുള്ളത്. സോ ചിലപ്പോൾ അവർ അതിൻ്റെ വാല്യൂ തന്നിട്ട് നിങ്ങളുടെ അടുത്ത് എൻറ്റയർ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് മനസ്സിലാവാതെ ഇരിക്കരുത്. സോ ടോപ്പ് ഫ്ലാഞ്ചിൻ ബോട്ടം ഫ്ലാഞ്ചിൻ്റെ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെങ്ത് ആണ്. ഓക്കെ, ഈ ഒരു ലെങ്ത് ആണ് തന്നിരിക്കുന്നത്. ബാക്കി എല്ലാ റിക്വയർഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ ഡീറ്റെയിൽസും നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇങ്ങനത്തെ ഫിഗർ എന്താണ് വ്യത്യാസം എന്നില്ല, നേരത്തെ ചെയ്ത പോലെ സ്പ്ലിറ്റ് ചെയ്യുക, ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സംഭവങ്ങളുടെ സെൻട്രോയിഡ് കാൽക്കുലേറ്റ് ചെയ്യുക, സെൻട്രോയിഡൽ ആക്സിസ് ലൊക്കേറ്റ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് സെൻട്രോയിഡൽ ആക്സിസും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആൾക്കാരുടെ സെൻട്രോയിഡൽ ആക്സിസും എൻറ്റയർ ബോഡിയുടെ സെൻട്രോയിഡൽ ആക്സിസുകളും തമ്മിലുള്ള ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുക. പാരലൽ ആക്സിസ് തിയറം വെച്ചിട്ട് എൻറ്റയർ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ഇൻഡിവിജ്വൽ പാർട്ടുകൾ കാൽക്കുലേറ്റ് ചെയ്ത് അതിൻ്റെ സമ്മേഷൻ ആയിരിക്കും എന്ത്? നെറ്റ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് സെൻട്രോയിഡൽ ആക്സിസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഞാനതിനെ ഫസ്റ്റ് തന്നെ എന്ത് ചെയ്തു? ഇൻഡിവിജ്വലായിട്ട് 3 പീസുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ സെൻട്രോയിഡ് ലൊക്കേറ്റ് ചെയ്യാൻ പോയി. സെൻട്രോയിഡ് ലൊക്കേറ്റ് ചെയ്യാൻ പോകുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് പെർട്ടിക്കുലർ ഫിഗർ ഇസ് സോ മച്ച് സിമെട്രിക്കൽ അബൌട്ട് ദിസ് പെർട്ടിക്കുലർ ആക്സിസ് അല്ലേ. ഞാനത് നോക്കി കഴിഞ്ഞപ്പോൾ ഈ എൻറ്റയർ ഫിഗർ കംപ്ലീറ്റ്ലി സിമെട്രിക്കലാണ്. അതായത് മുകളിലും താഴെ എല്ലായിടത്തും എക്സ് ആക്സിനും വൈ ആക്സിനും അബൌട്ടായിട്ടൊക്കെ സിമെട്രിക്കലാണ്. സോ ഞാൻ നോക്കുമ്പോൾ 120ൻ്റെ പകുതി അതുപോലെ തന്നെ ഈ 3 ആൾക്കാരുടെയും സെൻട്രോയിഡ് കമ്പൈൻ ചെയ്തിട്ട് വരുന്നത് ഈ ഒരു നടുക്കിൽ തന്നെയായിരിക്കും. വിത്ത് സിമെട്രി ഐ ക്യാൻ സീ ദാറ്റ്. അല്ലാന്നുണ്ടെങ്കിൽ യു ക്യാൻ കാൽക്കുലേറ്റ് x1 y1 z1 x1 y1 a1 x2 y2 ഇങ്ങനെ എല്ലാതും കണ്ടുപിടിച്ചിട്ട് യൂസിങ് ദ ഇക്വേഷൻ a1 x1 plus a2 x2 plus a3 x3 by a1 plus a2 plus a3 you can calculate this. Whereas by symmetry we know that ഈ ഒരാളുടെ എവിടെയാണ് വരിക? 120ൻ്റെ പകുതി, അതായത് ഇവിടെ 60-ലായിരിക്കും. ഈ ഒരാളുടെ എവിടെയായിരിക്കും? 120ൻ്റെ പകുതി 60-ലായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ എന്താണ്, ഈ ഒരാളുടെ എവിടെയായിരിക്കും വരിക? അയാളുടെ 120ൻ്റെ പകുതി 60-ലായിരിക്കും. അതുപോലെ തന്നെ വൈ ആക്സിസിൻ്റെ സിമെട്രി നോക്കുകയാണെങ്കിൽ 10 10 20 200 200ൻ്റെ പകുതി 100-ലായിരിക്കും വരിക. സോ എക്സ് ബാർ എന്ന് പറയുന്നത് 60ഉം വൈ ബാർ എന്ന് പറയുന്നത് 100ആണ് വരിക. കാരണം ഈ എൻറ്റയർ ബോഡി എന്ന് പറയുന്നത് ഈ എക്സ് ആക്സിസിനും വൈ ആക്സിസിനും സിമെട്രിക്കലായിട്ട് ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കുകയാണ്. സോ സെൻട്രോയിഡ് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഞാൻ അങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തത്. അപ്പോൾ ഇനി തൊട്ട് നിങ്ങൾക്ക് ഒരു ഫിഗർ കിട്ടുമ്പോൾ ചാടി കയറി എല്ലാ ഫോർമുലാസ് ഇടുന്നതിന് മുമ്പ് യു ജസ്റ്റ് ചെക്ക് വെദർ ദർ ഇസ് സിമെട്രി വെൻ വി ചെക്ക് അബൌട്ട് എനി പെർട്ടിക്കുലർ ആക്സിസ്. ഏതെങ്കിലും ഒരു ആക്സിസ് അബൌട്ടായിട്ട് നമുക്ക് എടുക്കുമ്പോൾ സിമെട്രി വരുന്നുണ്ടെങ്കിൽ ആ ആക്സിസിന് അബൌട്ടായിട്ട് ഡയറക്റ്റ് ഫസ്റ്റ് തന്നെ സെൻട്രോയിഡ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ദർ ഇസ് ദ കാൽക്കുലേഷൻ ഇസ് ഗോൺ ബി മച്ച് മോർ ഈസിയർ. സോ എക്സ് ആക്സിസും വൈ ആക്സിസും എക്സ് കോർഡിനേറ്റ് ഓഫ് സെൻട്രോയിഡും വൈ കോർഡിനേറ്റ് ഓഫ് സെൻട്രോയിഡും നമ്മൾ കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആൾക്കാരുടെ സെൻട്രോയിഡൽ ആക്സിസും നമ്മുടെ ആക്ച്വൽ എൻറ്റയർ ഫിഗറിൻ്റെ സെൻട്രോയിഡൽ ആക്സിസുകളും തമ്മിലുള്ള ഡിസ്റ്റൻസുകൾ അല്ലേ. സോ h1 ഓക്കെ, ഐ തിങ്ക് ഇതിന് നമുക്ക് ബെറ്റർ ആയിട്ട് y1 ഓക്കെ ക്യാപിറ്റൽ ലെറ്റർ y1 ഇതിനും
പിന്നെ സ്മോൾ ലെറ്റർ ഈ വൈ ഉണ്ടല്ലോ, ഇത് സ്മോൾ ലെറ്ററും നമ്മുടെ ഈ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഡിസ്റ്റൻസുകൾ നമ്മൾ കാണിക്കുന്നില്ലേ, അതിനെ ക്യാപിറ്റൽ ലെറ്റർ വൈ ആയിട്ട് ഡിനോട്ട് ചെയ്തോളൂ കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ആവും. സോ ഈ y1 എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എന്താണ്? എല്ലാ പ്രോബ്ലത്തിലും അങ്ങനെ ചെയ്താൽ മതി. സോ ദാറ്റ് ദർ ഇസ് എ യൂണിഫോമിറ്റി ഇൻ ദ വേ ഇൻ വിച്ച് വി ടേക്ക് ദ നൊട്ടേഷൻസ്. സോ y1 എന്ന് പറയുന്നത് ഞാൻ നോക്കി, ഓക്കെ, y1 എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു ആക്സിസ് ഇല്ലേ, ഈ ഒരു ആക്സിസ് ഞാൻ ഫസ്റ്റ് ബോഡി ആയിട്ട് എടുത്തേക്കുന്നത്, സെക്കൻഡ് ബോഡി ഇത്, തേർഡ് ബോഡി ഇതാണ്. സോ ഇതാണ് നമ്മുടെ സെൻട്രോയിഡൽ ആക്സിസ്. ഈ സെൻട്രോയിഡൽ ആക്സിസും ഈ ആദ്യത്തെ ആളും തമ്മിലുള്ള ഡിസ്റ്റൻസ് അത് എത്രയാണ്? ഈ ആദ്യത്തെ ആളും സെൻട്രോയിഡൽ ആക്സിസും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഇത് 195 അല്ലേ, ബിക്കോസ് 200 5 കുറയ്ക്കാനല്ലേ എടുത്തുള്ളൂ. ഈ എൻറ്റയർ ഡിസ്റ്റൻസ് 200 ആണ്. ആൻഡ് 200 ഇതിൻ്റെ പകുതി. സോ 195 നിന്ന് എന്ത് കുറയ്ക്കണം? ഈ ഡിസ്റ്റൻസ് കുറയ്ക്കണം അല്ലേ. ഈ എൻറ്റയർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 200 ആണ്. 200 നിന്നും ഈ ഒരു ഡിസ്റ്റൻസ് കുറച്ചാലല്ലേ നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള ഈ ഒരു ഡിസ്റ്റൻസ് കിട്ടുക, റൈറ്റ്? സോ ദാറ്റ് ഈസ് 195 മൈനസ് 100 ഇസ് ഇക്വൽ ടു 95. y2ൻ്റെ കേസിൽ എന്താണ്? ഡിസ്റ്റൻസ് ഒന്നുമില്ല, അവിടെ y2 ഉള്ള സ്ഥലത്ത് തന്നെയാണ് നമ്മുടെ സെൻട്രോയിഡൽ ആക്സിസ്. സോ ഡിസ്റ്റൻസ് ഇസ് 0. ആൻഡ് y3 എന്ന് പറയുന്നത് എന്താണ്? y3 എന്ന് പറയുന്നത് ഈ 100 നിന്നും അതുപോലെ ഈ ഒരു 5 കുറയ്ക്കണം, അപ്പോഴാണ് നമുക്ക് ഈ ഒരു ഡിസ്റ്റൻസ് കിട്ടുക അല്ലേ. ഈ 100 നിന്നും ഈ ഒരു ഇത് കുറച്ച് കഴിഞ്ഞാലാണ് ഇത് നമുക്ക് എന്താണ് പറയുക, നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള ലെങ്ത് അത് എന്താണ്? 95 തന്നെയാണ്. സോ വി ഫൗണ്ട് ഔട്ട് ദ ഇൻഡിവിജ്വൽ ഡിസ്റ്റൻസസ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ തിങ്. അത് കഴിഞ്ഞാൽ നമുക്കറിയാം മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് സെൻട്രോയിഡൽ എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ മൂന്നാൾക്കാരുടെയും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യാസ് അബൌട്ട് ദിസ് പെർട്ടിക്കുലർ എക്സ് ആക്സിസിനെ ആഡ് ചെയ്താലാണ് നമുക്ക് എൻറ്റയർ ഫിഗറിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് സെൻട്രോയിഡൽ എക്സ് ആക്സിസ് കിട്ടുക. സോ ഐ എക്സസിനെ ഞാൻ എന്ത് വിളിച്ചു? IG1x1 എന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റത്തെ ആളുടെ നെറ്റ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ദിസ് പെർട്ടിക്കുലർ എൻട്രോയിഡൽ ആക്സിസ് ആണ്. അപ്പോൾ അത് എത്രയാണ്? IG1 ഈ സെൻട്രോയിഡിൽ കൂടെ പാസ് ചെയ്യുന്നത് പ്ലസ് ഏരിയ എ ഇൻറ്റു ആ ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ, ദാറ്റ് ഈസ് 1200 ഇൻറ്റു 95 സ്ക്വയർ പ്ലസ് IG2, അതായത് ഇതിൽ കൂടെ പാസ് ചെയ്യുന്നത് പ്ലസ് ഇവൻ്റെ ഏരിയ മൾട്ടിപ്ലൈഡ് ബൈ അവൻ്റെ ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ, എത്രയാണ്? 0 ആണ്. സോ ഇറ്റ് ഈസ് IG2 ഓൺലി. തേർഡ് വൺ എന്ന് പറയുന്നത് ഇവൻ്റെ ഏരിയ മൾട്ടിപ്ലൈഡ് ബൈ ഈ ഒരു ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ, അത് എത്രയാണ്? അതും 95 ആണ്. സോ ദാറ്റ് ഇസ് ഇറ്റ്. സോ എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? IG1 IG2 IG3 ഒക്കെ എങ്ങനെ കണ്ടുപിടിക്കാന്ന് ഇനി പറയണ്ടല്ലോ. IG1 ഈ സെൻട്രോയിഡൽ ആക്സിസിന് അബൌട്ട് ആയിട്ട് ഞാൻ എങ്ങനെ കണ്ടുപിടിക്കുക? പാരലൽ ആയിട്ടുള്ള സൈഡ്, ദാറ്റ് ഈസ് 120 മൾട്ടിപ്ലൈഡ് ബൈ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള സൈഡിൻ്റെ ക്യൂബ് ഡിവൈഡഡ് ബൈ 12. അതൊന്നും ഇനി പറയേണ്ടല്ലോ, അത് തന്നെയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, 120 മൾട്ടിപ്ലൈഡ് ബൈ 10 ക്യൂബ് ഡിവൈഡഡ് ബൈ 12. സിമിലർലി എല്ലാത്തിൻ്റെയും കാൽക്കുലേറ്റ് ചെയ്യുക. ആഫ്റ്റർ ഫൈനൽ കാൽക്കുലേഷൻസ് വി ഗെറ്റ് ദ എക്സ് എന്താ പറയുക, IXXൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 25. അത്രയും വലിയ വാല്യൂ ആണ്. ഇത്രയും വലിയ വാല്യൂസൊക്കെ വരാം കേട്ടോ. mm⁴ മില്ലിമീറ്ററിലായതുകൊണ്ട് ഇത്രയും വലിയ വാല്യൂസൊക്കെ വരാം. എക്സാമിന് ചെയ്യുമ്പോൾ ഇത്രയും വലിയ വാല്യൂ ഇട്ട് അയ്യോ തെറ്റാണെന്ന് വിചാരിക്കേണ്ട, ഇത്രയും വലിയ വാല്യൂസൊക്കെ വരാൻ പോസിബിൾ ആണ്. സോ IXXൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിച്ചു. അടുത്തത് നമുക്ക് IYY ആണ് കണ്ടുപിടിക്കേണ്ടത്. IYY കണ്ടുപിടിക്കാൻ പോകുമ്പോൾ നമ്മൾ നോട്ടീസ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ centroidal YY axis and the centroidal Y axis of each individual body coincide with each other. So we don't need to apply parallel axis theorem na. അതായത് ഇയാളുടെ സെൻട്രോയിഡൽ വൈ ആക്സിസ് ഏതാണ്? ഇതാണ്. ഇയാളുടെ സെൻട്രോയിഡൽ വൈ ആക്സിസ് ഏതാണ്? ഇതാണ്. ഇയാളുടെ സെൻട്രോയിഡൽ വൈ ആക്സിസ് ഏതാണ്? ഇതാണ്. സോ ഈ മൂന്നാൾക്കാരുടെ സെൻട്രോയിഡൽ ആക്സിസും ഈ നമ്മുടെ എൻറ്റയർ ബോഡിയുടെ സെൻട്രോയിഡൽ വൈ ആക്സിസും കോയിൻസൈഡ് ചെയ്യാണ്. സോ ബേസിക്കലി എനിക്ക് എന്ത് ചെയ്താൽ മതി? ഡിസ്റ്റൻസ് ഇല്ല. അതായത് ഈ ഒരാളുടെ ഇൻഡിവിജ്വൽ സെൻട്രോയിഡൽ വൈ ആക്സിസും നമ്മുടെ സെൻട്രോയിഡൽ വൈ ആക്സിസും തമ്മിൽ ഒരു ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ആ ഒരു പാരലൽ ആക്സിസ് തിയറം യൂസ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. നമ്മുടെ സെപ്പറേറ്റഡ് ബോഡീസിൻ്റെ സെൻട്രോയിഡൽ വൈ ആക്സിസും നമ്മുടെ എൻറ്റയർ ബോഡിയുടെ സെൻട്രോയിഡൽ വൈ ആക്സിസും തമ്മിൽ വേറെ ഡിസ്റ്റൻസ് ഒന്നുമില്ല. രണ്ടും കോയിൻസൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വി ജസ്റ്റ് ഹാവ് ടു ആഡ് ദം, റൈറ്റ്? സോ നമ്മൾ എന്ത് ചെയ്താൽ മതി? IYY എന്ന് പറയുന്നത് IG1Y1 IG2Y2 IG3Y3 ആണ്. ആൻഡ് ദാറ്റ് ഈസ് BD³/12 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 B and D നിങ്ങൾ ഏതാണെന്ന് നമ്മുടെ ആ ഒരു ഐഡിയ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുക. ഫൈനൽ ആൻസർ ഇതായിരിക്കും വരിക നമ്മുടെ ഫൈനൽ ആൻസർ ആയിട്ട്. ഓക്കെ, സോ ഈ ഒരു ഭാഗം ഐഡിയ കിട്ടിയത്. ദാറ്റ് ഈസ് ഹൗ വി ഷുഡ് അപ്രോച്ച് ദിസ് കമ്പോസിറ്റ് ബോഡി പ്രോബ്ലംസ്. സോ ഒരു പ്രോബ്ലം കൂടി ചെയ്യാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ഒരു ടോപ്പിക്കിലേക്ക് കിടക്കാനുണ്ട്. ദാറ്റ് ഈസ് കാൽക്കുലേറ്റ് ദ മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് സെൻട്രോയിഡൽ X and Y axis.
സോ എനിക്ക് ഈ ഫിഗർ കിട്ടി. ഇതാ എല്ലാ ഡയമെൻഷൻസും മാർക്ക്ഡാണ്. ഫസ്റ്റ് ഞാൻ ഇതൊരു സെഡ് ആണ് അല്ലേ. സെഡിനെ ഞാൻ സെപ്പറേറ്റ് ചെയ്തതാണ് ആക്ച്വലി. ലൈക്ക് ക്വസ്റ്റനിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ സെപ്പറേഷൻ ആയിട്ട് തരില്ല, അത് അവിടെ എല്ലാ ഒറ്റ ഫിഗർ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ തരിക. ഓക്കെ, ഞാനത് സെപ്പറേറ്റ് ആയിട്ട് ഓൾറെഡി വരച്ചതാണ് സോ ദാറ്റ് എളുപ്പത്തിന് വേണ്ടിയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. സോ ഞാൻ 3 റെക്ടാങ്കിളായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത എന്താ ചെയ്യേണ്ടത് നമുക്കറിയാലോ. ഓരോരുത്തരുടെ സെൻട്രോയിഡുകൾ ലൊക്കേറ്റ് ചെയ്യുക. അതാ x1 y1 x1 x2 x3 y1 y2 y3 ലൊക്കേറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് എൻറ്റയർ സെൻട്രോയിഡൽ ആക്സിസ് നോക്കാം. ഓക്കെ, നമുക്കപ്പോൾ നേരത്തെ പോലെ ഇതിനകത്ത് എവിടെയെങ്കിലും സിമെട്രി ഉണ്ടോ? ഒബ്വിയസ്ലി ഇല്ല അല്ലേ. അതായത് ഈ ഒരാളുടെ വലിപ്പം എന്താണ് ഇതിനേക്കാളും കമ്പാരിറ്റീവ്ലി വളരെ കൂടുതലാണ്. പിന്നെ ഏതൊരു ആക്സിസിന് അബൌട്ടായിട്ട് നോക്കുമ്പോൾ എനിക്ക് സിമെട്രി കാണാൻ സാധിക്കുന്നില്ല. സോ നമുക്ക് ഇൻഡിവിജ്വലായിട്ട് കണ്ടുപിടിച്ചിട്ട് നമ്മുടെ ഫോർമുല a1 x1 + a2 x2 + x3 x3 വെച്ചിട്ട് തന്നെ കണ്ടുപിടിക്കുക തന്നെ വേണം, വേറെ മാർഗ്ഗമൊന്നുമില്ല. സോ x1 നമുക്ക് എങ്ങനെ കിട്ടും? x1 എന്ന് പറയുന്നത് ഈ ഒരു സംഭവത്തിൻ്റെ ഇതിൻ്റെ സെൻട്രോയിഡിൻ്റെ എക്സ് കോർഡിനേറ്റ് ആണ് അല്ലേ. അതെത്രയാണ്? ദാറ്റ് ഈസ് ഗോയിങ് ടു ബി ഈ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഈ ലെങ്ത് 2.5 ആണ് അല്ലേ. ഈ ലെങ്ത് 2.5 ആണ്. സോ നമുക്ക് വേണ്ടത് ദിസ് ഈസ് ഇതെത്രയാണ് വരിക? അപ്പോൾ 10ന്ന് 2.5 കുറച്ചാൽ വി ഗെറ്റ് ഹൗ മച്ച്? 7.5 ഇവിടെ വരും അല്ലേ. ഇവിടെ 7.5 വരും. ഈ ഒരു ലെങ്ത് എത്രയാണ്? ഈ ഒരു ലെങ്ത് 7.5 ആണ്. 7.5ൻ്റെ ഒപ്പം എന്താ ആഡ് ചെയ്താൽ മതി? ഒരു 10 കൂടി ആഡ് ചെയ്താൽ മതി. സോ ഇറ്റ് ഈസ് 17.5. സിമിലർലി y1 എന്ന് പറഞ്ഞാൽ 5ൻ്റെ പകുതിയാണ്. 5ൻ്റെ പകുതി എത്രയാണ്? 5ൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ 2.5 റൈറ്റ്. 2.5 ഇവിടെ മാർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് a1 എത്രയാണ്? 5 × 20 ദാറ്റ് ഈസ് 100 cm² ആണ്. അതുപോലെ തന്നെ x2ൻ്റെ വാല്യൂ എങ്ങനെ കിട്ടും? x2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഇവിടം തൊട്ട് ഇവിടെ വരെ എത്രയായിരുന്നു? 7.5 ആയിരുന്നു. 7.5ൻ്റെ കൂടെ ഒരു 1.25 കൂടി ആഡ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ 10ന്ന് ഒരു 1.25 കുറയ്ക്കുക. എത്ര കിട്ടും നമുക്ക്? 8.75 കിട്ടും. അതുപോലെ തന്നെ y2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഈ ഒരു ഡിസ്റ്റൻസ് ആണ് അല്ലേ. അവിടെയാണ് നമ്മൾ അടുത്ത മിസ്റ്റേക്ക് വരുത്തുക. y2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ആദ്യം ചെയ്ത ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞു അല്ലേ, ഇൻഡിവിജ്വലായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരാളുടെ മൊമെൻറ്റോ സെൻട്രോയിഡ് നമ്മൾ എടുക്കുമ്പോൾ വി ഷുഡ് നോട്ട് ടേക്ക് ദാറ്റ് 20 ഇതാണ്, അപ്പോൾ ഇതിൻ്റെ പകുതി 10 അങ്ങനെ എടുക്കരുത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ഫിഗർ ഇതാണ്. സോ ആദ്യം ഇതിൻ്റെ സെൻട്രോയിഡ് കണ്ടുപിടിക്കുക. ഇതിൻ്റെ ലെങ്ത് എത്രയായിരിക്കും? 5 കുറച്ച് 15 ആണ്. 15ൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് ഗോയിങ് ടു ബി 7.5. 7.5 ഇവിടെ ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഒരു 5 ഉണ്ട്. സോ ടോട്ടൽ ഡിസ്റ്റൻസ് ടു റീച്ച് ഹിയർ എന്ന് പറയുന്നത് എത്രയാണ്? ഈ ഒരു എൻറ്റയർ ലെങ്ത് എന്ന് പറയുന്നത് 12.5 ആണ്. സോ അത് തെറ്റിക്കരുത്. സോ y2 എന്ന് പറയുന്നത് 12.5 ആണ്. ആൻഡ് a2 എന്ന് പറയുന്നത് എത്രയാണ്? 15 × 2.5 ദാറ്റ് ഈസ് 37.5. x3 എന്ന് പറയുന്നത് 10ൻ്റെ പകുതി 5 ആണ്. y3 എന്ന് പറയുന്നത് ഈ ഒരു ലെങ്ത് ഇത് എത്രയായിരിക്കും? 2.5. ഓക്കെ, 20ൻ്റെ കൂടെ ഒരു 1.25 ആഡ് ചെയ്യും അല്ലേ. 20 പ്ലസ് ഇതിൻ്റെ പകുതി. സോ ദാറ്റ് ഈസ് 21.25. എന്നിട്ട് a3 കണ്ടുപിടിച്ചു. ആൻഡ് യൂസിങ് ദ ഇക്വേഷൻ വി ഗെറ്റ് ദ എക്സ് കോർഡിനേറ്റ് ഓഫ് സെൻട്രോയിഡ് ഈസ് ഈക്വൽ ടു 13.55. സിമിലർലി y ബാറിലും നമ്മൾ എല്ലാ വാല്യൂസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ y ബാറിൻ്റെ വാല്യൂ 7.69 കിട്ടും. ഓക്കെ, y ബാറിൻ്റെ വാല്യൂ നമുക്ക് 7.69 കിട്ടി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആസ് യൂഷ്വൽ ഇതും കിട്ടി. ഇനി നമ്മൾ എന്താണ് ചെയ്യാറ്? ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആൾക്കാരുടെ സെൻട്രോയിഡൽ ആക്സിസും നമ്മുടെ എൻറ്റയർ സെൻട്രോയിഡൽ ആക്സിസും തമ്മിലുള്ള ഒരു ഡിഫറൻസ് നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ അത് എത്രയായിരിക്കും? ആ ഡിസ്റ്റൻസിനെ ഞാൻ y1 എന്ന് വിളിച്ചു. അതായത് എക്സ് ആക്സിസിൻ്റെ എക്സിന് അബൌട്ടായിട്ട് നമ്മൾ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് y അല്ലേ വരെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എടുക്കുമ്പോൾ. അതുപോലെ തന്നെ y ആക്സിസിന് അബൌട്ടായിട്ട് നമ്മൾ എടുക്കുമ്പോൾ എക്സ് ആണ് ഡിസ്റ്റൻസ് വരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ y വന്നത്. അത് വെച്ച് കൺഫ്യൂഷൻ ആവരുത്. ഓക്കെ, എക്സ് ആക്സിസിന് അബൌട്ടായിട്ട് എടുക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഡിസ്റ്റൻസ് കിട്ടുക? ഇതെത്രയാണ്? ഓക്കെ, ആദ്യത്തെ ആളെന്ന് പറഞ്ഞാൽ ഇതാണ് അല്ലേ. അപ്പോൾ ഇയാളുടെ ഡിസ്റ്റൻസ് എത്രയാണ്? ഈ രണ്ടാൾക്കാരുടെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് റൈറ്റ്. സോ അതെത്രയാണ്? ഇത് 7.69 അല്ലേ നമുക്ക് കിട്ടിയിരുന്നത്? 7.69. 7.69ൽ നിന്ന് 2.5 കുറയ്ക്കുക. അപ്പോൾ എത്ര കിട്ടും? 5.19. സിമിലർലി ഇവിടെ എത്രയാണ്? ഇവിടെ വന്നിരുന്നത് 12.5 ആണ്. 12.5ന്ന് ഈ ഒരു ഡിസ്റ്റൻസ് കുറച്ചാലാണ് നമുക്ക് എന്ത് കിട്ടുക? 12.5ന്ന് ഈ ഒരു ഡിസ്റ്റൻസ് 12.5ന്ന് ഈ ഒരു ഡിസ്റ്റൻസ് കുറച്ചാലാണ് നമുക്ക് ഈ ഒരു എൻറ്റയർ ഡിസ്റ്റൻസ് കിട്ടുക അല്ലേ. നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ ഡിസ്റ്റൻസ് ആണ് നമുക്ക് ആവശ്യമുള്ളത്. ഈ ഡിസ്റ്റൻസ് എങ്ങനെ കിട്ടും? 12.5ന്ന് എന്ത് കുറയ്ക്കണം നമ്മൾ? 12.5ന്ന് ഈ ഒരു ഡിസ്റ്റൻസ് കുറയ്ക്കണം. ഇത് എത്രയാണ്? 7.69. സോ വി ഗെറ്റ് 4.81. y3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? y3 എന്ന് പറഞ്ഞാൽ 21.25. ഈ ഒരു ലെങ്ത് ഇയാളുടെ സെൻട്രോയിഡൽ ആക്സിസിൽ നിന്ന് ഈ ഒരു ലെങ്ത് കുറയ്ക്കുക. എത്രയായിരിക്കും? 21.25 മൈനസ്
7.69, അത് 13.56 ആണ്. പിന്നെ നേരത്തെ പോലെ തന്നെ സിമിലർലി IXX എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആൾക്കാരുടെ അവരവരുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആൾക്കാരുടെ നമ്മുടെ എൻറ്റയർ ബോഡിയുടെ സെൻട്രോയിഡൽ ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യകളുടെ സമ്മ്, അതല്ലേ ഇത്? ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആൾക്കാരുടെ എൻറ്റയർ ബോഡിയുടെ സെൻട്രോയിഡൽ ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യകളുടെ സമ്മാണ് നമ്മുടെ ടോട്ടൽ ബോഡിയുടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് അബൌട്ട് XX ആക്സിസ്. സോ അതെത്രയാണ്? IG1 പ്ലസ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഡിസ്റ്റൻസ് എല്ലാ വാല്യൂസും പ്ലഗ് ഇൻ ചെയ്യുക ആൻഡ് you will get the answer for that particular thing. So our entire procedure same ആണ്. It's just that you don't have to make some calculation mistakes. വേറെ ഇഷ്യൂസ് ഒന്നും ഇതിനകത്ത് വരുന്നില്ല. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ്? ഏരിയ ഉണ്ട്, ഡിസ്റ്റൻസ് എത്രയാണ്? ഓക്കെ 5.19 ഉണ്ട് അതിൻ്റെ സ്ക്വയർ. സെക്കൻഡ് ഫിഗറിൻ്റെ കേസിൽ ഏരിയ ഉണ്ട്, അവൻ്റെ ഡിസ്റ്റൻസ് 4.18 സ്ക്വയർ. തേർഡ് ഫിഗർ അവൻ്റെ ഡിസ്റ്റൻസ് 13.1 സ്ക്വയർ. സോ എല്ലാ കാൽക്കുലേഷൻസ് ഇട്ട് കഴിഞ്ഞാൽ ഇത് കിട്ടും. ഈ IG1, IG2, IG3 എങ്ങനെ കിട്ടുക? BD³/12, BD³/12 നമ്മൾ ഏതൊക്കെയാണ് പാരലൽ സൈഡ്സ് പെർപെൻഡിക്കുലർ സൈഡ്സ് എന്ന് നോക്കിയിട്ട് നമ്മുടെ ആക്സിസിനനുസരിച്ച് വാല്യൂസ് കണ്ടുപിടിക്കാം. ഓക്കെ, എന്നിട്ട് യു ക്യാൻ ജസ്റ്റ് ക്രോസ് ചെക്ക് ദിസ് പെർട്ടിക്കുലർ ആൻസർ. സിമിലർലി നമ്മൾ മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് Y ആക്സിസ് നോക്കും. Y ആക്സിസ് നോക്കുമ്പോഴും Y ആക്സിസിൻ്റെ ഡിസ്റ്റൻസ് നമ്മൾ നോക്കും. അതായത് നമുക്ക് ഈ ഒരു ഡിസ്റ്റൻസ് ആണ് വേണ്ടത് അല്ലേ? ദാറ്റ് ഈസ് ഈ ഒരു ഡിസ്റ്റൻസ്. ഓക്കെ, ഇയാളുടെ ഇതാണ് ഇയാളുടെ ഫസ്റ്റത്തെ ആളുടെ സെൻട്രോയിഡൽ ആക്സിസ് ഇതാണ്. സോ എനിക്ക് ഈ രണ്ട് ആക്സിസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് വേണം. സോ ഞാൻ എന്ത് ചെയ്യും? ഈ എൻറ്റയർ ആക്സിസിൽ നിന്ന് ഈ ഒരു ഡിസ്റ്റൻസ് കുറയ്ക്കും അല്ലേ? അത് എത്രയാണ്? ദാറ്റ് ഈസ് 17.5 മൈനസ് 13.5, 4. സിമിലർലി എല്ലാവരുടെയും നമ്മളങ്ങനെ ഡിസ്റ്റൻസുകൾ കണ്ടുപിടിക്കുക. ആൻഡ് IYY ദാറ്റ് ഈസ് സെൻട്രോയിഡൽ ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ എങ്ങനെയാണ് നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ടുള്ളത് ആഡ് ചെയ്യുക. ഫൈനൽ ആൻസർ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? I think it's pretty clear how to do these composite body figures അല്ലേ? അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക, ആൾക്കാരുടെ സെൻട്രോയിഡുകൾ കണ്ടുപിടിക്കുക. സെൻട്രോയിഡൽ ആക്സിസ് ആണെന്നുണ്ടെങ്കിൽ സെൻട്രോയിഡൽ ആക്സിസ് ലൊക്കേറ്റ് ചെയ്യുക. അല്ല ആക്സിസ് നമുക്ക് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ആക്സിസും നമ്മുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആൾക്കാരുടെ ആക്സിസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എടുക്കുക ആൻഡ് യൂസിങ് പാരലൽ ആക്സിസ് തിയറം സോൾവ് ചെയ്യുക. ആ പ്രൊസീജിയർ ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ യു ക്യാൻ വെരി വെൽ ഗെറ്റ് ദി ആൻസർ. ജസ്റ്റ് ഡോണ്ട് മേക്ക് കാൽക്കുലേഷൻ മിസ്റ്റേക്ക്. ദാറ്റ്സ് ഇറ്റ്. സോ ഇനിയിപ്പോൾ ലാസ്റ്റ് പഠിക്കാനുള്ള ഒരു ടൈപ്പ് ഓഫ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് പുതിയ കോൺസെപ്റ്റ് ഒന്നുമല്ല, നമ്മൾ പഠിച്ച തന്നെ ജസ്റ്റ് അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ലെവൽ എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് സബ്ട്രാക്റ്റഡ് ബോഡീസ്. നമ്മൾ നേരത്തെ കോമ്പോസിറ്റ് ബോഡീസിൻ്റെ കേസിൽ നമ്മൾ എന്താ ചെയ്തിരുന്നത്? രണ്ടെണ്ണം എന്നുണ്ടെങ്കിൽ രണ്ടെണ്ണത്തിൻ്റെ ആഡ് ചെയ്യുക അല്ലേ? ഇതിനകത്ത് ഇപ്പോൾ എന്താണ് ബേസിക്കലി ചെയ്യുന്നത്? ഇതും രണ്ട് സെപ്പറേറ്റ് ബോഡീസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുക, എന്നിട്ട് മൈനസ് ചെയ്യുക. നമ്മൾ സെൻട്രോയിഡിൽ ചെയ്ത പോലെ തന്നെ ഇനീഷ്യലി ഒരു സംഭവം ഉണ്ടായിരുന്നു, അതിനൊരു മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഉണ്ടായിരുന്നു, അതിൽ നിന്ന് നമ്മളൊരു പെർട്ടിക്കുലർ സാധനം മൈനസ് ചെയ്ത് കളഞ്ഞു. അതേ രീതിയിൽ തന്നെ. ഓക്കെ, എങ്ങനെയാണോ നമ്മൾ സെൻട്രോയിഡിൻ്റെ ക്വസ്റ്റ്യൻസ് അപ്രോച്ച് ചെയ്ത് അതേ രീതി തന്നെയായിരിക്കും ഇതിനെ അപ്രോച്ച് ചെയ്യുക. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ഫിഗറാണ് എടുത്തതെന്ന് വയ്ക്കുക. അതായത് ഇനീഷ്യലി ഞാൻ ഇത് കാണുമ്പോൾ എനിക്ക് എന്ത് മനസ്സിലായി? ഓക്കെ, എനിക്കൊരു റെക്റ്റാങ്കിൾ ഉണ്ടായിരുന്നു, ആ റെക്റ്റാങ്കിളിനകത്ത് നിന്ന് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? രണ്ട് സെമി സർക്കിൾ ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, ഇനീഷ്യലി ഐ ഹാഡ് എ റെക്റ്റാങ്കിൾ, അതിനകത്ത് നിന്ന് രണ്ട് സെമി സർക്കിൾ മാറ്റിക്കഴിഞ്ഞാൽ റെസ്റ്റ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്തോരാണ് ബാക്കി ഉണ്ടാവുക അബൌട്ട് ദിസ് പെർട്ടിക്കുലർ ആക്സിസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ എക്സ് കോമ്പണൻ്റ് എന്തായിരിക്കും? ഈ ഫസ്റ്റത്തെ ആളുടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് എക്സ് ആക്സിസ് മൈനസ് ഇയാളുടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് എക്സ് ആക്സിസ് മൈനസ് ഇയാളുടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് എക്സ് ആക്സിസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ എൻറ്റയർ ബോഡിയുടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് സെൻട്രോയിഡൽ എക്സ്, അതായത് ഏതൊരു ആക്സിസിന് അബൌട്ട് ആണെങ്കിലും നമുക്ക് മറ്റേതുപോലെ കാൽക്കുലേറ്റ് ചെയ്യാം. സോ ബേസിക് ഡിഫറൻസ് ഇത്രയേ ഉള്ളൂ. മറ്റേതിനകത്ത് നമ്മൾ രണ്ട് ഇൻഡിവിജ്വൽ ബോഡീസിൻ്റെ സംഭവങ്ങൾ ആഡ് ചെയ്തിരുന്ന സമയത്ത് ഇവിടെ നമ്മൾ മൊമെന്റ് ഓഫ് ഇനേർഷ്യാസ് ഓഫ് 2 ഡിഫറെൻറ്റ് കോമ്പോസിറ്റ് ബോഡീസ് സബ്ട്രാക്ട് ചെയ്തിട്ടാണ് കണ്ടുപിടിക്കുക. അത്രയേ ഉള്ളൂ. ഈ ഐഡിയ കിട്ടിയല്ലോ. അതായത് ഇതിൻ്റെ കേസിൽ എങ്ങനെയായിരിക്കും? ഇനീഷ്യലി ഉണ്ടായിരുന്നതായിട്ട് കൺസിഡർ ചെയ്തിട്ട് ചെയ്യുക. സോ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി BD³/12 മൈനസ് ഈ രണ്ടാൾക്കാരുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ളത്. സോ ഇതാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? സപ്പോസ് എൻ്റെ അടുത്ത് ഈ ആക്സിസിന് അബൌട്ടായിട്ട് കട്ട് ഔട്ട് ചെയ്തതിന് ശേഷമുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ഒബ്വിയസ്ലി ഗോയിങ് ടു ബി ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ സംഭവത്തിൽ നിന്ന് ഈ സ്ക്വയറും ഈ ഒരു ട്രയാങ്കിളും കട്ട് ചെയ്ത് മാറ്റിയപ്പോൾ എത്രമാത്രം മൊമെന്റ് ഓഫ് ഇനേർഷ്യക്ക് ചേഞ്ച് വന്നതാണ്. ഓക്കെ, സോ ഫസ്റ്റ് ഒബ്വിയസ്ലി IXS ഗുണം എന്തായിരുന്നു? ഈ ഒരു ഫസ്റ്റത്തെ ആളുടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ IG1x അതെന്തായിരിക്കും? ഈ ഒരു ആക്സിസിന് അബൌട്ട് ആണെന്നാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കണം. എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? ഫോർ എക്സാമ്പിൾ നമ്മുടെ എന്താണ് മറ്റേ പാരലൽ ആക്സിസ് തിയറം വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ് അല്ലേ? അതായത് എക്സ് ആൻഡ് വൈ ആക്സിസ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിച്ചത്? ആദ്യം ഈ സെൻട്രോയിഡൽ ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള BD³/12 വെച്ച് കണ്ടുപിടിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ലെങ്ത് കണ്ടുപിടിക്കും. അത് കഴിഞ്ഞിട്ട് എന്താണ് അബൌട്ട് ദിസ് പെർട്ടിക്കുലർ ആക്സിസ് എങ്ങനെയായിരുന്നു? ദാറ്റ് ഈസ് ഈക്വൽ ടു IG പ്ലസ്
ആ എ ഇൻറ്റു ഈ പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് അങ്ങനെ നമ്മൾ ചെയ്തിരുന്ന ഓർമ്മയില്ല. അതുപോലെ തന്നെ IG1x കണ്ടുപിടിക്കുക, IG2xും IG3xും ഒന്ന് സബ്ട്രാക്ട് ചെയ്യുക. ഇതിൽ നിന്നും ഈ ഒരു സംഭവത്തിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കുറയ്ക്കുക. സിമിലർലി y ആക്സിസിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. സോ ഒന്നുമില്ല, എങ്ങനെയാണോ നമ്മൾ മറ്റേതിനകത്ത് ചെയ്തിരുന്നത് അതുപോലെ തന്നെ ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് വി ആർ സബ്ട്രാക്ടിങ് ഇറ്റ് ഫ്രം ദ വൺ കംപ്ലീറ്റ് പോർഷൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ഫിഗർ ആണ് ഉണ്ടെന്നുണ്ടെങ്കിലോ നമ്മൾ എന്താണ്, ഒന്നില്ലെങ്കിൽ നമ്മൾ ട്രപ്പീസിയത്തിൽ നിന്ന് there are two ways to approach this particular problem. That is either you consider, പക്ഷേ അത് ഈ ഒരു പ്രോബ്ലം ട്രപ്പീസിയത്തിൽ നിന്ന് സെമി സർക്കുലർ ഡിസ്ക് കട്ട് ചെയ്ത് മാറ്റുന്നതായിട്ട് ചെയ്യുന്നതിനേക്കാൾ എളുപ്പം ഒരു സ്ക്വയറിൽ നിന്നും 2 ട്രയാങ്കിളും ഒരു ഡിസ്കും കട്ട് ചെയ്ത് മാറ്റുന്നതായിട്ടാണ് എളുപ്പം. കാരണം ട്രപ്പീസിയത്തിൻ്റെ സ്റ്റാൻഡേർഡ് കേസുകൾ നമ്മൾ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയുടെ റിസൾട്ട്സിൽ നമ്മൾ പഠിച്ചിട്ടില്ല, or we are not familiar with that, or it's a pretty difficult one also, so we are not going by that way. അപ്പോൾ ഇതിനകത്ത് എങ്ങനെയാണ് ഈ ഒരു നമ്മുടെ എൻറ്റയർ സ്ക്വയർ എടുക്കുക, ആൻഡ് ഇറ്റ് ഇസ് ഗോയിങ് ടു ബി IG1x മൈനസ് IG2x മൈനസ് IG3x മൈനസ് IG4x. ഇൻഡിവിജ്വൽ ആയിട്ടുള്ള 4 ആൾക്കാരുടെ കണ്ടുപിടിച്ചിട്ട് 4 കൂടി സബ്ട്രാക്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ക്ലിയർ കട്ട് ഐഡിയ കിട്ടും. ആൻഡ് അത് കഴിഞ്ഞാൽ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയുടെ ക്വസ്റ്റ്യൻസ് മോസ്റ്റ് പ്രോബ്ലി ഈ ഒരു പാറ്റേൺ ആയിരിക്കും. യു വിൽ ബി ഏബിൾ ടു സോൾവ് ദാറ്റ്, ഓർ ആഫ്റ്റർ യു സോൾവ് ഇറ്റ് വൺസ് യു വിൽ ഗെറ്റ് എൻ ഐഡിയ ഓൺ ഹൗ ടു സോൾവ് ഇറ്റ്. ഓക്കെ, സോ എനിക്കിത് ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. കാൽക്കുലേറ്റ് ദ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ ഷെയ്ഡഡ് ഏരിയ വിത്ത് റെസ്പെക്ട് ടു ദ സെൻട്രോയിഡൽ ആക്സിസ്. ഓക്കെ, ഈ ഒരു ഷെയ്ഡഡ് ഏരിയ അല്ലെങ്കിൽ ഈ റെഡ് ആയിട്ടിരിക്കുന്ന ഏരിയയുടെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ മാത്രമാണ് നമ്മുടെ അടുത്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ കാണുമ്പോൾ എനിക്ക് എന്ത് മനസ്സിലായി, ഇനീഷ്യലി ഐ ഹാഡ് എ ട്രയാങ്കിൾ, ആൻഡ് ഫ്രം ദാറ്റ് ട്രയാങ്കിൾ ഞാനൊരു റെക്ടാങ്കിൾ എടുത്ത് മാറ്റി കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തോരം മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ മാറ്റം വന്നു എന്നാണ് കണ്ടുപിടിക്കുന്നത്. സോ ഇത് കണ്ട ഉടനെ എൻ്റെ മൈൻഡിൽ എന്താണ് കത്തേണ്ടത്, ഓക്കെ ഫൈനലി ഞാൻ എന്തായിരിക്കും ചെയ്യേണ്ടത്, IX എന്ന് പറയുന്നത് എന്തായിരിക്കും, IG1x മൈനസ് IG2x ആയിരിക്കും. ക്ലിയർ? Basically we will have to find IG1x and IG2x just like the way we found out for adding of composite bodies. There is no difference at all. Okay, so ഞാൻ ആദ്യം എന്താണ് ഈ IG1x നമ്മുടെ ഈ ആദ്യത്തെ ആളുടെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കാൻ പോയി. ഇമാജിൻ ദാറ്റ് ദിസ് ബ്ലോക്ക് വാസ് നോട്ട് ദെയർ, ലൈക്ക് ഇവിടെ റെഡ് തന്നെയായിരുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എങ്ങനെയായിരുന്നു പ്രൊസീഡ് ചെയ്യുക, ആദ്യത്തെ ലൈക്ക് ഒരു ട്രയാങ്കിളിനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഹൗ വുഡ് ഹാവ് ബീൻ പ്രൊസീഡഡ്, നമ്മൾ ആദ്യം നമ്മളതിൻ്റെ സെൻട്രോയിഡ് കണ്ടുപിടിക്കും അല്ലേ. ആദ്യം നമ്മൾ സെൻട്രോയിഡ് കണ്ടുപിടിച്ചിട്ട് പിന്നെ ബാക്കിയുള്ള പരിപാടികൾ ചെയ്യാറില്ല, നമ്മൾ ചെയ്യാറ് ഫസ്റ്റ് സെൻട്രോയിഡ് കണ്ടുപിടിക്കും. അത് അതായത് കോമ്പോസിറ്റ് ബോഡീസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻഡിവിജ്വൽ ബോഡിയൊക്കെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആൾക്കാരുടെ സെൻട്രോയിഡുകൾ കണ്ടുപിടിക്കും. ആൻഡ് വി ഫൈൻഡ് ദ കോമൺ സെൻട്രോയിഡ് ഓഫ് ദ സെപ്പറേറ്റ് ആയിട്ടുള്ള ബോഡികളുടെ കോമൺ ആയിട്ടുള്ള സെൻട്രോയിഡ് കണ്ടുപിടിക്കും. അതായിരിക്കും നമ്മുടെ സെൻട്രോയിഡൽ ആക്സിസ്. ആൻഡ് ആ സെൻട്രോയിഡൽ ആക്സിസ് നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള ഡിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിക്കും. എന്നിട്ട് നമ്മൾ പാരലൽ ആക്സിസ് തിയറം യൂസ് ചെയ്ത് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കും. അതായിരുന്നു നമ്മുടെ വേ ഇൻ വിച്ച്, അല്ലെങ്കിൽ ആ ഒരു സ്റ്റെപ്സ് അല്ലെങ്കിൽ ആ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്. സോ ഞാൻ അതുപോലെ തന്നെയാണ് ഇവിടെയും പ്രൊസീഡ് ചെയ്യുക. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആദ്യം ഏതാണ് കണ്ടുപിടിക്കേണ്ടത്, ഫസ്റ്റ് ഞാൻ ഇമാജിൻ ചെയ്തു ഇവിടെ വേറെ ഒന്നുമില്ല, വെറുതെ നമ്മുടെ അടുത്തൊരു ട്രയാങ്കിളിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയാണ് കണ്ടുപിടിക്കേണ്ടിയിരുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം എന്ത് ചെയ്യണമായിരുന്നു, അതായത് ദിസ് ഈസ് ബേസിക്കലി ഒരു ട്രയാങ്കിളിൻ്റെയും റെക്ടാങ്കിളിൻ്റെയും സെപ്പറേറ്റ് ആയിട്ട് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കോമ്പോസിറ്റ് ബോഡീസിനെ കണ്ടുപിടിക്കാൻ എങ്ങനെയാണോ പ്രൊസീഡ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ മുന്നോട്ട് പോകുക. സോ ഫസ്റ്റ് തിങ് ഇസ് ഐ എം ഗോണ സെലക്ട് ദ ട്രയാങ്കിൾ എടുത്തപ്പോൾ എനിക്ക് സെൻട്രോയിഡൽ ആക്സിസിന് അബൌട്ട് ആയിട്ടാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് എന്ത് കണ്ടുപിടിക്കണം, ട്രയാങ്കിളിൻ്റെ സെൻട്രോയിഡ് ഞാൻ ആദ്യം കണ്ടുപിടിക്കണം. നമുക്കറിയാം സിമെട്രി പ്രസൻറ്റ് ആവുന്ന കേസുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ വി ഷുഡ് ഗോ വിത്ത് ദാറ്റ് ആക്സിസ് അല്ലേ. നമ്മൾ ആക്സിസ് സെലക്ട് ചെയ്യുമ്പോൾ സിമെട്രി പ്രസൻറ്റ് ആണെന്നുണ്ടെങ്കിൽ വി ഷുഡ് ഗോ വിത്ത് ദാറ്റ് പെർട്ടിക്കുലർ ആക്സിസ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഈ സെൻട്രോയിഡൽ YY ആക്സിസിന് അബൌട്ടായിട്ട് ഈ ഒരു സംഭവം സിമെട്രിക്കലാണ്. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ ഐ ഡോണ്ട് ഹാവ് ടു കാൽക്കുലേറ്റ് ഫോർ X ആക്സിസ് അല്ലേ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ ആക്സിസ് എന്താ പറയുക ഇക്വലേറ്റർ ട്രയാങ്കിൾ ആയതുകൊണ്ട് H/2 എടുക്കണം, പിന്നെ അതിൻ്റെ ബാക്കിയുള്ള കുറച്ച് കാൽക്കുലേഷൻസ് കൊടുക്കും. whereas if we take the axis where symmetry is present, that particular thing is zero now. There is no difficulty in proceeding with Y bar ഉണ്ട്. നമുക്ക് ഒറ്റ ഇതായിട്ട് മാത്രം പ്രൊസീഡ് ചെയ്താൽ മതി. സോ ഞാൻ ഈ ഒരു ആക്സിസ് എടുത്തു, ഈ ഒരു ആക്സിസ് ഞാൻ സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ നമുക്കറിയാം സെൻട്രോയിഡൽ ആക്സിസിന് അബൌട്ടായിട്ടാണ് കണ്ടുപിടിക്കേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മുടെ ട്രയാങ്കിളിൻ്റെ ഇതെന്തായിരുന്നു, എന്താണ് മറ്റേ സെൻട്രോയിഡ് എന്തായിരുന്നു, H/3 B/3 ആയിരുന്നില്ലേ, H/3, B/3 ആയിരുന്നു അല്ലേ. സോ ഇവിടെ B/3, H/3 ആയിരുന്നു അല്ലേ. ഇവിടെ H/3 എന്താ, H/3 കണ്ടുപിടിക്കാൻ നമുക്കിവിടെ H തന്നിട്ടില്ല, പക്ഷേ നമുക്കിവിടെ എന്ത് തന്നിട്ടുണ്ട്, ഒബ്വിയസ്ലി ഇവിടെ 60 ഡിഗ്രി തന്നിട്ടുണ്ട്. 60 ഡിഗ്രി തന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ഈ ഹൈറ്റ് കണ്ടുപിടിച്ചോളൂ. ഇതാണ് ട്രയാങ്കിളിൻ്റെ ഹൈറ്റ്, ഈ ഒരു പെർട്ടിക്കുലർ ഹൈറ്റ് നമുക്ക് കണ്ടുപിടിക്കാം, ഒബ്വിയസ്ലി കണ്ടുപിടിക്കാം. സോ ഞാൻ tan 60 എടുത്തു. tan 60 എന്താണ്, ടോട്ടൽ ഹൈറ്റ് ഓഫ് ദ ട്രയാങ്കിൾ ഡിവൈഡഡ് ബൈ
ഈ ഒരു ട്രയാങ്കിളാണ് ഞാൻ കൺസിഡർ ചെയ്തത്. ഓക്കെ, ഈ ഒരു ട്രയാങ്കിൾ ഞാൻ ഇനീഷ്യലി കൺസിഡർ ചെയ്തതാണ്. ഈ ഒരു ട്രയാങ്കിൾ എടുത്തിട്ട് അതിൽ ഞാൻ tan 60 എടുത്തു. tan 60 എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ബൈ adjacent side, so that is h by 5. We get h is equal to 5√3, that is 8.66. ഇത് ആദ്യം നമ്മൾ h കണ്ടുപിടിച്ചു. അപ്പോൾ y1 നമുക്ക് എങ്ങനെ കിട്ടും? y1 എന്ന് പറയുന്നത് h by 3 ആണ്. x ബാർ എന്താണ്? x1 ബാർ എന്താണ്? 0 ആണ്. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ സെൻറ്റർ എന്നാ. അത് ഒറിജിനാണല്ലോ, ഒറിജിനലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ യാ y1 ബാർ എന്ന് പറയുന്നത് h by 3 ആണ്. ദാറ്റ് ഈസ് 8.66 by 3, 2.88 ആണ്. ഓക്കെ, സിമിലർലി രണ്ടാമത്തെ ആളുടെ എക്സ് ബാർ എവിടെയാണ്? ഒറിജിനലാണ്, 0 ആണ്. ഇറ്റ് ഈസ് ഓൾസോ ലൊക്കേറ്റഡ് ഇൻ ദാറ്റ് സെയിം ആക്സസ് നാ. ഒറിജിൻ തന്നെയാണ്, 0 ആണ്. എക്സ് ബാർ എന്ന് പറയുന്നത് 0 ആണ്. y2 ബാർ എന്ന് പറയുന്നത് എവിടെയാണ്? y2 ബാർ എന്ന് പറയുന്നത് ഈ ഒരു പെർട്ടിക്കുലർ സംഭവത്തിൻ്റെ നടുക്കിൽ. ഇത് എത്രയാണ്? 4. അപ്പോൾ 4ൻ്റെ പകുതി ഇവിടെ 2 വരും, പിന്നെ ഈ ഒരു 4 കൂടി ഉണ്ട്. അപ്പോൾ 2 4 6. സോറി, ഇത് എത്രയാണ്? 1 സെക്കൻഡ്. ഓക്കെ, അല്ലല്ല, ഇതിൽ 4 എന്നാണ് കൊടുത്തേക്കണേ. ഞാനിവിടെ 2 എടുത്തിട്ടാണ് ചെയ്തേക്കണേ. ഓക്കെ, ലെറ്റ്സ് മേക്ക് ദിസ് 2. ലൈക്ക് കാൽക്കുലേറ്റ് ചെയ്ത് പോയത് 2 വെച്ചിട്ടാണ്. സോ ലെറ്റ് us മേക്ക് ദിസ് 2. ഓക്കെ, ഇത് 2 ആണ്. അപ്പോൾ എൻ്റെ സെൻട്രോയിഡ് എവിടെയായിട്ടാണ് വരിക? ഈ രണ്ടും അതുപോലെ തന്നെ ഈ ഒരു 2. ഓക്കെ, കറക്റ്റ്. അപ്പോൾ ഈ 4ൻ്റെ പകുതിയും അതാണ് ഇവിടെ. ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? ദിസ് ഇസ് ഗോയിങ് ടു ബി 2, this is going to be 2, and this is also going to be 2. So ഈ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 4 ആണ്. ദാറ്റ് ഈസ് y2 ബാർ. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ കണ്ടുപിടിച്ചു. ദാറ്റ് ഈസ് നമ്മൾ എല്ലാത്തിലും ചെയ്യുന്ന പോലെ തന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എന്താണ്? സെൻട്രോയിഡ് ലൊക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ രണ്ടാൾക്കാരുടെയും സെൻട്രോയിഡ് നമ്മൾ ലൊക്കേറ്റ് ചെയ്തു. ഇനി അവരുടെ ഏരിയാസ് കണ്ടുപിടിക്കുക. ഏരിയാസ് എങ്ങനെയാണ്? ഈ ട്രയാങ്കിൾ ഈ ഒരു പെർട്ടിക്കുലർ ആക്സിസിന് സിമെട്രിക്കലാണ് നമുക്കറിയാം അല്ലേ. അപ്പോൾ എന്ത് ചെയ്താൽ മതി? 2 ഇൻറ്റു ഒരാളുടെ ഏരിയ ചെയ്താൽ പോരെ. 2 ഇൻറ്റു ഒരാളുടെ ഏരിയ ചെയ്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച് എസ് വെൽ. ഹാഫ് ഇൻറ്റു 10 ഇൻറ്റു 8.66. ദാറ്റ് ഈസ് ഓൾസോ ഗോയിങ് ടു ബി ദ സെയിം ഓൺലി. എനിവേ യു ക്യാൻ പ്രൊസീഡ് വിത്ത് വാട്ട് എവർ യു വാണ്ട്. ഓക്കെ, സോ ഞാൻ അങ്ങനെ പോയി, എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. സോ ഹാഫ് ബി എച്ച് ആണ്. സോ ദാറ്റ് ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 43.33 ആണ്. അതുപോലെ തന്നെ ഈ റെക്ടാങ്കിളിൻ്റെ ഏരിയ എന്താണ്? 2 ഇൻറ്റു 4, ദാറ്റ് ഈസ് ഗോയിങ് ടു ബി 8 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഓർത്ത് വയ്ക്കുക, നമ്മൾ ഏരിയ എടുക്കുമ്പോൾ യു ഷുഡ് നോട്ട് തിങ്ക് ദാറ്റ് ഓക്കെ 43.33 നമ്മുടെ ട്രയാങ്കിളിൻ്റെ ഉണ്ട്, ഞാൻ ആദ്യം 8 ഇത് സബ്ട്രാക്ട് ചെയ്തിട്ട് ബാക്കിയുള്ള 35.33 ആയിരിക്കും എൻ്റെ ഫസ്റ്റ് വണ്ടെ ഏരിയ എന്ന് വിചാരിച്ച് ചെയ്യരുത്. ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. A1 അല്ലെങ്കിൽ നമ്മൾ ആദ്യം ഇറ്റ് ഈസ് ജസ്റ്റ് സിമിലർ ടു വാട്ട് വി ഡു ഇൻ കോമ്പോസിറ്റ് ബോഡീസ്. നമ്മൾ 2 ഇൻഡിവിജ്വൽ ബോഡി എടുക്കുകയാണ്, എന്നിട്ട് 2 ആൾക്കാരുടെയാണ് ചെയ്യുന്നത്. ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് വി ആർ ആഡിങ് ദ നെഗറ്റീവ് ഏരിയ. ഓക്കെ, ഇറ്റ് ഈസ് ജസ്റ്റ് ദാറ്റ് വി ആർ ആഡിങ് ദ നെഗറ്റീവ് ഏരിയ. സോ ഡോണ്ട് മേക്ക് ദ മിസ്റ്റേക്ക് ഓഫ് സെലക്ടിങ് ദ ഏരിയ വിച്ച് ഇസ് സബ്ട്രാക്റ്റഡ്. ഏരിയ എന്ന് പറയുന്നത് പ്രോപ്പർ ഫിഗറിൻ്റെ തന്നെ ആയിരിക്കണം. ഓക്കെ, ഏരിയ കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞിട്ട് വി നോ ദാറ്റ് എക്സ് ബാർ ഇസ് ഗോയിങ് ടു ബി 0. ഒബ്വിയസ്ലി. y1 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ സെൻട്രോയിഡ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണോ സബ്ട്രാക്റ്റഡ് ബോഡീസിൻ്റെ സെൻട്രോയിഡ് കാൽക്കുലേറ്റ് ചെയ്തിരുന്നത് അതുപോലെ തന്നെ ആയിരിക്കണം നമ്മൾ സെൻട്രോയിഡ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമ്മൾ സെൻട്രോയിഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ a1 y1 പ്ലസ് a2 y2 അല്ല, a1 y1 മൈനസ് a2 y2 ആണ്. നമുക്കറിയാം സബ്ട്രാക്റ്റഡ് ബോഡീസ് ആണ്. സോ ഒബ്വിയസ്ലി സെൻട്രോയിഡ് മൈനസിൻ്റെ ടേംസിലാണ് നമ്മൾ എഴുതേണ്ടത് അല്ലേ. So that is going to be a1 y1 bar minus a2 y2 bar divided by a1 minus a2. a1 എന്താണ്? 43.33. y1 എന്താണ്? y1 എന്ന് പറയുന്നത് ഇതാണ് 2.88. അതായത് ഈ ഒരു പെർട്ടിക്കുലർ ട്രയാങ്കിളിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി മൈനസ് 4 ഇൻറ്റു 8 divided by a1 minus a2, that is 35.33, and that comes out to be 2.637. ഈ 2.637 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി ഈ ഒരാളുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുമ്പോൾ ഏതാണ്ട് എന്താണ് 2.88 അല്ല, സംവെയർ ഗോയിങ് ടു ബി ഹിയർ 2.88. ആൻഡ് നമ്മുടെ ഈ ഏതാണ് സ്ക്വയറിൻ്റെ എന്ന് പറയുന്നത് എവിടെയായിട്ട് വരും? ഏതാണ്ട് ഇവിടേക്കായിട്ട് വരും. ഏതാണ്ട് ഇവിടേക്കായിട്ട് വരും. സോ എൻറ്റയർ സർഫസിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി അതിന് താഴെ ആയിരിക്കും അല്ലേ. കാരണം ഈ ഒരു 2 പീസുകളും കൂടി ആഡ് ചെയ്ത് വെക്കുകയായിരുന്നു എന്നുണ്ടെങ്കിൽ അതായത് ഇപ്പോൾ ഇനീഷ്യലി ട്രയാങ്കിൾ മുത്തുണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. ആൻഡ് അതിൻ്റെ മുകളിൽ നമ്മൾ വേറൊരു കളറിലുള്ള വേറൊരു റെക്ടാങ്കിളാണ് വെച്ചിരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു? ഇത് 2 കൂടി ആഡ് ചെയ്യുമായിരുന്നു അല്ലേ. അപ്പോൾ നമുക്ക് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എവിടെയായിരുന്നു വരിക? ഈ സംഭവം ഇരുന്നിരുന്ന സ്ഥലത്തായിരിക്കും നമ്മുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരാനുള്ള പ്രോബിലിറ്റി ഇതിൻ്റെ നടുക്കിലായിരുന്നു വന്നിരിക്കേണ്ടത് അല്ലേ. കാരണം അവിടെയാണ് കൂടുതൽ മാസ് അല്ലെങ്കിൽ ഏരിയ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ളത്. അപ്പോൾ അവിടെയായിരുന്നു നമ്മുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരേണ്ടത്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല കേസ്, സബ്ട്രാക്ഷൻ ആണ്. സോ ഒബ്വിയസ്ലി പുറത്ത് വരാനാണ് സാധ്യത അല്ലേ. സോ
അതാണ് ഇവിടെ 2.637 വന്നത്. അതായത് ഇനി ആദ്യത്തെ ആളുടെ വന്നിരുന്നതിനേക്കാളും താഴെയായിട്ടാണ് നമ്മുടെ ഇപ്പോഴത്തെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വന്നത്. സോ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി സംവെയർ അറൗണ്ട് ഹിയർ ഓൺലി. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ആൻഡ് വി ഹാവ് ടു മേക്ക് ദ കാൽക്കുലേഷൻസ് വിത്ത് റെസ്പെക്ട് ടു ദിസ് പെർട്ടിക്കുലർ ആക്സസ് ഓൺലി. ഇത് ഞാൻ ആക്സസ് ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ കാൽക്കുലേഷൻസ് എല്ലാം ഇതാണ് നമ്മുടെ റിക്വയർഡ് ആയിട്ടുള്ള ആക്സസ്. സെൻട്രോയിഡൽ എക്സ് ആക്സസ് എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ആവശ്യമുള്ള ആക്സസ്. സോ ദാറ്റ് ഈസ് നമ്മൾ സെൻട്രോയിഡൽ ആക്സസ് കണ്ടുപിടിച്ചു. ഇനി നമ്മൾ എങ്ങനെയാണ് പ്രൊസീഡ് ചെയ്യാറ്? മൊമെന്റ് ഓഫ് ഇനേർഷ്യക്ക് സെൻട്രോയിഡൽ ആക്സസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ വി ഗെറ്റ് ഐ എക്സ് എന്ന് പറയുന്നത് IG1x മൈനസ് IG2x. കറക്റ്റ് അല്ലേ? മറ്റേൻ്റെ കേസിൽ നമ്മൾ എന്ത് ചെയ്യായിരുന്നു? എക്സ് ആക്സിന് അബൌട്ടായിട്ടുള്ള രണ്ട് കോമ്പോസിറ്റ് ആൾക്കാരെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ എക്സ് ആക്സിന് അബൌട്ടായിട്ട് ആ കോമ്പോസിറ്റ് ബോഡിയുടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കിട്ടുമായിരുന്നു. ഇവിടെ ഞാൻ എന്ത് ചെയ്യണം? ടോട്ടൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരാളുടെ നിന്ന് രണ്ടാമത്തെ ആളുടെയും കൂടി നമ്മൾ കുറച്ച് എഴുതണം. ക്ലിയർ ആണല്ലോ? ഇറ്റ്സ് ഒബ്വിയസ്ലി റൈറ്റ്, ബിക്കോസ് വേറെ സംശയം ഇതിനകത്ത് വരാൻ നമ്മൾ പറഞ്ഞിരുന്നു. അതായത് മൈനസ് ചെയ്യണം, അത്ര തന്നെയുള്ളൂ വ്യത്യാസം ഇതിനകത്ത്. അപ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്യണം? സാധാരണ കണ്ടുപിടിക്കുന്ന പോലെ നമ്മുടെ ഡിസ്റ്റൻസുകൾ കണ്ടുപിടിക്കണം. അപ്പോൾ y1 എന്ന് പറയുന്നത് എന്തായിരുന്നു? നമ്മുടെ ട്രയാങ്കിളിൻ്റെ സെൻട്രോയിഡൽ ആക്സസും എൻറ്റയർ ഫിഗറിൻ്റെ സെൻട്രോയിഡൽ ആക്സസും തമ്മിലുള്ള ഡിസ്റ്റൻസ്. റൈറ്റ്? ട്രയാങ്കിളിൻ്റെ സെൻട്രോയിഡൽ ആക്സസ് എവിടെയായിരുന്നു? ഇതായിരുന്നു നമ്മുടെ ട്രയാങ്കിളിൻ്റെ സെൻട്രോയിഡൽ ആക്സസ് എന്ന് പറയുന്നത്. ആൻഡ് ഇതാണ് നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള നമ്മുടെ സെൻട്രോയിഡൽ ആക്സസ്. സോ ഈ രണ്ടാൾക്കാരുടെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 2.88 മൈനസ് 2.63, അത് എത്രയാണ്? 0.25. സിമിലർലി 4 മൈനസ് 2.63, കാരണം ഇയാളുടെ എവിടെയാണ്? ഇയാളുടെ 4ലാണ് വരുന്നത്. 4ൽ നിന്നും 2.63 ഇത് കുറച്ച് കഴിഞ്ഞാലാണ് നമുക്ക് ആവശ്യമുള്ള ഈ ഒരു ഏരിയ നമുക്ക് കിട്ടുക അല്ലേ? ഈ ഒരു ഏരിയ ആണ് നമുക്ക് ആവശ്യമുള്ളത്. സോ അത് 2.63, 4 മൈനസ് 2.63, ദാറ്റ് ഇസ് 1.37. ഒബ്വിയസ്ലി സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ IXX എന്ന് പറയുന്നത് എന്താണ്? B ഇൻറ്റു D ക്യൂബ്. ഇതിനകത്ത് B ഏതാടാ? B എന്ന് പറയുമ്പോൾ വൺ സെക്കൻഡ് തെറ്റിപ്പോയാ. ഇറ്റ്സ് നോട്ട് BD ക്യൂബ് ബൈ 12, ഇറ്റ്സ് BH ക്യൂബ് ബൈ 36. കാരണം നമ്മളിതാ ഇവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു സെൻട്രോയിഡൽ ആക്സിസിന് അബൌട്ട് ആയിട്ട് ട്രയാങ്കിളിൻ്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്താണ്? അതാണ് പറഞ്ഞത്. ഈ റിസൾട്ട്സ് നമുക്ക് ബൈ ഹാർട്ട് ആയിരിക്കണം. ഐ തിങ്ക് ഇവിടെ ഞാനൊരു ചെറിയ മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ സമയത്ത് ഐ ഹാഡ് റിട്ടൺ ദിസ് ആസ് ദിസ് പെർട്ടിക്കുലർ H ക്യൂബ്. അതല്ല, എൻറ്റയർ H തന്നെയാണ് കേട്ടോ. അത് കറക്റ്റ് ചെയ്തോളൂ. ഇറ്റ് ഈസ് ഗോയിങ് ടു ബി BH ക്യൂബ് ഓൺലി. സോ സെൻട്രോയിഡൽ ആക്സിസിന് അബൌട്ട് ആയിട്ടാണ് റൊട്ടേഷൻ എന്നുണ്ടെങ്കിൽ B ഇൻറ്റു ടോട്ടൽ ഹൈറ്റിൻ്റെ ക്യൂബ് ഡിവൈഡ് ബൈ 36 ആണ് റെക്ടാങ്കിൾ, ട്രയാങ്കിളിൻ്റെ കേസിൽ. ഓക്കെ, സോ BH ക്യൂബ് ബൈ 36 ആണ്. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ BH ക്യൂബ് ബൈ 36 എവിടെ പോയി? ദിസ് ഇസ് B ഇൻറ്റു ബേസ് എത്രയാണ്? 10 ആണ് അല്ലേ? B ഇൻറ്റു H ക്യൂബ്. H എത്ര നമുക്ക് കിട്ടിയത്? 8.66 ക്യൂബ് ഡിവൈഡഡ് ബൈ 36 പ്ലസ് 43.33 ഇൻറ്റു 0.25 ഹോൾ സ്ക്വയർ. അതെന്തിനായിരുന്നു? നമുക്കറിയാം അല്ലേ? അതായത് IG1 ആണ് നമ്മളിവിടെ എഴുതിയത്. IG1 ആണ് നമ്മളിവിടെ എഴുതിയത് പ്ലസ് A ഇൻറ്റു y1 സ്ക്വയർ. അതായിരുന്നല്ലോ നമ്മുടെ പാരലൽ ആക്സിസ് തിയറത്തിന് വെച്ചിട്ട് അല്ലേ? ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് ഈ ഒരു പെർട്ടിക്കുലർ ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ളതാണ് IG1 എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ A ഇൻറ്റു ഈ ഒരു പെർട്ടിക്കുലർ സംഭവത്തിൻ്റെ ഡിസ്റ്റൻസും കൂടി കാൽക്കുലേറ്റ് ചെയ്താൽ മാത്രമാണ് ഈ ഒരു ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദിസ് പെർട്ടിക്കുലർ ട്രയാങ്കിൾ നമുക്ക് കിട്ടുള്ളൂ. ദാറ്റ് ഇസ് പാരലൽ ആക്സിസ് തിയറം. സോ അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. നമ്മൾ എല്ലാ ക്വസ്റ്റൻസിലും ചെയ്യുന്ന പോലെ തന്നെ BH ക്യൂബ് ബൈ 36, ദാറ്റ് ഇസ് IG പ്ലസ് A ഇൻറ്റു R സ്ക്വയർ. ക്ലിയർ? മൈനസ് ആണ് ഇവിടെ. അതിൽ നിന്ന് നമ്മൾ കുറയ്ക്കുകയാണ്. സാധാരണ നമ്മൾ എന്തായിരുന്നു ചെയ്തിരുന്നത്? രണ്ടും കൂടി കൂട്ടുന്നതിന് പകരം ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്? കുറയ്ക്കുകയാണ്. ദാറ്റ് ഈസ് എന്തിനെയാണ് കുറയ്ക്കുന്നത്? നമ്മൾ റെക്ടാങ്കിളിനെയാണ് കുറയ്ക്കുന്നത്. ദാറ്റ് ഈസ് B ഇൻറ്റു ഓക്കെ, ഇതിനകത്ത് B എന്താണ്? ഇതാണ് നമ്മുടെ പാരലായിട്ട് B ഇൻറ്റു D ക്യൂബ്. ഇതാണ് കാരണം ഈ ആക്സിസിന് അബൌട്ടായിട്ടാണ് നമ്മൾ നോക്കുന്നത്. ആ ആക്സിസിന് പാരലായിട്ടുള്ള ആക്സിസ് ഇതാണ്, പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസ് ആണ്. പാരലായിട്ടുള്ള ആക്സിസ് ഇൻറ്റു പെർപെൻഡിക്കുലർ ആയിട്ട് ആക്സിസിൻ്റെ ക്യൂബ് ഡിവൈഡ് ബൈ 12. പാരൽ ആക്സിസ് ആയിട്ടുള്ള ആക്സിസ് ഇൻറ്റു പെർപെൻഡിക്കുലർ ആയിട്ടുള്ളത് ഡിവൈഡഡ് ബൈ 12 ആണ്. പ്ലസ് A ഇൻറ്റു ദാറ്റ് ഇസ് 8 ഇൻറ്റു R സ്ക്വയർ, ദാറ്റ് ഇസ് 1.37 whole square. So the entire moment of inertia about x-axis after the subtraction has been done is equal to 157.583 centimeter raised to 4. ക്ലിയർ ആണല്ലോ? നമ്മൾ എന്ത് ചെയ്തത്? സാധാരണ കോമ്പോസിറ്റ് ബോഡി ചെയ്യുന്ന പോലെ തന്നെ രണ്ട് ബോഡി ആയിട്ട് കൺസിഡർ ചെയ്തു. ആദ്യത്തെ ആളുടെ സെൻട്രോയിഡ് കണ്ടുപിടിച്ചു, രണ്ടാമത്തെ ആളുടെ സെൻട്രോയിഡ് കണ്ടുപിടിച്ചു. ആൻഡ് സെൻട്രോയിഡൽ ആക്സിസ് നമ്മൾ എന്ത് ചെയ്തു? സെൻട്രോയിഡൽ ആക്സിസ് നമ്മൾ ലൊക്കേറ്റ് ചെയ്തു. സെൻട്രോയിഡൽ ആക്സിസ് ലൊക്കേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ പാരലൽ ആക്സിസ് തിയറം സാധാരണ ചെയ്യുന്ന പോലെ തന്നെ പാരലൽ ആക്സിസ് തിയറം യൂസ് ചെയ്തിട്ട് നമ്മൾ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിച്ചു. സാധാരണ അഡീഷന് പകരം നമ്മളിവിടെ മൈനസ് ആക്കി. അത്ര മാത്രമാണ് നമുക്ക് ഇതിനകത്ത് ഡിഫറൻസ് ആയിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, നൗ IYY ഞാൻ കണ്ടുപിടിക്കാൻ പോകുമ്പോൾ there is a bit of trick in this. Since the figure is symmetric about y axis, YY നമ്മൾ മുമ്പ് ഇത് പറഞ്ഞിരുന്നു അല്ലേ? നമ്മുടെ I സെക്ഷൻ ഒക്കെ ചെയ്തിരുന്നപ്പോൾ നമ്മൾ ചെയ്തില്ലേ? അതായത് ഇതിനിപ്പോൾ അതായത് നമ്മുടെ ഈ ഒരു ആക്സിസിന്
അലോങ് ആയിട്ട് തന്നെയാണ്, അല്ലെങ്കിൽ ഇതിനായിട്ട് കോയിൻസൈഡ് ചെയ്തിട്ടാണ് ഇൻഡിവിജ്വൽ ആൾക്കാരുടെ വൈ ആക്സിസും വന്നിരുന്നത്. ഈ ഒരു പെർട്ടിക്കുലർ ആക്സിസിന് അബൌട്ടായിട്ട് സിമെട്രിക്കൽ ആയിട്ടാണ് വന്നിരുന്നത്. സോ ദർ ഇസ് നോ നീഡ് ഫോർ ദാറ്റ് പാരലൽ ആക്സിസ് തിയറം അല്ലേ, നമുക്ക് കാരണം വേറെ ഡിഫറൻസ് ഇല്ല വൈ ആക്സിസിനകത്ത് വരുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെയും വരുന്നത് അല്ലേ. ഇയാളുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും ഇയാളുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയുടെയും വൈ ആക്സിസ് എന്ന് പറയുന്നത് കോയിൻസൈഡ് ചെയ്യാണ് വിത്ത് ദ centroidal y axis of this entire figure. So there is no requirement for parallel axis theorem. Since the figure is symmetric about y centroidal axis, there is no requirement for using parallel axis theorem. നമ്മൾ ഡിസ്റ്റൻസ് മറ്റൊന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ടേക്കിംഗ് ഓക്കെ, അപ്പോൾ അത് നമുക്ക് മനസ്സിലായി. ഇനി ഞാനിത് സോൾവ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഈ ഒരു ആക്സിസിന് അബൌട്ടായിട്ട് നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമുക്ക് അറിയാവുന്ന 3 റിസൾട്ടുകൾ ആകെ ഈ ഒരു സെൻട്രോയിഡിൽ കൂടെ ഇങ്ങനെ പാസ് ചെയ്യുന്നതിൻ്റെ, ഈ ബേസിൽ കൂടെ പാസ് ചെയ്യുന്നതിൻ്റെ, സിമിലർലി ഈ വേർട്ടെക്സ് കൂടെ പാസ് ചെയ്യുന്നതിൻ്റെയാണ് നമുക്ക് ആകെ അറിയാവുന്നത്. ഈ ഒരു സംഭവത്തിന് നമ്മൾ എഴുതിയിട്ടില്ല, റിസൾട്ട് എഴുതിയിട്ടില്ല, അല്ലെങ്കിൽ സ്റ്റാൻഡർഡൈസ് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടില്ല. കാരണം ഈ ട്രയാങ്കിൾ മാറുന്നതിനനുസരിച്ച് അത് മാറ്റം വരാം. സോ അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സോ ഇങ്ങനത്തെ കേസുകളിൽ നമ്മൾ എന്ത് ചെയ്യും? ഞാൻ നോക്കിയപ്പോൾ എനിക്ക് കണ്ടു, അതായത് ഇവിടെ സിമെട്രി ഉണ്ടെന്ന് കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെയാണ് വരച്ച് വെച്ചിരുന്നത്. സോ ബേസിക്കലി ഈ ഒരു ഏരിയയും ഈക്വലൻ്റ് ആണല്ലോ, ഈ 2 ഏരിയാസും ഈക്വൽ ആണ്. സോ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ ഒരു പെർട്ടിക്കുലർ ആക്സിസ്, അല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ ആയിട്ട് നമ്മൾ, ഇതാണല്ലോ സെൻട്രോയിഡൽ വൈ ആക്സിസ്, നമ്മൾ എടുക്കാൻ പോകുന്ന ആക്സിസിനെ ഞാൻ നമ്മുടെ ട്രയാങ്കിളിൻ്റെ ബേസ് ആയിട്ട് ഇമാജിൻ ചെയ്തു. ഈ ഒരു ട്രയാങ്കിളിൻ്റെ ബേസ് ആയിട്ട് ഇമാജിൻ ചെയ്തിട്ട് ഞാൻ സാധാരണ എങ്ങനെയാണോ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കാൽക്കുലേറ്റ് ചെയ്യുക അതുപോലെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് 2 ടൈംസ് ചെയ്താൽ പോരെ അല്ലേ. അതായത് ഈ ഒരു ആക്സിസിന് അബൌട്ടായിട്ട് ഇയാളുടെയും ഞാൻ ഈ 2 ആൾക്കാരും കൂടി ചേർന്നാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്, റൈറ്റ്. സോ അത് ചെയ്യുന്നതിന് പകരം ഞാൻ ഈ ഒരാളുടെ എടുത്തിട്ട് ഈ ഒരു ആക്സിസിന് അബൌട്ട് ബേസ് ആയിട്ട് ഈ ഒരു ആക്സിസ് എടുത്തിട്ട് അതിനെ ഞാൻ 2 ടൈംസ് ചെയ്താൽ പോരെ. ദർ ഇസ് നോ ഡിഫറൻസ് നാ. ഇറ്റ് ഈസ് ബേസിക്കലി ലൈക്ക് ഗെറ്റിംഗ് 2 കോമ്പോസിറ്റ് ഫിഗേഴ്സ് ലൈക്ക് ദിസ് അല്ലേ. ഈ ഒരു ആക്സിസിന് അബൌട്ടായിട്ട് നമുക്ക് 2 കോമ്പോസിറ്റ് ഫിഗർ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 2 ആൾക്കാരുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ആഡ് ചെയ്യുന്ന പോലെ തന്നെയല്ലേ, അതിനകത്ത് വ്യത്യാസമൊന്നുമില്ലല്ലോ. സോ ഞാൻ എന്ത് ചെയ്തു? ഈ ഒരു ട്രയാങ്കിളിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഐ മേഡ് ഇറ്റ് ഇൻ ടു 2 halves സച്ച് ദാറ്റ് വൺ ഓഫ് ഇറ്റ് ഇസ് ദ ബേസ് ഓഫ് ദ വൺ ട്രയാങ്കിൾ. നമ്മുടെ വൈ ആക്സിസ് എന്ന് പറയുമ്പോൾ ഒരു ട്രയാങ്കിളിൻ്റെ ബേസ് ആയിട്ട് വരുന്ന രീതിയിൽ. സോ ദാറ്റ് ഐ ക്യാൻ അപ്ലൈ ദ ഇക്വേഷൻ ഫോർ ദ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ ട്രയാങ്കിൾ അബൌട്ട് ഇറ്റ്സ് ബേസ്. അതിൻ്റെ ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാനായിട്ട്. ഓക്കെ, ക്ലിയർ ആണ് വിചാരിക്കുന്നു. സോ മൊമെന്റ് ടേക്കിംഗ് ഡി സി ആസ് ബേസ്, ടേക്കിംഗ് oh, it's not DC, it's D. Yeah, one second, I'll change it here. Taking, it's not DC, it's dB. Okay, taking dB as base, moment of inertia of the body about centroidal y axis. ഈ ഒരു ആക്സിസിന് അബൌട്ട് ആയിട്ട് എന്താണ് മൊമെന്റ് ഓഫ് ഇനർഷ്യ? സോ സെൻട്രോയിഡൽ വൈ ആക്സിസ് തന്നെയാണ് ഈ ഒരു പെർട്ടിക്കുലർ നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്ന ആളുടെ ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് വരിക? അപ്പോൾ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ബേസ് ഇൻറ്റു h cube divided by 12 അല്ലേ. ബേസ് ഇൻറ്റു h cube divided by 12, that is 2 times moment of inertia about base AB minus IG minus the second body's center of gravity with respect to y axis. Clear ആണല്ലോ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. So that is 2 times moment of inertia about base AB minus moment of inertia of the second body with respect to centroidal y axis. So this is going to be 2 times b into h cube divided by 12. കാരണം ഇവിടെ എന്താണ്, ഈ ബേസിൻ്റെ ലെങ്ത് നമുക്കറിയാം 8.6 ആണ്. അതായത് നമ്മുടെ എൻറ്റയർ ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഇസ് h ഇസ് 8.66. അതിവിടെ എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത്? ബേസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. സോ ദാറ്റ് ഇസ് b ഇൻറ്റു h ക്യൂബ്. h എന്താണ് ഇവിടെ? ഈ ഒരു ട്രയാങ്കിൾ ഞാൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ദിസ് ഇസ് മൈ ഹൈറ്റ് അല്ലേ. ഈ ഒരു ട്രയാങ്കിളാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ദിസ് ഇസ് മൈ ഹൈറ്റ്, ദാറ്റ് ഇസ് 5. ഓൾറൈറ്റ്. സോ ഇൻറ്റു 5 ക്യൂബ് ഡിവൈഡഡ് ബൈ I think it's, one second, yeah, it is 36. Okay, calculation is taken down. So final answer na cheriya vyatyasangal help undava. It is b h cube divided by 36 and minus b into d cube divided by 12. The minus ഈ ഒരാളുടെ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള ആളുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ വിത്ത് റെസ്പെക്ട് ടു വൈ ആക്സിസ് കിട്ടും. സോ ദാറ്റ് ഈസ് എ ഫൈനൽ ആൻസർ ദാറ്റ് വി ആർ ഗോണ ഗെറ്റ്. സോ എങ്ങനെയായിരുന്നു നമ്മുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് സബ്ട്രാക്റ്റഡ് ബോഡീസ് കണ്ടുപിടിക്കുക? ഇറ്റ് ഈസ് സിംപ്ലി സിമിലർ ടു ദാറ്റ് വെൻ വി ആഡ് ദ കോമ്പോസിറ്റ് ബോഡീസ്. ഓക്കെ,
ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? സെൻട്രോയിഡ് കണ്ടുപിടിക്കണം. അത് കഴിഞ്ഞിട്ട് സെൻട്രോയിഡൽ ആക്സിസ് കണ്ടുപിടിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ റിക്വയർഡ് ആയിട്ടുള്ള ആക്സിസിൽ നിന്നും നമ്മുടെ സെൻട്രോയിഡൽ ആക്സിലേക്കുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ഇഫ് ദ സെൻട്രോയിഡൽ ആക്സിസ് ഇസ് about which we are asked to find out the moment of inertia of the composite body. സോ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? സാധാരണ പാരലൽ ആക്സിസ് തിയറം യൂസ് ചെയ്തിട്ട് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കണം. സാധാരണ നമ്മൾ കോമ്പോസിറ്റ് ബോഡി വരുമ്പോൾ ആഡ് ചെയ്യാറാണ് പതിവ്. ഈ ഒരു കേസിൽ സബ്ട്രാക്ട് ചെയ്യണം. പിന്നെ ശ്രദ്ധിച്ച് വെക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? അതായത് സെൻട്രോയിഡ് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ മൈനസിൻ്റെ കേസായിട്ട് തന്നെ ചെയ്യണം. അതുപോലെ തന്നെ ഏരിയ എടുക്കുമ്പോൾ ഒരു എൻറ്റയർ കംപ്ലീറ്റ് ഏരിയ ആയിട്ട് എടുക്കണം. ഇറ്റ് ഷുഡ് നോട്ട് ബി ദ ഏരിയ ദാറ്റ് വി ഗെറ്റ് ആഫ്റ്റർ സബ്ട്രാക്ടിങ് ആൻഡ് ഓൾ ദോസ്. അങ്ങനെ ചെയ്യാൻ നിൽക്കരുത്. Okay, so I think this particular section, the entire section is over. Moment of inertia എങ്ങനെയാണ് പ്രോബ്ലംസ് അപ്രോച്ച് ചെയ്യാമെന്ന് ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി ഇതിനകത്ത് ബാക്കിയുള്ള ഏകൊരു സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിയറംസ് ഓഫ് പാപ്പസ്-ഗൾട്ടനസ് ആണ്. സോ പാപ്പസ്-ഗൾട്ടനസ് തിയറംസ് എന്ന് പറഞ്ഞാൽ 2 തിയറംസ് ഉണ്ട് ബേസിക്കലി. ആൻഡ് 2 തിയറവും നല്ല എളുപ്പമാണ്. നമുക്ക് 3 മാർക്കിന് വളരെയധികം ചോദിച്ച് കണ്ടിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണ്. ലൈക്ക് മുമ്പ് 5 മാർക്കിൻ്റെ ക്വസ്റ്റൻ ആയിട്ടും നമുക്ക് ഇനി വരാൻ പോകുന്ന എക്സാമിന് നമുക്ക് 3 മാർക്സിനും ചോദിക്കാൻ സാധ്യതയുള്ള വളരെ ലൈക്ക് മോസ്റ്റ് പ്രോബബിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണ്. സോ തിയറംസ് ഓഫ് പാപ്പസ്-ഗൾട്ടനസ് തിയറി ക്വസ്റ്റൻ ആയിട്ടാണ് ചോദിക്കാറ്. ലൈക്ക് എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് വയ്ക്കുക, എന്നിട്ട് ഏതെങ്കിലും ഒരു എക്സാമ്പിൾ എടുത്ത് പ്രൂവ് ചെയ്യാനാണ് ചോദിക്കാറ്. ഓക്കെ, സോ ദ ഫസ്റ്റ് തിയറം ഓഫ് പാപ്പസ്-ഗൾട്ടനസ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ ഏരിയ ഓഫ് സർഫേസ് ജനറേറ്റഡ് ബൈ റിവോൾവിംഗ് എ പ്ലെയിൻ കർവ് about a non-intersecting axis in the plane of the curve is equal to the product of length of the curve and the distance traveled by the centroid during revolution. അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ area generated is equal to length of the curve that we have taken multiplied by distance traveled by the centroid in that particular revolution that we are doing. Okay, let us consider an example. Example കണ്ടു കഴിഞ്ഞാൽ നമുക്ക് obviously മനസ്സിലാവും, എളുപ്പമാണ്. Okay, സപ്പോസ് ദാറ്റ് വി ഹാവ് ആൻ ആക്സിസ് എ ബി. ആ ആക്സിസിൻ്റെ പ്ലെയിനിൽ തന്നെ നമുക്ക് എന്തുണ്ട്? നമുക്കൊരു എച്ച് ലെങ്ത് ഉള്ള ഒരു ചുമ്മാ ഒരു ലൈൻ ഉണ്ടെന്ന് വിചാരിക്കും. ദാറ്റ് ഈസ് എ കർവ് അല്ലേ? സാധാരണ ഒരു കർവ്. വി ഹാവ് എ സ്ട്രേറ്റ് ലൈൻ കർവ് ആൻഡ് ഇറ്റ് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് ആർ ഫ്രം ദ ആക്സിസ് ദാറ്റ് വി ടേക്കൺ. ഇറ്റ് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് ആർ ഫ്രം ദ ലൈൻ ദാറ്റ് വി ഹാവ് ടേക്കൺ. ഇമാജിൻ ഇഫ് ദിസ് പെർട്ടിക്കുലർ ലൈൻ ഇസ് റൊട്ടേറ്റഡ്. അതായത് ഞാനിപ്പോൾ ഇതിനെ ഒരു 360 ഡിഗ്രി മൊത്തമായിട്ട് വട്ടത്തിൽ കറക്കി കഴിഞ്ഞാൽ, മുഴുവനായിട്ട് ഞാൻ ഇതിനിങ്ങനെ വട്ടത്തിൽ കറക്കി കഴിഞ്ഞാൽ എനിക്ക് എന്താണ് കിട്ടുക? 360 ഡിഗ്രി റൊട്ടേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കൊരു ഹോളോ സിലിണ്ടർ കിട്ടും അല്ലേ? ഈ ഒരു ലൈനിനെ ഞാൻ 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനലി ഐ വിൽ ഗെറ്റ് എ ഹോളോ സിലിണ്ടർ, റൈറ്റ്? ആ ഹോളോ സിലിണ്ടറിൻ്റെ അതായത് അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു കർവ് നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സംഭവത്തിൻ്റെ ഏരിയ അല്ലെങ്കിൽ ആ കർവ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ജനറേറ്റ് ആവുന്ന ഏരിയ എന്ന് പറയുന്നത് ആ ലെങ്ത്, ആ കർവിൻ്റെ ലെങ്ത്ത് മൾട്ടിപ്ലൈഡ് ബൈ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ സെൻട്രോയിഡ് ആണ്. ഈ ഒരു ലെങ്ത്തിൻ്റെ സെൻട്രോയിഡ് എവിടെയാണ്? ഇതിൻ്റെ കറക്റ്റ് സെൻറ്ററിലാണ് അല്ലേ? അപ്പോൾ ആ ഒരു സംഭവം ഇവിടെ എത്രത്തോളം ട്രാവൽ ചെയ്തു ഈ ഒരു 360 ഡിഗ്രി റൊട്ടേഷനിൽ? ഒബ്വിയസ്ലി 2π ഇൻറ്റു ആർ അല്ലേ? സോ ഏരിയ നമ്മുടെ ഇത് വെച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ പാപ്പസ്-ഗൾട്ടനസ് തിയറം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏരിയ ജനറേറ്റഡ് എന്തായിരിക്കണം? ഹൈറ്റ്, അതായത് എച്ച് ഇൻറ്റു അതാണ് ലെങ്ത് ഓഫ് ദ കർവ് മൾട്ടിപ്ലൈഡ് ബൈ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദ സെൻട്രോയിഡ്, ദാറ്റ് ഇസ് 2πr, ദാറ്റ് ഇസ് 2πrh. യാ, അത് ശരിയാണല്ലേ? നമ്മളൊരു ഹോളോ സിലിണ്ടറിൻ്റെ സർഫസ് ഏരിയ എന്തായിരുന്നു? 2πrh അല്ലേ? അതായത് നമ്മൾ പഠിച്ചത്. സോ ദ തിയറം ഇസ് ട്രൂ. സോ ദാറ്റ് ഈസ് എ ഫസ്റ്റ് പാപ്പസ്-ഗൾട്ടനസ് തിയറം. അതായത് നമ്മളൊരു കർവ് എടുത്തിട്ട് അതിനെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞ് കിട്ടുന്ന സർഫസിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ആ കർവിൻ്റെ ലെങ്ത് മൾട്ടിപ്ലൈഡ് ബൈ ആ കർവിൻ്റെ സെൻട്രോയിഡ് ആ ഒരു റൊട്ടേഷനിൽ അല്ലെങ്കിൽ റെവല്യൂഷനിൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ്. ഇറ്റ് ഈസ് നോട്ട് നെസസറി ദാറ്റ് ഇറ്റ് ഷുഡ് ബി 360 ഡിഗ്രി. ഞാനിപ്പോൾ ഒരു 45 ഡിഗ്രി മാത്രം ഇത്ര മാത്രമാണ് കറക്കിയെന്നുണ്ടെങ്കിലും ഈ ഒരു ചെറിയൊരു സംഭവം കിട്ടുന്നതിനും ഈ ഒരു സംഭവം വാലിഡ് ആണ്. ഓക്കെ, അടുത്ത തിയറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ volume of solid generated by revolving a plane area about an axis in its plane is equal to the product of the area and distance traveled by the centroid g of the area during revolution. Okay, so ഇവിടെ എന്താണ്, എന്തിനെ കുറിച്ചാണ് പറഞ്ഞിരുന്നത്? സർഫസ് ഏരിയ ജനറേറ്റഡ് ആണ്. ഇവിടെ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? വോളിയം ജനറേറ്റഡ് ആണ്. സോ ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് അതുപോലെ തന്നെ എഴുതണം. ഇറ്റ്സ് ക്ലിയർ, ഐ തിങ്ക് ഇറ്റ്സ് വെരി മച്ച് ക്ലിയർ ആസ് വെൽ. ആൻഡ് വോളിയം എന്ന് പറയുന്നത് ഏരിയ ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ സർഫസ് ദാറ്റ് വി ഹാവ് multiplied by distance traveled by the centroid of that particular area. So let us imagine axis we have, and we have a rectangle with length as h and breadth as r.
ഓക്കെ, നമുക്കറിയാം റെക്ടാങ്കിളിൻ്റെ സെൻട്രോയിഡ് എവിടെയാണ്? r/2 h/2 ആണല്ലേ. സോ വി ഹാവ് എ സെൻട്രോയിഡ് ദാറ്റ് ഇസ് ഹിയർ. സോ ഈ ഒരു സംഭവം എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇതിന് എന്ത് ചെയ്തു? ഞാൻ ഈ ഒരു സംഭവത്തിന് ഇങ്ങനെ മുഴുവനായിട്ട് ഞാൻ 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തു. 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടുക? ആഫ്റ്റർ 360 ഡിഗ്രി റെവല്യൂഷൻ വി ഗെറ്റ് എ സോളിഡ് സിലിണ്ടർ അല്ലേ. മറ്റേ കേസിൽ നമുക്ക് എന്തായിരുന്നു? ലൈൻ റൊട്ടേറ്റ് ചെയ്തപ്പോൾ നമുക്ക് ഹോളോ ആയിട്ടുള്ള സിലിണ്ടറാണ് കിട്ടിയത്. ഇവിടെ നമ്മൾ ഒരു സർഫസ് റൊട്ടേറ്റ് ചെയ്തപ്പോൾ വി ഗെറ്റ് എ സോളിഡ് സിലിണ്ടർ. സോ നമ്മുടെ തിയറം പറഞ്ഞത് വോളിയം എന്ന് പറയുന്നത് ഏരിയ ഓഫ് ദ കർവ് ആണ്. ഈ റെക്ടാങ്കിളിൻ്റെ ഏരിയ എന്താണ്? h/r, ഒബ്വിയസ്ലി l/b അല്ലേ. ദാറ്റ് ഈസ് h/r മൾട്ടിപ്ലൈഡ് ബൈ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദ സെൻട്രോയിഡ്. സോ സെൻട്രോയിഡ് എവിടെയാണ് വരിക? സെൻട്രോയിഡ് ഇരിക്കുന്നത് r/2 അല്ലേ. സെൻട്രോയിഡ് ഇരിക്കുന്നത് r/2 ഡിസ്റ്റൻസിലാണ്. സോ ഇതാണ് നമ്മുടെ സെൻട്രോയിഡ് ട്രാവൽ ചെയ്ത സർക്കിൾ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ സെൻട്രോയിഡ് ട്രാവൽ ചെയ്ത സർക്കിൾ എന്ന് പറയുന്നത്. സെൻട്രോയിഡ് ട്രാവൽ ചെയ്ത സർക്കിളിൻ്റെ ലൂപ്പിൻ്റെ ലെങ്ത് എത്രയാണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 2π മൾട്ടിപ്ലൈഡ് ബൈ റേഡിയസ്, ദാറ്റ് ഈസ് r/2 അല്ലേ. അത് എത്രയാണ്? πr ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു πr, റൈറ്റ്. സോ h/r മൾട്ടിപ്ലൈഡ് ബൈ 2π ഇൻറ്റു r/2. അതെന്താണ് വരുന്നത്? v ഈസ് ഈക്വൽ ടു πr²h ആണ്. ദാറ്റ് ഈസ് വെരി മച്ച് ട്രൂ. ഒരു സോളിഡ് സിലിണ്ടറിൻ്റെ വോളിയം എന്ന് പറയുന്നത് πr²h തന്നെയാണ്. സോ ബോത്ത് ദ തിയറംസ് ആർ pretty much സെൽഫ് എക്സ്പ്ലനേറ്ററി ഫ്രം ദെയർ സെൻറ്റൻസസ് ഇറ്റ് സെൽഫ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എക്സാമിന് നമുക്ക് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് പറയും ആൻഡ് യു ഹാവ് ടു സ്റ്റേറ്റ് വിത്ത് ആൻ എക്സാമ്പിൾ. സോ ഇത് എക്സാമ്പിളായിട്ട് കൊടുക്കാം. ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് കോണിൻ്റെ സംഭവം പ്രൂവ് ചെയ്യാൻ പറയാം. സോ കോണാണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ എടുക്കും? നമ്മൾ പാരലായിട്ട് എടുത്ത ലൈൻ, നമ്മൾ പാരലായിട്ട് എടുത്ത പോലെ തന്നെ സിമ്പിളായിട്ട് കേർവ്ഡ് ആയിട്ടൊരു ലൈൻ എടുക്കുക. എന്നിട്ട് അതിനെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അതിനെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കോണായിട്ട് കിട്ടും. ഓക്കെ, അങ്ങനെ എന്തിനാണ് ചോദിക്കുന്നത്? ആ ഒരു സമയത്തുള്ള ലോജിക്ക് വെച്ചിട്ട് യു ക്യാൻ ഡു ദാറ്റ്. സ്റ്റേറ്റ്മെൻറ്റ്സും അതിൻ്റെ ഈ ഒരു പെർട്ടിക്കുലർ എക്സ്പ്രഷനൊക്കെ നല്ല വൃത്തിക്ക് എഴുതിയാൽ തന്നെ ഇറ്റ്സ് ഗോയിങ് ടു ബി over. So the chapter is over. I think എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. Okay.